ക്ലാസ് എടുത്തതിനെക്കുറിച്ച്, ഈ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന ക്ലാസ് ഞാൻ എടുത്തതിനെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു വാക്കുകൂടെ പരിചയപ്പെടുത്താം. मैं इस क्लास जो लिया था, इस अध्ययन बहुत सारी जगहों पर मैंने लिया था और प्रभु के दास ने उसको विवरण दिए हैं. इस कारण मैं कुछ चीज़ें बताना चाहता हूँ. എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. मेरे 12वीं साल की उम्र से ही मैं प्रचार करने के लिए शुरू किया था. കൊച്ചു റോഡിൻ്റെ സൈഡിലും 3 റോഡ് കൂടുന്ന കവലകളിലും ഒക്കെയാണ് ആദ്യം പ്രസംഗിച്ചത്. मैं बहुत सारे चौराहे में, रास्तों में खड़े होकर मैं ये प्रचार करता था. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അങ്ങും ഇഞ്ഞും സഭകളിൽ സാക്ഷി പറഞ്ഞു പോയി. कुछ समय के बाद कुछ कलीसिया में जाकर के प्रचार करने लगा. പക്ഷെ 12ാമത്തെ വയസ്സ് മുതൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 12वें साल की उम्र से ही मैंने रोगियों के लिए प्रार्थना करता था. എവിടൊക്കെ പ്രസംഗിച്ചാലും അവിടെ എല്ലാം രോഗികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരും. जहाँ कभी प्रचार करूंगा उन सारे जगहों में भी बीमार के लिए प्रार्थना करने के लिए बहुत सारे लोग आते हैं. ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരുപോലെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചിലർ സുഖമാകും, ചിലർ സുഖമാകത്തില്ല. मैं सबके लिए एक मन के साथ, एक ही दिल के साथ मैं प्रार्थना करता हूँ, परंतु कुछ लोग चंगाई प्राप्त करते हैं, कुछ लोग चंगाई प्राप्त नहीं करते हैं. നിങ്ങൾക്കറിയാം, എല്ലായിടത്തും ലോകത്തിൽ മുഴുവൻ ഇങ്ങനെയാണ്. ഒരുപോലെ പ്രാർത്ഥിച്ചാലും ചിലർ സുഖമാകും, ചിലർ സുഖമാകത്തില്ല. आप भी जानते हैं कि संसार के हर कोने में ऐसे ही है. कुछ लोग चंगाई प्राप्त करते हैं, कुछ लोग चंगाई प्राप्त नहीं करते हैं. 100 പേര് സുഖമായാൽ ഒരു മാസം കഴിയുമ്പോൾ 50 പേര് തിരിച്ചു രോഗികളാവും. 100 लोग अगर चंगाई प्राप्त किए हैं, उसके कुछ एक महीने के बाद 50 लोग भी कभी वो बीमार हो सकते हैं. 1-2 വർഷം കഴിയുമ്പോൾ സുഖമായവരുടെ എണ്ണം ഒരു 5-10 അത്ര കാണത്തുള്ളൂ. 1-2 साल के बाद पूरी तरह से चंगाई प्राप्त किया हो वो व्यक्ति, पूरी चंगाई में बरकरार रहने वाले 1 या 2 लोग रहते हैं. ഒരേ പ്രാർത്ഥന എന്തുകൊണ്ട് പല രീതിയിൽ പ്രയോജനപ്പെടുന്നു എനിക്കറിയാൻ വയ്യ. एक ही प्रार्थना, परंतु किस कारण इस तरीके से, विभिन्न तरीके से काम करता है, मैं नहीं जानता. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും ഞാൻ മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്ത് ഒരു വിസിറ്റിങ്ങിന് വേണ്ടി പോയി. ऐसे रहते वक्त ही मैंने मिडिल ईस्ट में, मध्य पूर्व देश में मैं एक प्रचार के लिए गया था. എനിക്ക് തോന്നുന്നത് ഒരു 1993-94 ആ സമയത്തായിരിക്കും. 93-94 സമയത്തായിരിക്കും. मुझे मेरा याद सही है तो 94 ईस्वी में ही मैंने प्रचार करने गया था. അവിടെ ഒരാൾ എന്നെ ഒരു ചെറിയ വീഡിയോ ടേപ്പിൻ്റെ ഒരു അല്പം കാണിച്ചു. उधर एक व्यक्ति ने एक वीडियो टेप का कुछ अंश मुझे दिखाया. പണ്ട് വീഡിയോ വരുന്നത് ടേപ്പിലായിരുന്നു. ഇതുപോലെ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. അത് CD-കളിലായിരുന്നു വരുന്നത്. पुराने समय पर ये जो वीडियो आता था वो पुराने टेप में होता था, CD में नहीं. ആ ടേപ്പ് പൊട്ടിയിട്ട് അത് പല പ്രാവശ്യം ഒട്ടിച്ച് എല്ലാം കൂടി ഒരു 45 മിനിറ്റ് ആ ടേപ്പിൽ ഉള്ളൂ. 3 മണിക്കൂറിൻ്റെ ടേപ്പ് 45 മിനിറ്റേ ഉള്ളൂ. ये टेप टूट गया था, कट हुआ था, उसको बहुत सारे टेप से लगाए हुए हैं, चिपकाया गया है. 3 घंटा का जो टेप है वो 45 मिनट ही था. പക്ഷേ അതിനകത്ത് ഡോക്ടർ ഡെറിക് പ്രിൻസ് എന്ന ഒരാളിൻ്റെ പ്രസംഗമായിരുന്നു കിട്ടിയത്. परंतु उसमें डॉक्टर डेरिक प्रिंस का एक प्रचार मैंने सुनने में. ഡോക്ടർ ഡെറിക് പ്രിൻസ് സ്റ്റേജിൽ വന്നു ഒരു വാക്യം വായിച്ചു. डॉक्टर डेरिक प्रिंस स्टेज मंच पे आकर के एक वचन को अंश को पढ़े, എന്നിട്ട് ബൈബിൾ അടച്ചു വെച്ചു. बाइबल को बंद कर दिया. അടച്ചു വെച്ചു പറഞ്ഞു, ഇവിടെ ഒരു അപ്പച്ചനുണ്ട്, അപ്പച്ചൻ ഒരു ശാപമുണ്ട്, ആ ശാപം പൊട്ടിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നു. उसके बाद पास्टर ने बताया कि इधर एक दादाजी है, उस दादाजी के ऊपर एक श्राप है, उस श्राप के विरोध में प्रार्थना करने के लिए प्रभु हमसे आग्रह कर रहे हैं. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മുൻപിലോട്ട് ഇറങ്ങി ഒരു അപ്പച്ചൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അപ്പച്ചൻ എന്തോ ശാപം എന്ന് ചോദിച്ചു. उधर उस व्यक्ति, उस पासवान ने नीचे उतर करके, मन से उतर करके उस दादाजी के पास गए और उनसे पूछा कि आपकी जिंदगी में क्या श्राप है. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ എൻ്റെ ശാപം കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങ് പുറകിലത്തെ അറ്റത്താന്ന് പറഞ്ഞു. दादाजी ने बताया कि मैंने अपना श्राप लेके आया था, वो पीछे बैठे हुए हैं. രണ്ടുപേരും കൂടെ പുറകിലോട്ട് നടന്നു ഒരു പെൺകുട്ടിയുടെ അടുക്കലെത്തി. दोनों मिलकर उस एक बेटी के पास पहुंचे. ഒരു വളഞ്ഞ വീൽ ചെയർ ഉണ്ട്. ആ പെൺകുട്ടിയെ ആ വീൽ ചെയറിൽ ഇരുത്തിയിരിക്കുക. ഒരു വല്ലാതെ വളഞ്ഞ വീൽ ചെയറാണ്. बहुत बुरी तरीके से टेढ़ा हुआ एक व्हीलचेयर है, उस व्हीलचेयर में एक बेटी के पास पहुंचे. ആ പെൺകുട്ടിയുടെ ശരീരത്തെല്ലാം ബെൽറ്റ് ഇട്ട് വീൽ ചെയറുമായി ഒരുമിച്ച് കെട്ടിയിരിക്കുക. इस बेटी के शरीर को उस व्हीलचेयर से बांधा गया है. അവിടെ ശരീരം മുഴുവനും കാസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. इस बेटी की शरीर की हड्डियां टूटा हुआ कारण पूरी शरीर में कास्ट डाला हुआ है. അപ്പച്ചൻ പറഞ്ഞു, ഇതെന്റെ മകളാണ്. इस दादाजी ने बताया कि ये मेरी बेटी है. ഇവളെല്ലാ 6 മാസത്തിലും ഒരു പ്രാവശ്യം ഒന്ന് മറിഞ്ഞു വീഴും. हर 6 महीने में एक बार, कम से कम एक बार गिरती है और टूटता. വീണാൽ ഒരെല്ലെങ്കിലും ഒടിഞ്ഞിരിക്കും. अगर गिरेगी तो कम से कम एक हड्डी तो टूटा रहेगा. ഒടിഞ്ഞ പിന്നെ ഒരിക്കലും മുറി കൂടത്തില്ല. और अगर टूट जाएगा तो फिर कभी वो जुड़ता नहीं. അങ്ങനെ ശരീരം മുഴുവനും കാസ്റ്റ് ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. इस कारण शरीर पूरी तौर से कास्ट में बंधा हुआ है, प्लास्टर डाला हुआ है. അവർക്ക് നേരെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ വളഞ്ഞ വീൽ ചെയർ കസ്റ്റം മെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. इस बेटी सीधा बैठ नहीं पाती है, इसलिए एक झुका हुआ, इनके लिए ही तैयारी किया हुआ एक व्हीलचेयर में लेकर आए. അദ്ദേഹം അവിടെ നിന്ന് ശാപം
പൊട്ടിക്കുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷേ ടേപ്പ് പൊട്ടിയതായതുകൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് കാണത്തില്ല. इस टेप टूटा होने के कारण मैं कुछ देख पा रहा था कि उस बेटी के लिए उस पासवान प्रार्थना तो कर रहे हैं, परंतु क्या क्या किया मैं नहीं जानता था. അന്നാണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നൊരു പ്രത്യേക വിഷയം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. उस दिन ही आशीष और श्राप एक ऐसा विषय है मेरी जिंदगी में पहली बार मैं समझ पा रहा हूँ. എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആശ തോന്നി. उस समय पे ही मुझे इस विषय में सीखने के लिए मुझे बहुत इच्छा हुआ. ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വന്നു. അന്ന് ഗംഗാനഗറിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. मैं जब वापस आया तो उस जमाने पर हमारी जो आराधना गंगानगर में होता था. ഒരു പെൺകുട്ടി ആ ആരാധനയ്ക്ക് വന്നു. एक बेटी उस आराधना में आई. ആ പെൺകുട്ടി ഇപ്പം ബാംഗ്ലൂരിലുണ്ട്, നമ്മുടെ ചർച്ചിലല്ല. उस बेटी आज बैंगलोर में है परंतु हमारे चर्च में नहीं है. അവൾ വന്ന് പറഞ്ഞു, അവൾ ബ്രൂണ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു ആദ്യമേ താമസിച്ചിരുന്നത്. इस बेटी ने कहा कि वो पहले ब्रूना नाम के एक देश में रहती थी. ബ്രൂണ സാമ്പത്തികമായി വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ബ്രൂണയുടെ കറൻസിയാണ് അന്ന് ലോകത്തിലുള്ളതിലെ ഏറ്റവും പവർഫുൾ കറൻസി. उस जमाने पर ब्रूना की करेंसी जो है सबसे पावरफुल शक्तिशाली एक करेंसी था. കുവൈറ്റ് കറൻസി ഒരു ഡോളർ അവരുടേത് കൊടുത്താൽ നമ്മുടെ 200 ശിഷ്ടം ഇന്ത്യൻ രൂപ കിട്ടും. अगर कुवैत करेंसी अगर एक करेंसी मिल जाएगा तो हमारे 200 रुपया मिल जाएगा. ആ ബ്രൂണയുടേത് അതിനേക്കാളും മേളിൽ. ब्रूना का उससे भी ज्यादा था. ഈ പെൺകുട്ടി അവിടെ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. इस बेटी उधर यीशु मसीह को अपने उद्धारकर्ता के रूप में स्वीकार किए. ബാംഗ്ലൂരിൽ അവള് ഒരു ബ്രാഹ്മണനാണ്. बैंगलोर में वो एक ब्राह्मण परिवार से है. അവിടെ അപ്പനും അമ്മയും എല്ലാം അവിടെ ബ്രൂണയിലുണ്ട്. उनके माता पिता ब्रूना में है. അവരെല്ലാം കൂടി പെണ്ണിനെ ഉപദ്രവിച്ചു. നിനക്ക് ബ്രൂണയിൽ നിൽക്കാൻ ഒക്കത്തില്ല, ഇവിടെ നിന്ന് ഉടൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. यीशु मसीह को स्वीकार करने के कारण उनको बहुत उपद्रव ताड़ना मिला और उधर से ब्रूना से बैंगलोर आना पड़ा. രക്ഷിക്കപ്പെട്ട് 3 മാസം കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് തിരിച്ച് ഇന്ത്യക്ക് വരേണ്ടതായി വന്നു. उद्धार प्राप्त करके 3 महीने के अंदर वो वापस इंडिया में आना पड़ा. ബ്രൂണയിലുള്ള ചർച്ച് അവർക്ക് കുറച്ച് പുസ്തകങ്ങൾ ഗിഫ്റ്റായി പ്രസന്റേഷനായി അവിടെ സെൻഡ് ഓഫിനോട് ചേർത്ത് കൊടുത്തു. उस बेटी के सेंड ऑफ में फेयरवेल में जो उस कलीसिया जो है कुछ पुस्तकें उनको दिए थे. അതിൽ ഒരെണ്ണം അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയമായിരുന്നു. उसमें एक किताब जो है आशीष और श्राप के विषय में था. ഡോക്ടർ ഡെറിക് പ്രിൻസിന്റെ വകയായിരുന്നു. डॉक्टर डेरेक प्रिंस के ही पुस्तक थे. അവള് ഫ്ലൈറ്റിൽ കയറിയിരുന്നു, ഒന്ന് ഉറങ്ങി. उधर फ्लाइट में बैठकर उन्होंने सो गई. ഉറങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അവളോട് സംസാരിച്ചു. सोते वक्त पवित्र उनसे बात की. അവൾ പറഞ്ഞു, എന്നോട് ആരും ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ എനിക്ക് മനസ്സിലായി. നീ വരുന്ന ഞായറാഴ്ച രാവിലെ വെള്ള സാരി ഉടുത്ത് അല്ലെങ്കിൽ വെള്ള ഡ്രസ്സ് ഇട്ട് നിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ബൈബിളുമായി ഇറങ്ങി നിൽക്കണം. उस परमेश्वर की आत्मा ने उस समय पर उनसे बताया कि अगले इतवार के दिन सफेद साड़ी पहनते हुए बाहर अपने घर के सामने खड़े रहना, बाइबल पकड़ते हुए. നിന്നെ പോലെ വെള്ള സാരി ഉടുത്ത ബൈബിളുള്ള വേറെ 2 പേർ നിന്റെ അടുക്കൽ വന്ന് എന്നാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. तेरे समान सफेद साड़ी पहने हुए 2 लोग आकर के आपसे पूछेंगे कि आप क्यों इधर खड़े हैं. എനിക്ക് സഭായോഗത്തിന് പോകണം, എവിടെ സഭായോഗം ഉണ്ടെന്ന് അറിയത്തില്ല എന്ന് നീ പറയണം. मुझे कलीसिया जाना है परंतु मैं जानती नहीं हूँ कि कहाँ पे कलीसिया जाना है. അവർ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. वे लोग 2 लोग मुझे आपको उस कलीसिया में ले जाएंगे. നീ ചെല്ലുന്ന സ്ഥലത്ത് ഒരു കറുത്ത മനുഷ്യനായിരിക്കും പാസ്റ്റർ, നീ അയാളെ കാണും. जिस कलीसिया में आप जाओगे उधर एक काला एक पास्टर है, उस पास्टर से आपका मुलाकात होगा. അവർ സംസാരിക്കുന്ന ഭാഷ നിനക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. वो जो बात करते हैं वो पासवान जो पासवान की भाषा आप समझ नहीं पाएंगे. ആരാധനയ്ക്ക് ശേഷം ആ പാസ്റ്ററോട് പറയണം, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ എന്തു വേണം. उस प्रार्थना के बाद उस पासवान से आपको कहना है कि मैं कुछ समझ नहीं पाई, मैं क्या करूं. ആ പാസ്റ്റർ നിന്നോട് തിരിച്ചു പറയും, വരുന്ന ആഴ്ച നിനക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ആരാധന നടത്താം. इस पासवान आपसे कहेंगे कि अगले हफ्ते आपके लिए अगले हफ्ते से इंग्लिश में आराधना होगा. ആ സമയത്ത് ഇതിൽ ഒരു പുസ്തകം, അതായത് അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ള പുസ്തകം ആ മനുഷ്യന് കൊടുക്കണം. ഇത് നിനക്ക് വേണ്ടിയുള്ളതല്ല, അയക്ക് വേണ്ടിയുള്ളതാ. उस समय पर उस पासवान को आशीष और श्राप का जो पुस्तक मैंने आपको दिया था वो आपके लिए नहीं बल्कि उस पासवान के लिए उनके हाथों में दे देना. അങ്ങനെ ആ പെൺകുട്ടി പിറ്റേ ഞായറാഴ്ച എത്തി. ऐसे ही उस बहन अगले इतवार के दिन कलीसिया में आई. കന്നഡയാണ് സംസാരിക്കുന്നത്, അവൾക്ക് മലയാളം ഒട്ടും അറിയത്തില്ല. मलयालम बिल्कुल जानती नहीं है, कन्नड़ भाषा बात करने वाली है. അന്ന് നമുക്ക് 22 അംഗങ്ങളെ ഉള്ളൂ. കന്നഡ ഭാഷ മലയാളത്തിലാണ് ആരാധന. उस समय पर हमारी कलीसिया में 22 लोग थे, 22 लोग ही थे और उस समय पर हमारी आराधना मलयालम में थी. ആരാധന കഴിഞ്ഞ ഉടനെ പെൺകുട്ടി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിലാണ് എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, എനിക്ക് മലയാളം ഒട്ടും മനസ്സിലാകത്തില്ല, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ എങ്ങനെ ആരാധിക്കും. उस बहन ने मुझसे कहे कि पासवान जी इस प्रार्थना के बाद मैं कुछ समझ नहीं पा रही, मैं क्या करूं. ഞാൻ അവളോട് പറഞ്ഞു, വരുന്ന ആഴ്ച നമ്മൾ ഒരു ഇംഗ്ലീഷ് സർവീസ് ആരംഭിക്കുന്നുണ്ട്, നിനക്ക് അതിനകത്ത് പങ്കെടുക്കാം. मैं उनसे बताया कि अगले हफ्ते आपके लिए एक इंग्लिश सर्विस शुरुआत कर रहे हैं, आप उसमें आप सहभागी हो सकते हैं. നേരെ അവൾ ഈ പുസ്തകം എടുത്ത് എനിക്ക് തന്നു.
ऐसे ही सुनते ही इस पुस्तक मेरे हाथों में इस बेटी ने दे दी। ഞാൻ അവിടെ മുതലാണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും പഠിക്കാൻ തുടങ്ങിയത്. उधर से ही आशीष और श्राप के बारे में मैंने सीखने शुरुआत ആ की। പുസ്തകം ഇന്നും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ബ്ലെസ്സിങ്സ് ഓർ കേഴ്സസ് യു ക്യാൻ ചൂസ്. आशीष या श्राप आप चुन सकते हैं। डेरेक प्रिंस का एक किताब हिंदी, अंग्रेजी और विभिन्न भाषाओं में भी आज उपलब्ध है, वो आज आपको मिल सकता है। ഞാനത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദൈവവചനത്തിനകത്തെ പരിജ്ഞാനം വർദ്ധിച്ചു. इस पुस्तक जब वैसे पढ़ रहा था तो परमेश्वर की वचन की ज्ञान मेरे अंदर बढ़ रहा था। ഞാൻ പറഞ്ഞു അന്ന് നമ്മുടെ ചർച്ചിൽ 22 അംഗങ്ങളേ ഉള്ളൂ. मैंने आपसे कहा था उस जमाने पर मेरी कलीसिया में 22 लोग ही थे। ഐ എം സോറി, മേ ബി ഒരു 300 പേര് കാണും. ആ ഒരു ലെവൽ വളർച്ച കഴിഞ്ഞ ശേഷം മേ ബി ഒരു 300 പേര് കാണും. लगभग 300 लोग ही थे, പക്ഷെ നമ്മുടെ ചർച്ച് ഒറ്റ വളർച്ചയായിരുന്നു. परंतु उसके बाद हमारी कलीसिया एकदम बढ़ने लगा, ഒറ്റയടി 7000 ആയിട്ട് ഉയർന്നു. एकदम 7000 के हिसाब से बढ़ने लगा। അതിനെ തുടർന്നാണ് നമ്മൾ ഇവിടെ വസ്തു വാങ്ങിയത്. उसके बाद ही हम लोग इधर एक कलीसिया इस जगह को हम लोग खरीद रहे हैं। ഞാൻ ഈ വിഷയം എൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിച്ചു. इस विषय को मैं से जितना होगा उतना मैंने समझने की कोशिश किया। കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞാൻ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് പ്രസംഗിച്ചു. क्योंकि दास जैसे कहा, मैं संसार के विभिन्न कोने में विभिन्न देशों में प्रचार किया हूँ। ഒരു 50ഓളം രാജ്യങ്ങളിൽ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. लगभग 50 देशों में मैंने ये सिखाया हूँ। ഈ ചർച്ചിനകത്ത് തന്നെ എല്ലാ വർഷവും 4-5 പ്രാവശ്യം ഇത് പഠിപ്പിക്കുന്നുണ്ട്. इस कलीसिया में ही हर साल 4-5 बार मैंने लेता हूँ। കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇതിന്റെ ഒരു ക്ലാസ് എടുത്തു. केरला में कोटम नाम के एक जगह पर मैंने इसका क्लास लिया था। ഒരു ദിവസം 5 മണിക്കൂർ വീതം 3 ദിവസം 15 മണിക്കൂർ കൊണ്ട് ഞാൻ ഈ ക്ലാസ് പഠിപ്പിച്ചു. एक दिन 5 घंटा के हिसाब से 3 दिन यानी 15 घंटा में लेकर मैं इस विषय को सिखाया। ഒറ്റ വർഷത്തിനകം ആ ചർച്ചിൽ 3000 പേര് സ്നാനപ്പെട്ടു. एक साल के अंदर उस कलीसिया में 3000 लोग बपतिस्मा लिए, കാര്യം ചില ശക്തികൾ പൊട്ടും. क्योंकि कुछ दुष्ट आत्मा की बंधन टूटेगा। നിരത്തി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇതിന്റെ ക്ലാസ് എടുത്തു. ऐसे ही बहुत सारे जगहों में मैंने इसका क्लास लिया हूँ। ആ സഭകളിൽ നന്നായി അംഗീകരിച്ച എല്ലാ സഭകളും വളർന്നു. जो कोई कलीसिया इसको स्वीकार किए, सारी कलीसिया बढ़ने प्रारंभ हुआ। അത്ഭുതകരമായ മറ്റൊരു കാര്യം നടന്നു. एक और विषय मैं बताना चाहता हूँ। കഴിഞ്ഞ വ്യാഴം വെള്ളി ശനി 2 ദിവസങ്ങളിൽ ഞാൻ കേരളത്തിൽ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ലാസ് എടുത്തു. केरला में कोल्लम नाम का एक जगह पर मैंने इसी अध्याय मैंने लिया था। ആന്ധ്രാപ്രദേശത്ത് നിന്ന് ഒരു 12 പാസ്റ്റേഴ്സ് വന്നിരുന്നു. आंध्र प्रदेश से लगभग 12 पास्टर्स आए थे। അവരെല്ലാവർക്കും മലയാളം അറിയത്തില്ല. उनमें से कोई मलयालम जानते नहीं, അവർക്ക് വേണ്ടി ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തില്ല. उनके लिए एक विशेष ट्रांसलेशन अनुवाद नहीं हुआ। ഞാൻ അവരിൽ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടം വരെ വന്നത്? അവർ 600-700 കിലോമീറ്റർ കാർ ഓടിച്ചാണ് വന്നിരിക്കുന്നത്. मैंने उनसे पूछा कि आप लोग इस 600-700 किलोमीटर गाड़ी में यात्रा करते हुए क्यों आए आप लोग? നിങ്ങൾക്ക് ഇവിടെ ഒന്നും മനസ്സിലാകത്തില്ല. आप लोग कुछ समझते नहीं है। അവർ പറഞ്ഞു ഒന്നും മനസ്സിലാകത്തില്ല. वो लोग भी हम बताए कि हाँ हम लोग कुछ समझते नहीं है, മലയാളം ഒട്ടും മനസ്സിലാകത്തില്ല. मलयालम बिल्कुल हम समझते नहीं है। പക്ഷെ നീ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു 80% ഞങ്ങളുടെ അകത്ത് എങ്ങനെയോ കയറും. परंतु आप प्रचार करने के बाद लगभग 80% मैं समझ लेता हूँ। എങ്ങനെയാ മനസ്സിലാകുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഒരു 80% മനസ്സിലാവും. മലയാളത്തിലെ ഓൺലൈൻ സർവീസ് എല്ലാ ആഴ്ചയിലും ഒരു കേൾക്കുന്നവരാ. इस कैसे हम समझते हैं हम नहीं जानते हैं, परंतु मलयालम की ऑनलाइन सर्विस हर हफ्ते वे लोग सुनते हैं। ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇങ്ങ് പോരുന്നു. शनिवार इस अध्ययन के बाद वापस आ चुका। ഇന്നലെയും ഇന്നുമായി തേണ്ട കൊല്ലത്തെ പാസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. कल और आज उस कोल्लम के पास्टर मुझे कॉल कर ही रहे। ഈ 12 പാസ്റ്റേഴ്സ് വന്നവരുടെ 12 പേരുടെയും ജീവിതം മാറി. इस 12 पास्टर्स जो आए थे, इन 12 पास्टरों की जिंदगी बदल गया। ഞാൻ അവരിൽ പലരുടെ പേരിലും കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവിടെയും കൈവച്ച് പ്രാർത്ഥിക്കും. उनमें से बहुत सारे लोग पास्टरों को मैंने अपना हाथ रख के प्रार्थना किया, इधर भी मैं करूंगा। അവർ പറഞ്ഞു കഴിഞ്ഞ ഒരൊറ്റ ഞായറാഴ്ച കൊണ്ട്, ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയുള്ളൂ, ഒറ്റ ഞായറാഴ്ച കൊണ്ട് സഭ കംപ്ലീറ്റ്ലി മാറി. उन्होंने बताया कि पिछले एक इतवार की आराधना में ही कलीसिया की वातावरण बदल गया। നമ്മൾ പോരിടുന്നത് വലിയ അന്ധകാര ശക്തികളോട്. हम लोग जो मल्लयुद्ध करते हैं वो दुष्टात्मा की सामर्थ्य शक्तियों के विरोध। ഞാൻ ക്ലാസ്സിലേക്ക് മടങ്ങി പോകട്ടെ. मैं इस क्लास के अध्ययन के हम वापस आएंगे। ഇന്നലെ നമ്മൾ എടുത്തു പറഞ്ഞു ആരംഭത്തിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. कल हम लोग सीखे हैं कि प्रभु ने, परमेश्वर ने इस कायनात को शुरुआत से सृष्टि की। പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ശാസ്ത്രം പലതും കണ്ടുപിടിച്ചു. അവർ തന്നെ തിരുത്തി അങ്ങനല്ല 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 എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. इस कायनात की रचना के बारे में बहुत सारे अध्ययन हुआ, बहुत सारे परिणाम निकला और वो बोल रहे बार बार बदलते रहा गया। ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. आज भी ऐसे बहुत सारे अध्ययन और परिणाम निकल रही है। പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. परंतु हमें एक विषय हम समझ पाएंगे। ത്രിയേക ദൈവം തന്റെ വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. त्रिएक परमेश्वर अपने शब्दों के द्वारा इस सारी कायनात को सृष्टि किए। ആദ്യത്തെ സൃഷ്ടിയിൽ ഭൂമി ഉണ്ടായിരുന്നില്ല, എന്നാൽ ഒരുപാട് നക്ഷത്രങ്ങളും ദൂതന്മാരെയും ദൈവം സൃഷ്ടിച്ചു.
शुरुआती दौर की सृष्टि में परमेश्वर ने इस पृथ्वी को नहीं बनाया, परंतु बहुत सारे कायनात में बहुत सारे तारागणों को सृष्टि किया, दूतों को भी सृष्टि किए। ഈ ദൂതന്മാരെ മുഴുവനും ആ നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചു. इन दूतों को सारी तारागणों में सृष्टि वास किया करवाया. സകലരും ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് വിധി ഉണ്ടായിരുന്നു. परमेश्वर ने एक विधि बताया था कि सब लोग परमेश्वर को ही आराधना करना. സകല ദൂതന്മാരും ദൈവത്തെ മാത്രം ആരാധിച്ചു. सारे दूतगण परमेश्वर को ही आराधना करते थे. പക്ഷേ 9.3 ബില്യൺ വർഷങ്ങൾ പോയി, 930 കോടി വർഷങ്ങൾ പോയി. लगभग 930 करोड़ साल के बीतने के बाद ഒരു ദൂതൻ ദൈവത്തോട് മറുതലിച്ചു. एक दूत परमेश्वर के विद्रोह किया. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ചെറിയ ദൂതന്മാരും ദൈവത്തോട് മത്സരിച്ചു. उनके साथ जितने संगी लोग थे वे सब लोग परमेश्वर से विद्रोह किए. ഈ ദൂതന്മാർ ചേർന്ന് പറഞ്ഞു, ഇല്ല, ഞങ്ങളെയും ലോകം ആരാധിക്കണം. इस दूत लोग भी कहने लगे कि नहीं, पूरे संसार हमें आराधना करना. ദൈവം പറയുന്നത് പോലെ മാത്രം നടക്കത്തില്ല, ഞങ്ങളുടെ ആലോചന കൂടെ കേൾക്കണം. परमेश्वर जैसे कहते हैं वो अकेला चलता नहीं है, हम जैसे कहेंगे वो भी हम आप लोग सुनना है. അതുകൊണ്ട് ഈ ദൂതശ്രേഷ്ഠനെ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് തള്ളാൻ തീരുമാനിച്ചു. इसलिए परमेश्वर ने इस अति श्रेष्ठ इस दूत को परमेश्वर स्वर्ग से हटा दिए. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്. उसी दूत के लिए ही इस पृथ्वी को सृष्टि किए. സ്വർഗവുമായി താരതമ്യം ചെയ്താൽ ഭൂമി തീരെ 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 ചെറുതാണ്. स्वर्ग के तुलनात्मक तरीके से देखेंगे तो इस पृथ्वी बहुत छोटा छोटा ही है. ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ഒരു മണലിന്റെ തരി കിടക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ഈ സ്വർഗവുമായി താരതമ്യം ചെയ്താൽ ഈ ഭൂമി. ऐसे मान के चलिएगा कि पूरे बैंगलोर में एक बालू की एक तिनका जो है वो उसकी तुलना ही इस पृथ्वी स्वर्ग की तुलना में. കാര്യം ലൂസിഫറിനെ പണിഷ് ചെയ്യുവാൻ ജയിലിൽ അടയ്ക്കുന്നത് പോലെ അവനെ ഈ ഭൂമിയിലാക്കിയതാണ്. क्योंकि लूसीफर को दंड देने के लिए ही जेल में जैसे बंद कैदियों को बंद करते हैं, ऐसे ही छोटे इस तारे में इस पृथ्वी में उसको वास करवाया. പക്ഷേ അന്നും ദൈവം അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുത്തു. परंतु उस समय में भी परमेश्वर ने उनको एक चांस, एक मौका दिया. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സ്വർഗത്തിന്റെ മാതൃകയിൽ ഈ ഭൂമിയെ ഭരിച്ചു നടത്തണം. परमेश्वर की इच्छा के अनुसार स्वर्ग की सदृश में इस पृथ्वी में अपना राज करना. നമ്മളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതാ. परमेश्वर हमें भी यही बात सिखाए. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. प्रार्थना के बारे सिखाते हुए परमेश्वर यीशु मसीह भी यही कहे कि प्रभु आपकी राज्य आवे, आपकी इच्छा स्वर्ग के समान इस धरती पे भी होने पाए. ഇതാണ് ദൈവത്തിന്റെ താല്പര്യം. यह परमेश्वर की इच्छा है. ലൂസിഫറിനെ ആ ജോലിക്ക് വേണ്ടി ആക്കി. लूसीफर को उसी काम के लिए नियुक्त किया गया. പക്ഷേ അവൻ പരാജയപ്പെട്ടു. അവൻ അവന്റെ ഇഷ്ടം തന്നെ നിവർത്തിച്ചു. परंतु वो विफल रहा, वो अपनी इच्छा को पूरा करने की कोशिश कर रहा അതുകൊണ്ട് था. ദൈവം ലൂസിഫറിനെ ഭൂമിയിൽ നിന്ന് മാറ്റി. इसी कारण परमेश्वर ने संसार इस पृथ्वी से ही उस दुष्टात्मा को हटा दिए. ഭൂമിയെ പാഴും ശൂന്യവുമാക്കി. इस पृथ्वी को सुनसान और बेडौल बना दिए. വീണ്ടും അതിനെ രൂപീകരിച്ച് ഇന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ കൊണ്ടുവന്നു. इसके बाद फिर से वो परमेश्वर ने रूपांतरित करके आज जो परिस्थिति में परमेश्वर ने पृथ्वी को ले आया. 6 ദിവസം കൊണ്ടാണ് ഈ രൂപാന്തരം നടന്നത്. 6 दिन के अंदर इस पृथ्वी को इस तरीके से प्रभु मोड़ के ले आया. 7ാമത്തെ ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു, അത് ശബത്ത് എന്ന് പറഞ്ഞു. 7वें दिन परमेश्वर ने विश्राम लिए, वो विश्राम का दिन परमेश्वर ने बताया. ഞാൻ ഇന്ന് ആ പദം പറയുവാൻ ഒരു കാര്യമുണ്ട്. आज मैं इस विषय को बताने के लिए एक कारण है. ഞാൻ വന്നോളാം. ആ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി കംപ്ലീറ്റ് ചെയ്തു. मैं वापस आऊंगा, परंतु 6 दिन के अंदर परमेश्वर ने सृष्टि को पूरा किए. 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. 6ठे दिन परमेश्वर ने इंसानों को परमेश्वर बनाया. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. परमेश्वर सदृश्य में, परमेश्वर के रूप में परमेश्वर ने इंसानों को बनाया. ദൈവം ധരിക്കുന്നത് പോലെ തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചു. परमेश्वर जैसे धारण किए ऐसे ही परमेश्वर अपनी महिमा और अपनी आदर को आप इंसानों को ओढ़ा. ദൈവത്തിന്റെ സ്വന്തം വൈസ്രോയിയായി ദൈവം മനുഷ്യനെ ഇവിടെ നിർത്തി. परमेश्वर के खुद के राजदूत के समान इंसानों को खड़ा किए. വൈസ്രോയി എന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. वाइसरॉय, आप उस पद को आप समझना. ഇന്ന് ഇന്ത്യക്ക് ഗവർണർമാരുണ്ട്, വൈസ്രോയിമാരില്ല. आज इंडिया के लिए राज्यपाल लोग हैं, वाइसरॉय नहीं है. പക്ഷെ പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ ഗവർണറല്ല, വൈസ്രോയിമാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. परंतु पुराने जमाने पर जब अंग्रेज लोग भारत देश में राज करते थे तब गवर्नर राज्यपाल नहीं थे बल्कि वाइसरॉय लोग थे. വൈസ്രോയി എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് നമ്മളെ ഭരിക്കുന്ന ചക്രവർത്തി നേരിട്ട് നിയമിച്ച അദ്ദേഹത്തിന്റെ പ്രതിനിധിയാണ്. उस ब्रिटेन को राज करने वाले बादशाह खुद उस व्यक्ति को भारत के लिए नियुक्त किया व्यक्ति है वाइसरॉय. അദ്ദേഹത്തിന്റെ വസ്ത്രം രാജാവ് ധരിക്കുന്നത് പോലെ ആയിരിക്കണം. उसके वस्त्र जो है राजा जैसे पहनते हैं उसी तरीके का, उसी शैली का होना पाए. ഇന്ന് രാജാവ് ധരിക്കുന്നത് കറുത്ത നിറമുള്ള കോട്ടാണെങ്കിൽ വൈസ്രോയിയും ഇന്ന് കറുത്ത നിറമുള്ള കോട്ട് ഇന്ത്യയിൽ ധരിച്ചിരിക്കണം. अगर आज के दिन राजा काला कपड़ा पहन रहा है तो वाइसरॉय भारत में भी
काला कपड़ा ही पहनना है। നാളെ വെള്ളയാണ് ധരിക്കുന്നതെങ്കിൽ ഇയാളും വെള്ള ധരിക്കണം. कल अगर सफेद वस्त्र पहन रहे हैं तो कल भारत देश में जो वाइसरॉय है सफेद रंग का कपड़ा पहनना। ഒരു മാസത്തെ മുഴുവൻ പ്രോഗ്രാം നേരത്തെ കൊടുത്തിരിക്കും. एक महीने की पूरी प्रोग्राम उस वाइसरॉय को दिया जाता है। ഇന്ന് ഗവർണർക്ക് അങ്ങനെ ഒരു നിയമമില്ല. आज राज्यपाल को ऐसा नियम नहीं है। പ്രസിഡന്റ് എന്ത് വസ്ത്രം ധരിച്ചാലും ഗവർണർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. प्रेसिडेंट जो पहनते हैं परंतु राज्यपाल अपनी मन चाहे वस्त्र पहन सकते हैं। ഇന്ന് ഗവർണർ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഒരു ഡിന്നർ പാർട്ടി ഒരുക്കുമെങ്കിൽ आज के इधर के राज्यपाल हमारे लिए एक डिनर पार्टी बनाएंगे। നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, ഗവർണർക്ക് ഇഷ്ടമുള്ളത് തരാം. हमको जो इच्छा है वो पूछ सकते हैं, गवर्नर राज्यपाल को जो इच्छा है वो आपको दे सकते हैं। പക്ഷെ വൈസ്രോയ്ക്ക് അത് പറ്റത്തില്ല. परंतु वाइसरॉय को वो नहीं होगा। അന്ന് വൈകിട്ട് അല്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ബക്കിംഗ്ഹാം പാലസിൽ എന്ത് ആഹാരമുണ്ടോ അത് തന്നെ ഇവിടെ തരാനൊക്കത്തുള്ളൂ. उस जमाने पर बकिंगम पैलेस में जो भोजन बनता है वही भोजन इधर भी बनता है। ചിക്കനാണ് അവിടെ സെർവ് ചെയ്യുന്നതെങ്കിൽ ചിക്കനെ ഇവിടെയും പറ്റത്തുള്ളൂ, മട്ടനാണ് അവിടെ സെർവ് ചെയ്യുന്നതെങ്കിൽ മട്ടനെ ഇവിടെയും പറ്റത്തുള്ളൂ. अगर चिकन उधर होगा तो इधर भी चिकन, उधर मटन हो तो इधर भी मटन। രാജാവ് എന്ത് ചെയ്യുന്നോ അത് തന്നെ അനുകരിക്കണം. राजा जो बनता है वही उसी का ही नकल इधर करना पड़ता है। അതിനെയാണ് വൈസ്രോയ് എന്ന് വിളിക്കുന്നത്. उसी को कहते हैं वाइसरॉय। ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ വൈസ്രോയിയായി നിർമ്മിച്ചു. परमेश्वर ने मनुष्य को अपना वाइसरॉय के रूप में बनाया। എന്നിട്ട് പറഞ്ഞു ഈ ചുറ്റുവട്ടത്തെ അടക്കി ഭരിക്കണം, സ്വർഗത്തിന്റെ മാതൃക ഇവിടെ കാണണം. और आप मनुष्य से कहा कि आप इस पूरे धरती को राज्य करना, स्वर्ग समान इधर राज्य भी करना। പക്ഷെ അവൻ അതിൽ നിന്ന് മാറി അവന്റെ ഇഷ്ടം പോലെ ഭരിച്ചു. परंतु उधर वो अपने मन उधर से हटा दिया, अपनी इच्छा के अनुसार वो राज करने लगा। അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. आखिर में परमेश्वर इंसानों को बनाया, ദൈവത്തിന്റെ വൈസ്രോയിയായി സൃഷ്ടിച്ചു. परमेश्वर के वाइसरॉय के समान उसने सृष्टि किया। അവനോട് പറഞ്ഞു ഞാൻ പറയുന്ന പോലെ ചെയ്തോണം. उससे कहा कि मैं जैसे कहूंगा ऐसे करना। ലൂസിഫർ ഭൂമിയിൽ വന്നു. लूसीफर इस धरती पर आए। ഇന്നലെ ഞാൻ വിശദീകരിച്ചു, ഇന്നത് വിശദീകരിക്കത്തില്ല. कल मैं बताया था, आज मैं इसको विवरण नहीं दूंगा। ഈ ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് മനുഷ്യനെ തെറ്റുമാറാക്കി. इस धरती पर आकर के परमेश्वर की आज्ञा विधियों से इंसानों को वो धोखा दिया। അങ്ങനെ മനുഷ്യൻ പാപിയായി. ऐसे मनुष्य जो है पाप में गिर ആ गया। പാപത്താൽ മനുഷ്യൻ അവന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. पाप के कारण अपनी उस तेज की वस्त्र नष्ट कर चुका। അന്ന് യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു യാഗം നടത്തി. उस दिन परमेश्वर एक बलि आदम की वाटिका में बनाया। ആ ബലിയുടെ മൃഗത്തിന്റെ തോലുകൊണ്ട് ആദമിനും ഹവ്വയ്ക്കും ഉടുപ്പുണ്ടാക്കി. जो बलि चढ़ाए उस बलि पशु की चमड़े से आदम और हव्वा को कपड़ा बनाया। അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ തേജസ്സിന്റെ വസ്ത്രം ധരിക്കത്തില്ല, തൽക്കാലം നഗ്നത മറയ്ക്കാൻ വേണ്ടി ഞാൻ വേറൊരു വസ്ത്രം തരാം. അങ്ങനെ തോലുകൊണ്ട് വസ്ത്രം ഉണ്ടാക്കി. और उनसे परमेश्वर ने कहा कि अब से तुम तेज की जो महिमा में जो वस्त्र पहनेंगे नहीं, बल्कि इस चमड़े से बना हुआ कपड़ा आपको मैं दूंगा, उसी को ही पहनना। ഈ വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം അവർക്കൊരു ഓർമ്മയുണ്ട്, ഒരു യാഗം എനിക്ക് വേണ്ടി നടന്നു. जब कभी भी इस चमड़े की वस्त्र पहनेंगे तब कभी उनको याद आता है कि मेरे लिए एक याग अर्पण किया गया था। ഞാൻ അന്നത്തെ യാഗത്തെ കുറിച്ച് ഒരു വാക്കും കൂടെ വിശദീകരിക്കാം. उस जमाने की जो बलि है उसके मैं थोड़ा सा विवरण दूंगा। അന്ന് വരെ ഭൂമിയിൽ ആരും നിലവിളിച്ചിട്ടില്ല. उस समय में कोई आज तक वो रोए नहीं। അന്ന് വരെ ഒരു രക്തച്ചൊരിച്ചിൽ നടന്നിട്ടില്ല. इस समय तक कोई इस धरती पर अपना लहू बहाए नहीं। എല്ലാ മൃഗങ്ങളും പക്ഷികളും ആദമിനും ഹവ്വയ്ക്കും കീഴ്പ്പെട്ട് സ്നേഹത്തിൽ കഴിയുകയാണ്. सारे पक्षी, सारे जानवर आदम और हवा को अधीन होकर प्रेम से चलते थे। സിംഹത്തെയും ഒരു പുലിയെയും ആദം ഹവ്വമാർ കൂടെ ചേർത്ത് നിർത്തും, അവരതിനെ സ്നേഹിക്കും. सिंह और चीता भी आदम और हवा के साथ रहते थे, वो प्रेम से रहते थे। അന്ന് സിംഹം പുല്ല് തിന്നുമായിരുന്നു. उस समय पर सिंह भी घास खाता था। വേറൊരു മൃഗത്തെ അത് കൊല്ലത്തില്ല. दूसरा एक जानवर को खाता नहीं था। എല്ലാം സ്നേഹത്തിൽ കഴിഞ്ഞു. सब लोग आपस में प्रेम से रहते थे। ഈ സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം ഇറങ്ങി വരുന്നത്. इसी संदर्भ में परमेश्वर इस धरती पर आ रहे हैं। പാപം ചെയ്ത ആദമിനോട് പറഞ്ഞു, നീ ഇന്ന് മരിച്ചേ മതിയാകും. पाप किया हुआ इस आदम से परमेश्वर ने कहा कि तू आज मरना ही है। ഇന്ന് ഞാൻ നിന്നെ കൊല്ലുന്നില്ല, പകരം എന്റെ മകൻ ഈ ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി മരിക്കും. परंतु मैं आज तुझे मारूंगा नहीं, परंतु मेरे बेटे तेरे जगह पर एक दिन आएगा, वो तेरे लिए मरेगा। അത് കാണിക്കേണ്ടതിന് തൽക്കാലം ഞാൻ ഒരു യാഗം നടത്തുകയാണ്. वो श्रेष्ठ बलिदान को दिखाने के लिए मैं आपके सामने एक बलिदान दिखा रहा हूं। ആ യാഗമൃഗത്തിനുള്ള ആടിനെ കൊണ്ടുവന്നു. उस बलि पशु के लिए जो जरूरत था उस बलि पशु को परमेश्वर लेकर आए। ആട് ആദമിനോടും ഹവ്വയോടും ഒരു ചോദ്യം ചോദിക്കും. मेमना इस आदम और हवा से एक प्रश्न सवाल पूछेंगे। അപ്പച്ച, ഞാൻ എന്തു പാപം ചെയ്തിട്ടാ എന്നെ കൊല്ലുന്നത്? दादाजी, मैं क्या पाप किया कि मुझे आप मार रहे हैं? ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത്? मैंने ऐसे कौन सा अपराध किया कि आप मुझे मार रहे हो? ദൈവമാണ് ഒരു മറുപടി പറയുന്നത്. उसका उत्तर जो है
परमेश्वर उस बलि पशु से ദൈവം बताएंगे, പറഞ്ഞ ആടെ നീ പാപം ചെയ്തിട്ടല്ല, परमेश्वर उस मेमने से कहेंगे तूने पाप नहीं किया, ഈ മനുഷ്യൻ പാപം ചെയ്തതിനാൽ इस इंसान पाप करने के कारण അവന് പകരമായി നീ മരിച്ചേ മതിയാകും. इसके बदले में तू मरना ही है. എന്റെ മകൻ നാളെ ഇവിടെ വന്ന് മരിക്കും, അത് കാണിക്കേണ്ടതിനാണ് ഇന്ന് നിന്നെ കൊല്ലുന്നത്. एक दिन मेरा बेटा, इकलौता बेटा इस धरती पर आकर के मरेगा, उसको दर्शाने के लिए ही मेमना तू मरना पड़ेगा ആ आज. ആടിന്റെ രക്തമാണ് ഈ മണ്ണിൽ ആദ്യം ചൊരിഞ്ഞ രക്തം. इस धरती की मिट्टी पर पहले बहा हुआ लहू जो है उस आदम की वाटिके में मेमना की लहू था. ആദം ഹവ്വമാർ നിശ്ചയമായും ഭയന്ന് കരഞ്ഞിട്ടുണ്ട്. उस समय पर आदम और हव्वा निश्चय वो डर के रोए हैं. ഇന്ന് രക്തം കാണുന്നത് നമുക്കൊരു വിഷയമല്ല, പക്ഷെ ഭൂലോക ചരിത്രത്തിൽ ആദ്യമായി രക്തം കാണുകയാണ്. आज लहू देखने में हमको कोई फर्क नहीं पड़ता, परंतु आदम और हव्वा के लिए पहले लहू देख रहे हैं. ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കൊക്കെ അതിന്റെ ദുഃഖമുണ്ട്. आज हम नहीं बोलने से भी हम सबको एक दुख है. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ നമ്മുടെ മേക്കരി സർക്കിൾ ഏരിയയിൽ കൂടെ വരുമ്പോൾ, मैं जानता हूं कि मुझे अभी भी याद है, एक दिन मेकर सर्कल के रास्ते से आ रहा था. അന്ന് അതൊരു ലെവൽ, ഒരേ ലെവലിൽ 4 റോഡുകൾ ക്രോസ് ചെയ്യുന്നതാണ് മേക്കരി സർക്കിൾ. आज के समान नहीं, बल्कि उस जमाने पर एक ही समान, एक ही चौराहे के समान वो था. ഒരു വശത്തൂടെ ഒരു ഓട്ടോറിക്ഷ വന്നു, മറുവശത്തൂടെ ഒരു ബസ് വന്നു. एक जगह से ऑटो रिक्शा आया, दूसरी तरफ से एक बस आया. ആ ബസ് നല്ല സ്പീഡിൽ ഓട്ടോറിക്ഷ ഇടിച്ചു. अच्छी रफ्तार में उस बस जो है ऑटो रिक्शा से टकराए. അതിന്റെ ഡ്രൈവർ അതിനകത്തുനിന്ന് തെറിച്ച് തറയിൽ വീണു. वो ऑटो रिक्शा के जो ड्राइवर है वो गाड़ी से उछलकर जमीन पर गिर पड़ा. അദ്ദേഹത്തിന്റെ തല പൊട്ടി, തലയുടെ ഓട്ടി ഇളകി ഒരു വശത്തോട് ഉരുണ്ടു. उसके सर धरती पर टक्कर खा के उसका स्कल टूटकर एक तरफ लुढ़क गया. അദ്ദേഹത്തിന്റെ ബ്രെയിൻ റോഡിൽ മുഴുവനും ചെതറി. उसके ब्रेन जो है पूरे रोड पर बिखरा हुआ था. ആ ശവം ഉരുണ്ടുരുണ്ടു പോകുന്നത് എനിക്ക് ഇന്നും മറക്കാനൊക്കത്തില്ല. എങ്ങനെയായാലും 40-50 വർഷം കഴിഞ്ഞു, എനിക്ക് ഇന്നും മറക്കാനൊക്കത്തില്ല. 40-50 साल पहले वाला हुआ घटना है, परंतु आज भी भूल नहीं पाऊंगा. उस व्यक्ति का जो लाश है उस रोड पर वो लुढ़क रहा था. ഇന്ന് രക്തം കണ്ടു പരിചയമുള്ള ഈ ദിവസം അതാണ് സംഭവമെങ്കിൽ ആദ്യത്തെ രക്തം ആദം കാണുമ്പോൾ എന്തായിരിക്കും? आज अनेक बार लहू देखा हुआ मुझे उस घटना मुझे भी आज भूल नहीं पाऊंगा. तो पहली बार आदम जब वो लहू को देख रहा था, उसकी मानसिक अवस्था क्या था? ആ ആദമിന്റെ ആ ആടിന്റെ തോല് കൊണ്ട് ആദമിനെയും ഹവ്വയും ഉടുപ്പിച്ചു. उस मेमने के अपने चमड़े से उस आदम और हव्वा को पहनवाए. അവരോട് പറഞ്ഞു, ഇത് ധരിച്ചുകൊണ്ട് വേണം നടക്കുവാൻ. अब से इस बस चमड़े के वस्त्र को पहनते हुए आपको चलना. നീ മരിക്കേണ്ട ഇടത്ത് നിന്ന് നിന്നെ വിടുവിച്ചത് ഈ ആടിന്റെ രക്തമാണെന്ന് ഓർമ്മ നിനക്ക് നിൽക്കുവാൻ ഇതുകൊണ്ടുള്ള വസ്ത്രം ധരിക്കണം. तो जहां पे मरना था तेरे बदले पर एक मेमना मरा, उसकी याद के लिए हमेशा इस चमड़े के वस्त्र को पहनते ही रहना. അങ്ങനെ മനുഷ്യൻ രക്ഷപ്പെട്ടു. ऐसे इंसान बच गया. ഇനി ഞാൻ ചില ആശയങ്ങളുടെ അകത്തോട്ട് ഇറങ്ങുക. अब मैं कुछ और विषयों के अंदर आता हूं. ഇന്നലെ ഞാൻ പറഞ്ഞു, അവിടെ മുതലാണ് ശാപം ആരംഭിച്ചത്. मैंने कल बताया था कि उधर से ही उस पाप के कारण श्राप की शुरुआत हुआ. ഇന്ന് അല്പം കൂടെ ഗൗരവമായി പോകാം. आज मैं थोड़ा गहरी बातों को सिखाऊंगा. ഞാൻ 80-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ വിശദമായി പറയും. ദയവായി ചീത്തയൊന്നും പറയത്തില്ല, പക്ഷെ പറയേണ്ട കാര്യം പറയും. ദയവായി ശ്രദ്ധിക്കണം. मेरी उम्र 80 साल के लगभग है और मैं जो बुरी बात नहीं कहूंगा, परंतु जो बोलना है उसी शैली में बताऊंगा. ഈ ചർച്ചില് നല്ല ദൈവകൃപയിൽ വന്ന പെൺകുഞ്ഞുങ്ങൾ ചിലരെ എനിക്ക് ഓർമ്മയുണ്ട്. इस कलीसिया में अच्छे परमेश्वर के अनुग्रह में आए हुए कुछ बहन लोग मैं जानता हूं. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നവരും റോമൻ കാത്തോലിക്ക മാർഗത്തിൽ നിന്ന് വന്നവരും എല്ലാ മാർഗത്തിൽ നിന്ന് വന്നവരും ഭക്തിയോടെ ദൈവത്തെ സേവിച്ചു. गैर मसीही परंपरा से आया हुआ और रोमन कैथोलिक परिवार से आए हुए कुछ बहुत सारे लोग परमेश्वर की भक्ति से उनकी आराधना करते थे. അതിൽ 2-3 പെൺകുട്ടികളുടെ വിവാഹ സമയത്ത് മാതാപിതാക്കൾ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. उनमें से कुछ 2-3 बहनों की जो शादी के दौरान उनकी माता पिता बहुत सताए. അവർക്ക് അവരുടെ പഴയ സമ്പ്രദായ പ്രകാരം വിവാഹം കഴിക്കേണ്ടിയിരുന്ന ഒരു പയ്യനെ വിവാഹം കഴിക്കാൻ അവരെ നിർബന്ധിച്ചു. अपनी पुरानी रीति रिवाज के अनुसार, पुराने धर्म विश्वास के अनुसार एक जीवन साथी के साथ शादी करवाने के लिए माता पिता की इच्छा था. ഈ കുഞ്ഞുങ്ങൾ ആവുന്നത് പറഞ്ഞു ഇല്ല, പക്ഷെ നിർബന്ധമായും അവരെ വിവാഹം കഴിപ്പിച്ചു. इन बच्चे लोग जितना होगा उतना बताया कि हमसे नहीं होगा, हम नहीं करेंगे, परंतु उनको दबाव के कारण उनको शादी करना पड़ा. അതിൽ 2 പേർ എന്നോട് പറഞ്ഞ സാക്ഷ്യം, उनमें से 2 लोग मुझसे आकर कहा हुआ गवाही है. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിലധികം ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഡിൽ കിടക്കുന്നെങ്കിലും हम शादी के बाद लगभग 1 साल से एक ही बेड में एक साथ सोते हैं, ഞങ്ങൾക്കൊരു ഭാര്യാഭർത്തൃ ബന്ധമില്ല. परंतु आज तक अपने पति पत्नी की रिश्ता आज तक बना नहीं पाए. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എന്റെ ശരീരത്തെ തൊടാൻ ഈ അശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈ മനുഷ്യന് ഭയമാണ്. पवित्र आत्मा से भरा हुआ मेरी शरीर को छूने के लिए अशुद्ध आत्मा से भरा हुआ इस जीवन साथी को छूने का अधिकार और कुछ हिम्मत नहीं हो रहा ആ है. കുഞ്ഞുങ്ങളുടെ ജീവിതം ആകെ നശിച്ചു. उन बच्चों की जिंदगी पूरा टूट गया. ഇതുപോലെ ഒരു സഹോദരനെ എനിക്കറിയാം. ऐसे ही एक भाई को मैं जानता हूं. ഹൈന്ദവനായിരുന്നു, രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ കൃപയിലായി. गैर मसीही परिवार से हैं और यीशु मसीह को विश्वास किए, उद्धार प्राप्त किए और ये शादी हुआ. മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം ഒരു വിശ്വാസമില്ലാത്ത ഒരു
ഹൈന്ദവ പെണ്ണിനെ ഒടുവിൽ വിവാഹം കഴിച്ചു. माता पिता के दबाव के कारण उस भाई भी एक गैर मसीही व्यक्ति से विवाह हुआ. അവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് വരെ ശരീരത്ത് ഒരു അധികാരം നടത്താൻ ഒത്തിട്ടില്ല. 2 साल बीत चुका है, आज तक हमको एक पति पत्नी की रिश्ता के संबंध बनाने के लिए हमसे नहीं हुआ है. ഒരു ഭയം ഉള്ളിൽ കയറുകയാണ്. पता नहीं एक डर आता है हमारे अंदर. ഞാൻ ഈ ചർച്ചിനകത്തുനിന്ന് നടന്ന മറ്റൊരു സംഭവം തൊടാം. मैं इस कलीसिया के अंदर आया हुआ एक घटना बताऊंगा. ഏറെക്കുറെ വിവാഹം കഴിഞ്ഞ് 16 വർഷം കഴിഞ്ഞ് ഒരു കുടുംബം ഇവിടെ വന്നു. लगभग शादी के बाद 15-16 साल के बाद एक परिवार इधर आए. ആ സ്ത്രീ ഒരു ദുരാത്മാവിനാൽ നിറഞ്ഞ സ്ത്രീയാ. वो बहन दुष्ट आत्मा से भरा हुआ एक बहन थी. ആ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞതല്ല, അദ്ദേഹം അവളെ വിവാഹം കഴിച്ചു. वो भाई वे पूरा जानता नहीं था, उनसे विवाह हुआ. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ബെഡിൽ കിടക്കും. वे दोनों एक ही बेड में एक साथ सोते हैं. ചില മിനിറ്റ് കഴിയുമ്പോൾ പുരുഷൻ തറയിൽ കിടക്കുന്നത് കാണാം. അയാളെ അവിടെ ബെഡ് കിടത്തത്തില്ല, എടുത്തെറിയും. कुछ मिनटों के बाद वो भाई जो है बेड में बिस्तर में सोया, वो भाई धरती पर सोया रहता है. वो बिना अनजाने उस दुष्ट आत्मा को उठा के पटक देते हैं धरती पर. 16 നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു. ऐसे लगभग 16 साल बीत चुका है. അതിനുശേഷമാണ് നമ്മുടെ ചർച്ചിൽ ഇവിടെ വരുന്നത്. उसके बाद उस परिवार इस हमारी कलीसिया में आए. ദൈവകൃപയാൽ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ആ സംഗതികൾ മാറി. परमेश्वर के अनुग्रह के कारण मैंने प्रार्थना किया और उस समस्या से हल हुआ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? मैंने किस लिए इस बातों को कहा? ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയും അശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വേറൊരു വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പോകാൻ ഒക്കത്തില്ല. पवित्र आत्मा से भरा हुआ एक व्यक्ति और अशुद्ध आत्मा से भरा हुआ व्यक्ति दोनों साथ में मिलकर चल नहीं पाएंगे. ഇവിടെ ആദം ഹവ്വമാർക്ക് മക്കൾ ജനിച്ചു തുടങ്ങി. इधर आदम और हव्वा को बच्चे लोग उत्पन्न हुआ. മനുഷ്യന്റെ പെൺകുട്ടികൾ വളരെ സൗന്ദര്യമുള്ളവരാണ് എന്ന് വീണുപോയ ദൂതന്മാർ കണ്ടു. इंसानों की लड़की लोग बहुत सुंदरी है, वे गिरे हुए दूतों को समझ में आया. ഈ ദൂതന്മാർക്ക് ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി. इन गिरे हुए दूतों को इन बहनों से, इन लड़कियों से शादी करना उनको इच्छा था. പക്ഷെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ പെൺകുട്ടികളെ തൊടാൻ അവർക്ക് പറ്റത്തില്ല. परंतु परमेश्वर के सदृश और परमेश्वर के रूप में बनाया हुआ इन लड़कियों को छूने का अधिकार इन गिरे हुए दूतों को नहीं था. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും അവർക്ക് നഷ്ടപ്പെടുത്തുവാൻ ഈ വീണുപോയ ദൂതന്മാർ തീരുമാനിച്ചു. इसलिए परमेश्वर के सदृश को बिगाड़ने के लिए ही शैतान ने निर्णय लिया. ഞാൻ ഈ പറയുന്ന ചരിത്രം മുഴുവനും പുസ്തകങ്ങളിൽ, ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. मैं जो आज कह रहा हूँ ये सारे इतिहास जो है बहुत सारी इतिहास की किताबों में आपको मिलेगा. ഡെഡ് സീ സ്ക്രോൾസ് എന്നറിയപ്പെടുന്ന ചാവുകട ലിഖിതങ്ങൾ, ഡെഡ് സീ സ്ക്രോൾസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പുസ്തകങ്ങളുണ്ട്. डेड सी स्क्रॉल्स नाम का कुछ एक बहुत सारी पुस्तकों का एक संग्रहण है. 1500ഓളം പുസ്തകങ്ങൾ ഇന്ന് അതിനകത്തുണ്ട്. लगभग 1500 पुस्तक उसके अंदर मिला गया. ഇതെല്ലാം പഴയ കാലത്തുള്ള ചരിത്രങ്ങൾ ആളുകൾ എഴുതി വെച്ചതാ. ये जो है बहुत पुराने सदियों पहले वाली घटनाएं वो लिखा हुआ है. ഞാനൊരു അല്പം കൂടെ ആഴത്തിൽ ഇറങ്ങി പറയാം. थोड़ा और गहरी बातों में सिखाऊंगा. ഹാനോക്ക് എന്നൊരു മനുഷ്യനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. बाइबल में हानोक नाम का एक व्यक्ति को परिचय देता है. ആദാമിന്റെ തലമുറയിൽ 7ാം തലമുറയിൽ ജനിച്ചയാളാണ് ഹാനോക്ക്. आदम के परिवार में 7वें पीढ़ी में जन्म लिया व्यक्ति है हानोक. ഹാനോക്ക് 300 വർഷം ദൈവത്തോടുകൂടെ നടന്ന മനുഷ്യനാണ്. हानोक जो है लगभग परमेश्वर के साथ 300 साल साथ चले. അദ്ദേഹത്തിന് കുടുംബം ഉണ്ടായിരുന്നെങ്കിലും തന്റെ മുഴുവൻ മനസ്സും മുഴുവൻ ശരീരവും ദൈവത്തോടുകൂടെയായിരുന്നു. उनको एक परिवार होने के बावजूद भी उनका पूरा दिल और मन जो है परमेश्वर साथ था, परमेश्वर से लगा हुआ था. ബൈബിൾ പറയുന്നു 300 വർഷം അദ്ദേഹം ദൈവത്തോടുകൂടെ നടന്നു. बाइबल सिखाता है कि लगभग 300 साल जो है वो हानोक परमेश्वर साथ चला. ബൈബിളിലെ ആദ്യ പ്രവചനങ്ങൾ അദ്ദേഹം പറഞ്ഞവയാണ്. बाइबल की शुरुआती जो भविष्यवाणियां जो है उन्होंने कहा था. അദ്ദേഹമാണ് അക്ഷരമാല ദൈവത്തിങ്കിൽ നിന്ന് വാങ്ങി മനുഷ്യന് തന്നത്. ഭൂമിയിൽ ആദ്യം എഴുത്തിന്റെ കല കൊണ്ടുവന്നത് ഹാനോക്കാണ്. उस हानोक ने ही इस धरती पर लिपि लेकर आए. वो परमेश्वर से पाया हुआ ज्ञान था. ഹാനോക്ക് ജീവനോടെ നടക്കുമ്പോഴും ആദം ജീവനോടുണ്ട്. हानोक जब जीवित था उसी समय पर आदम भी जीवित था. ആദ്യത്തെ പുസ്തകം എഴുതുന്നത് ഹാനോക്കാണ്. पहली पुस्तक हानोक ने लिखा था. ആദമും ഹൗവയും അവർ കണ്ട കാര്യങ്ങൾ ഹാനോക്കിന് പറഞ്ഞു കൊടുത്തു. आदम और हव्वा जो देखा था वो सारे बातों को हानोक से बताए. ഹാനോക്കാണ് അതിനെ എഴുതി വെച്ചത്. हानोक उसको लिखित रूप से लिखा. അങ്ങനെ ഭൂമിയുടെ ചരിത്രത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ആദം ഹൗവമാരുടെ ചരിത്രം 1ാം വോളിയമാണ്. ऐसे ही भूमि में पहली पुस्तक आदम और हव्वा की जो इतिहास जो है वो हानोक ने हमारे लिए पहली वॉल्यूम में लिखा. രണ്ടാമത്തെ പുസ്തകം ആദം ഹൗവമാരുടെ 2ാം വോളിയമാണ്. आदम और हव्वा की दूसरा भाग भी है.
മൂന്നാമത്തെ പുസ്തകം ഫോളൻ ഏഞ്ചൽസ് എന്ന പേരിൽ ഹാനോക്ക് എഴുതിയ പുസ്തകമാണ്. तीसरा भाग जो है गिरे हुए दूतों के बारे में लिखा है. ഈ മൂന്ന് പുസ്തകങ്ങളും ഇന്ന് വാങ്ങിക്കാൻ കിട്ടും. ये तीनों पुस्तक आज हम खरीद पाएंगे. ഇതിനകത്തെ സമ്മറി ഞാൻ തൊടാൻ പോവാ. इसका सारांश मैं आपको बताऊंगा. ഈ ദൂതന്മാർക്ക് മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി. इन दूतों को मनुष्य के बच्चों को मनुष्य की लड़कियों को विवाह करना एक इच्छा था. പക്ഷെ അടുത്തു വരാൻ ഒക്കത്തില്ല. കാര്യം ഇവർ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. परंतु ये पास नहीं आ पाएंगे क्योंकि मनुष्यों को परमेश्वर सदृश और स्वरूप में बनाया गया था. അവരെന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. 300 പേജുകളാണ് മൊത്തം. ഇപ്പൊ പറയാൻ ഒക്കത്തില്ല. എന്നാൽ അവർ ചെയ്ത ചില കാര്യങ്ങൾ ये सारा बात मैं कह नहीं पाऊंगा. लगभग 300 पृष्ठ उस पुस्तक में है. बोलने में बहुत देर लगेगा, परंतु सारांश बताऊंगा. അവരെ നന്നായി കൃഷി ചെയ്യാൻ ആളുകളെ പഠിപ്പിച്ചു. उन्होंने उनको अच्छी तरीके से खेती बाड़ी करने के लिए उनको सिखाया. നല്ല വീടുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. अच्छा घर बनाने के लिए उनको सिखाया. അതിനു മുമ്പേ മനുഷ്യൻ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. उससे पहले इंसान जो है गुफाओं में वास करते थे. അവിടുന്ന് വീടുകൾ ഉണ്ടാക്കി വീടുകൾക്കകത്ത് താമസിക്കാൻ പഠിപ്പിച്ചു. उधर से घर बनाकर घरों में वास करने के लिए उनको सिखाया. അത് കഴിഞ്ഞ് കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. उसके बाद खेती बाड़ी करने के लिए सिखाया. കൃഷി ധാരാളം വിളഞ്ഞു. खेत में बहुत सारा फसल उगने लगे. ഒറ്റ വർഷം കൃഷി ചെയ്താൽ 10 വർഷത്തേക്ക് ആവശ്യമുള്ള കോതമ്പ് കിട്ടും. एक बार खेती बाड़ी करने से 10 साल के लिए जितना जरूरत है उतना फसल उगता था. 10 വർഷത്തേക്ക് ആവശ്യമുള്ള ചോളം കിട്ടും. 10 साल के लिए जितना जरूरी था उतना मक्का मिलता था. ഇത് ഒരു വർഷം ഉപയോഗിച്ച് വെച്ച് ബാക്കിയുള്ളത് എവിടെ കൊണ്ടുവെക്കും? एक साल के उपयोग के बाद बाकी का कहाँ रखेंगे लोग? അന്ന് സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല. ऐसे रखने के लिए ऐसे खत्ते नहीं है. ഈ ദൂതന്മാർ ആ കോതമ്പ് ഉപയോഗിച്ച് ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ये दूत लोग, गिरे हुए दूत लोग ऐसे मक्कों को उपयोग करते हुए शराब बनाने के लिए सिखाए. അങ്ങനെയാണ് ആദ്യം ചാരായം ഉണ്ടാക്കുന്നത്. ऐसे ही पहले शुरुआती दौर में शराब बनाने के लिए सिखाए. മനുഷ്യൻ ചാരായം കുടിച്ചതോടുകൂടെ അവന്റെ സ്വഭാവം മാറി. जैसे ही इंसान शराब पीने लगे अपना चरित्र बदलने लगा. ഭയങ്കര അഹങ്കാരികളായി മാറി. घमंडी लोग बन गए. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. आपस में लड़ने लगे. ഈ വീണുപോയ ദൂതന്മാർ യുദ്ധം ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. इन गिरे हुए दूत लोग आपस में लड़ते वक्त उनको मारने के लिए हथियार बनाए. അന്ന് വടിയും കമ്പും കല്ലും ഷേപ്പ് ചെയ്യുക വേറൊന്നുമില്ല. उस जमाने पर लकड़ियां, डंडा हो गया, पत्थर को शेप बना के उसको हथियार बनाना है. അങ്ങനെ പുരുഷന്മാർ യുദ്ധം ചെയ്തു. ऐसे पुरुष लोग आपस में लड़ने लगे. പെൺകുട്ടികൾ മദ്യപിച്ചതോടെ ഭയങ്കരമായി അഹങ്കരിച്ചു. बहन लोग जब जैसे शादी दारू पीने लगे वो आपस में बहुत विद्रोह करने लगे. സാത്താൻ അവർ വീണുപോയ ദൂതന്മാർ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു തരാം. शैतान ने उनसे कहा कि आप लोगों की सौंदर्य को बढ़ा के दूंगा. അങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പ്രവർത്തിച്ചു. ऐसे ही अपने रूप, अपने सुंदरता बढ़ाने के लिए तरीका सिखाए. ഞാൻ ഓരോന്നോരോന്ന് തൊടുകയാണ്. ആരും എന്നോട് ദയവായി പിണങ്ങരുത്. एक एक बात बताऊंगा, परंतु कोई मुझसे गुस्सा नाराज नहीं होना है. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, उस पुस्तक में लिखा हुआ, പുസ്തകത്തിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. उस पुस्तक की एक कॉपी मेरे पास है. ഒന്നാമത് അവരുടെ ചുണ്ടത്ത് ഒരു ചുമന്ന ചായം പരട്ടി. उन पहला जो है अपने होठों में लिपस्टिक लगाने के लिए सिखाए. അത് കണ്ടുടനെ അവർക്ക് തന്നെ തോന്നി ഞങ്ങൾ സുന്ദരികളാണ്. जैसे वो लगाने के लिए प्रारंभ किए उनको लगा कि हाँ ये बहुत सुंदरता बढ़ा रहे हैं. 2 അവരുടെ 10 നഖങ്ങളിൽ കളറടിച്ചു. दूसरा अपने नाखूनों में रंग बनाने के लिए नेल पॉलिश लगाने के लिए सिखाए. എല്ലാവർക്കും തോന്നുന്നു ഇപ്പൊ ഞങ്ങൾ പഴയതിനേക്കാളും സുന്ദരികളായി. इन लड़कियों को लगने लगा कि हमारी सुंदरता बढ़ रही है. അതിനെ തുടർന്ന് അവരെ ആഭരണങ്ങൾ അണിയിച്ചു. उसके बाद वे लोग अपने शरीरों में आभूषणों को पहनने के लिए सिखाए. ആഭരണങ്ങൾ ദൈവത്തിന്റെ സാദൃശ്യമല്ല. आभूषण परमेश्वर की सदृश नहीं है. അത് പൈശാചിക ദേവന്മാരുടെ സാമീപ്യമാണ്. गिरे हुए दूतों की सदृश है. ഈ രൂപങ്ങൾ അവർക്ക് അവരുടെ രൂപം മാറി തുടങ്ങി. इसके चलते अपना रूप बदलने लगा. തുടർന്ന് അവരെ ഡാൻസ് ചെയ്യാൻ പഠിപ്പിച്ചു. धीरे से नाचने के लिए सिखाए. ഡാൻസ് ചെയ്തതോടുകൂടെ ആഭരണങ്ങൾ ശരീരത്തുനിന്ന് പൊട്ടിത്തെറിച്ചു. जैसे ही नाचने लगे तो आभूषण टूटने लगा. ആഭരണങ്ങൾ ഉറപ്പിക്കുവാൻ എന്ന ഭാവേന ചെവിയിൽ കിഴുത്തയിട്ടു, മൂക്കിൽ കിഴുത്തയിട്ടു. इस आभूषण जो टूट जा रहा है नाचते वक्त तो उनको ना टूटे इसलिए कानों में और नाकों में और शरीरों की विभिन्न जगहों पर छेद लगाकर उसको स्थिर करने के लिए वो कोशिश सिखाए. സാദൃശ്യവും സ്വരൂപവും അവർക്ക് നഷ്ടപ്പെട്ടു. परमेश्वर सदृश और स्वरूप बदलने लगा. ദൈവം അവരെ വിട്ടുപോയി. परमेश्वर उनको छोड़ के चला गया. ശാപം അവരുടെ മേൽ വീണു. श्राप बढ़ते ही चला गया. അതിനെ തുടർന്ന് ഈ അശുദ്ധ ദൂതന്മാർ മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. ऐसे ही अशुद्ध शक्तियां इन लड़कियों को विवाह करने लगे. ശാപത്തിന്റെ അളവ് വർദ്ധിക്കാൻ തുടങ്ങി. श्राप की वो गहराई बढ़ते गया. അതുകൊണ്ട് ദൈവം പിന്നൊരിക്കൽ അബ്രഹാമിന്റെ മക്കളെ വിളിച്ചേച്ചു പറഞ്ഞു, परमेश्वर ने एक बार अब्राहम की संततियों को बुला के बताया, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ രൂപത്തിലാണെന്ന് മറക്കരുത്. इन व्यक्तियों को परमेश्वर पुकार के बोल रहे थे कि आपके शरीर परमेश्वर सदृश बना हुआ था. നിങ്ങളുടെ ശരീരങ്ങളെ അശുദ്ധമാക്കരുത്. आपके शरीरों को अशुद्ध नहीं करना. അത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ തുടരണം. परमेश्वर सदृश में ही बना रहना. ഞാനിപ്പോ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല, അങ്ങും ഇഞ്ഞും പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. आज सारे वचनों को बोलने के लिए नहीं होगा, बस मैं बोलते ही जा रहा हूं. അതുകൊണ്ട് പറഞ്ഞു, പുരുഷന്മാർ മുടി വെട്ടുമ്പോൾ
ജാതികൾ വെട്ടുന്നത് പോലെ വെട്ടരുത്. इसलिए पुरुष लोग जब अपना बाल काटेंगे जातीय तरीके से नहीं काटना, കാരണം അവർ മുടി വെട്ടുന്നത് ജാതികളുടെ ദൈവങ്ങളുടെ രൂപത്തിലാണ്. क्योंकि उस जमाने पर उस पुरुष लोग अपना बाल काटते वक्त उनकी देवी देवताओं की शैलियों में काटते थे. നിങ്ങളുടെ താടി വടിക്കുമ്പോൾ ജാതികളെ പോലെ അരുത്. अपनी दाढ़ी बनाते वक्त जातीय शैलियों में नहीं होना है. അവർ ജാതീയ ദൈവങ്ങളുടെ രൂപത്തിലാണ് പോകുന്നത്, നീ പോകരുത്. वो जातीय देवी देवताओं के रूप में ही चलते थे. നിന്റെ ശരീരത്തിൽ കിഴുത്ത ഉണ്ടാക്കരുത്. आपके शरीर में छेद नहीं लगना, നിന്റെ ശരീരത്തിൽ കളർ തേക്കരുത്. आपके शरीर में टैटूज नहीं लगना. ഇതെല്ലാം ദൈവവചനത്തിൽ അബ്രഹാമിന് പ്രമാണം കൊടുത്തു. परमेश्वर ने अब्राहम की संततियों को ये सारे नियमों को दिए. എന്നിട്ട് പറഞ്ഞു അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനാ. इसके बाद परमेश्वर ने कहा कि अब्राहम आशीषित है. അബ്രഹാമിനോട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവനെ കൂടെ ഞാൻ അനുഗ്രഹിക്കും. अब्राहम से परमेश्वर ने कहा कि तुझे जो आशीष करेंगे उनको मैं आशीष करूंगा. നീ ഒരു അനുഗ്രഹമായിരിക്കും. आप एक आशीष का कारण रहेगा. ഇങ്ങനെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, ഇതര ജാതികൾ ദൈവത്താൽ ശപിക്കപ്പെട്ടു. इसी रीति से अब्राहम आशीषित रहा और दूसरे जाति लोग श्रापित रहे. ഇന്ന് ശാപങ്ങൾ വരുന്നതിന്റെ പ്രധാന മാർഗങ്ങളിൽ ചിലത് ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നു. आज श्राप की प्रधान कारणों को मैं बताना चाहता हूं. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്ന് വിശദമായി പഠിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ദിവസത്തിലും വേണം. इतना गहरे बातों को सीखना है, अगले 15 दिन चाहिए. മിക്കവാറും ഇതെല്ലാം ഈ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്, ഈ പുസ്തകങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. सारे पुस्तक इस कंप्यूटर में है. आपको जो चाहिए सारा इस पुस्तक इस कंप्यूटर में. ആവശ്യമുള്ളപ്പോൾ നമുക്ക് കാണാം. अगर आपको चाहिए आके देख सकते हैं. ഇത് മുഴുവനും തെളിവുള്ളതാണ്, തെളിവില്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. सबका सबूत है, सबूत के बिना मैं कुछ नहीं बोलूंगा. അനുഗ്രഹത്തിന്റെയും ശാപത്തിന്റെയും പ്രധാന ലക്ഷണങ്ങളിലൂടെ ഇന്ന് പോകാം. आशीष और श्राप के मुख्य कारण लक्षणों को हम देखेंगे. ഞാൻ ഒരു കാര്യം കൂടെ തൊട്ടോട്ടെ. ചില തലമുറകൾ പ്രത്യേകിച്ചും ശപിക്കപ്പെട്ട തലമുറകളാണ്. मैं कुछ और विषयों को सिखाऊंगा. कुछ पीढ़ियां बहुत ही श्रापित रहेगा. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് വന്ന പല ശാപങ്ങളും ചില തലമുറകളുടെ മേൽ കാണും. हमारे माता पिताओं से पितरों से आया हुआ कुछ श्राप भी हमारे ऊपर आ सकता है. 25 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയവരുടെ തലമുറയാണ് അനുഭവിച്ചതല്ല ഇതിനകത്തിരിക്കുന്ന നിങ്ങളും ഞാനും അനുഭവിക്കുന്നത്. लगभग 25 साल पहले जो गुजर गए थे उनकी पीढ़ी में जो अनुभव करने वाली समस्याओं का सामना आज हमारी इस पीढ़ी सामना नहीं कर रहे हैं. നമ്മുടെ തലമുറയിൽ വന്നുപോയ കൊറോണ ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. हमारी इस पीढ़ी में आया हुआ कोरोना से मिलाकर बहुत सारे ऐसी समस्याएं हम देख पाएंगे. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ സാമ്പത്തിക മാന്ദ്യത ഉണ്ടായ വർഷങ്ങൾ പലതാണ്. इस बेंगलोर शहर में आर्थिक मंदी आया हुआ बहुत सारी घटनाएं हम देख पाएंगे. ഇന്നും നമ്മുടെ ചർച്ചിനകത്ത് അങ്ങും ഇഞ്ഞും ചില മാർക്കിങ്ങുകളുണ്ട് കൊറോണയുടെ ഓർമ്മയാണ്. आज भी बेंगलोर शहर में इस कलीसिया में भी अगर फर्श में देखेंगे तो उस कोरोना की याद के लिए कुछ मार्किंग हम देख पाएंगे. ചില തലമുറകൾ ചില ശാപങ്ങളുള്ള തലമുറകളാണ്. इस पीढ़ी श्राप से पड़ा हुआ പ്രത്യേകിച്ചും ഒരു അന്ത്യ തലമുറയിലാണ് നമ്മൾ ഇത് പ്രത്യേക ശാപം വഹിക്കുന്നതാണ്. विशेष तौर से आखिरी पीढ़ी में हम लोग यहाँ खड़े हैं और आखिरी पीढ़ी में श्राप की घटनाएं बहुत ज्यादा है. അങ്ങനെയുള്ള തലമുറകൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കണം. ऐसे जो इस पीढ़ी जो है विशेष तौर से आप समझना है. ഞാൻ ഇന്ന് ശാപം വരുന്ന മാർഗങ്ങൾ പ്രധാനമായും തൊടുകയാണ്. आज आने वाली श्राप के कारणों को मुख्य तौर से बताऊंगा. ഒന്ന്, അന്യദൈവ സേവ ശാപം കൊണ്ടുവരും. पहला जो है अन्य देवी देवताओं की सेवा करना. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? किसको हम आराधना करना? ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. परमेश्वर को ही आराधना करना. ദൈവം എന്നാൽ ആരാണ്? परमेश्वर कौन है? ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചവനാണ് ദൈവം. आकाश भूमि और समुद्र में रहने वाली सब चीजों को सृष्टि किया परमेश्वर ही परमेश्वर है. ഒന്നും ദൈവമല്ല. और कोई परमेश्वर नहीं है. ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്. परमेश्वर ही सब कुछ चीजों को सृष्टि किए. അത് അദ്ദേഹം മാത്രമേ ഉള്ളൂ ദൈവം. वो परमेश्वर ही परमेश्वर है. ആ ദൈവം അല്ലാത്ത വേറെ എന്തിനെയെങ്കിലും ആരാധിക്കുന്നെങ്കിൽ അത് അന്യദൈവ സേവയാണ്. उस परमेश्वर के अलावा किसी और को अगर आप आराधना करेंगे तो वो अन्य देवी देवताओं की सेवा है. നമ്മൾ ആ ദൈവത്തെ സേവിക്കുമ്പോൾ हम लोग जब उनकी आराधना करेंगे നാം ദൈവത്തോട് മറുതലിക്കാൻ പാടില്ല. हम परमेश्वर से हम विद्रोह नहीं करना है. ദൈവത്തോട് മറുതലിക്കുക എന്ന ആശയത്തെ 2, 3, 4, 5 തരമായി ഞാൻ തിരിക്കാൻ പോവാ. परमेश्वर के विद्रोह करना हम 2-3 तरीके से हम समझने की कोशिश करेंगे. ഒന്ന്, പിതാവായ ദൈവത്തെ നാം ബഹുമാനിക്കണം, മാനിക്കണം, ആരാധിക്കണം. हम पहला जो है परमेश्वर के उनकी आराधना करना, उनको हम आदर करना. പിതാവാം ദൈവത്തോട് മറുതലിക്കുന്നവൻ ദൈവത്തോട് മറുതലിക്കുകയാണ്. परमेश्वर के विरोध में पिता परमेश्वर से अगर आप विद्रोह करेंगे तो हम परमेश्वर के विरोध में विद्रोह कर रहे हैं. 2, പുത്രനായ ക്രിസ്തുവിനെ നാം ആരാധിക്കണം. दूसरा जो है पुत्र यीशु मसीह की आराधना करना. പുത്രനെ ബഹുമാനിക്കാത്തവൻ ദൈവത്തെ ബഹുമാനിക്കുന്നില്ല. अगर हम परमेश्वर को आराधना नहीं करेंगे तो आदर नहीं करेंगे तो परमेश्वर की आराधना नहीं कर रहे हैं. 3, പരിശുദ്ധാത്മാവാം ദൈവത്തെ നാം ആരാധിക്കണം. तीसरा जो है हम पवित्र आत्मा की आराधना करना. ഇതിന് വിപരീതികൾ ക്രിസ്ത്യൻ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. ये जो उसके विपरीत में जो है हमारी मसीह मंडली में ही हम देख पाएंगे. എന്നോട് ക്ഷമിക്കണം, ഞാൻ തുറന്നു പറയുക. मुझे माफ करना, मैं खुल के बोल रहा हूँ. ഒന്നാമത് ഞാൻ പറഞ്ഞു പിതാവാം ദൈവത്തെ ആരാധിക്കണം. पहला जो है पिता परमेश्वर की आराधना करना. പക്ഷെ ക്രിസ്തീയ വിഭാഗത്തിൽ യേശു നാമക്കാരെന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. परंतु मसीह मंडली ജീസസ് में ഓൺലി ഗ്രൂപ്പ്.
मसीह मंडली में ही ओनली जीसस नाम का एक विभाग है। അവർ പിതാവാം ദൈവത്തെ ഇന്ന് ആരാധിക്കുന്നില്ല. वे लोग पिता परमेश्वर की आराधना नहीं करते हैं। അവർ പറയാറുള്ളത് പിതാവായ ദൈവം പണ്ട് ദൈവമായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി. वे लोग कहते हैं कि पिता परमेश्वर पहले परमेश्वर थे, अब नहीं है। ഇന്ന് യേശുവാണ് സകലതും. अब यीशु मसीह ही सब कुछ। ഇനി പിതാവിനെ ആരാധിക്കാൻ മടിക്കുന്നവരുണ്ട്. आज पिता की आराधना करने वाले कुछ लोग हैं। അതാണ് ജീസസ് ഓൺലി ഗ്രൂപ്പ്. वही जो है ओनली जीसस ग्रुप। അവര് പറയുന്നത് പിതാവിനെ ആരാധിച്ചിട്ട് കാര്യമില്ല, പുള്ളിയുടെ ശക്തി പോയി. वे लोग बोलते हैं कि पिता परमेश्वर को आराधना करने की जरूरत नहीं है, Okay. उनकी सामर्थ्य चला गया। ഒന്നാമത്തെ വിഭാഗം പറയുന്നത് യേശുവിനെ ആരാധിക്കരുത്. കറക്റ്റ്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. दूसरा जो है पुत्र परमेश्वर की निंदा करने वाले लोग वो केवल यहोवा परमेश्वर को ही आराधना करते हैं। അവർ പറയുന്നത് യേശുവിനെ ആരാധിക്കേണ്ട കാര്യമില്ല. यहोवा विटनेस लोग बोलते हैं कि यीशु मसीह की आराधना नहीं करना। മൂന്ന്, പരിശുദ്ധാത്മാവിനെ എതിർക്കുന്ന ഒരുപാട് പേര് ക്രിസ്ത്യ മണ്ഡലത്തിലുണ്ട്. तीसरा जो है पवित्र आत्मा के विरोध करने वाले बहुत सारे मसीह मंडली लोग हैं। പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അവർ അംഗീകരിക്കുന്നില്ല. पवित्र आत्मा की कामों को वो लोग मानते नहीं है। ഇങ്ങനെ പിതാവാം ദൈവത്തെ, പുത്രനാം ദൈവത്തെ, പരിശുദ്ധാത്മാവാം ദൈവത്തെ അതിനോട് മറുതലിക്കുന്നവൻ ദൈവത്തോട് മറുതലിക്കുന്നു. ऐसे ही परमेश्वर की पिता परमेश्वर पुत्र परमेश्वर पवित्र आत्मा के विरोध में अगर आप विद्रोह करेंगे तो परमेश्वर के विद्रोह कर रहे हैं। 4, ദൈവവചനത്തോട് മറുതലിക്കുന്നവൻ ദൈവത്തോട് മറുതലിക്കും. चौथा जो है परमेश्वर की वचन के विरोध में अगर आप बात करेंगे परमेश्वर के विरोध में बात कर रहे हैं। ദൈവവചനം പറഞ്ഞു നിങ്ങൾ രക്ഷിക്കപ്പെടണം, परमेश्वर की वचन कह रहे हैं कि आप उद्धार प्राप्त करना है, നിങ്ങൾ സ്നാനപ്പെടണം, आप बपतिस्मा लेना है, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, आप पवित्र आत्मा को प्राप्त करना है, നിങ്ങൾ ഈ സാധാരണക്കാരിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം. आप साधारण लोग से अलग हुए लोग होना है। ദയവായി നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അവരവരുടെ സമയത്ത് വായിച്ചാൽ अपने अपने समय पर कृपया करके अपने प्रेरितों की किताब दूसरे अध्याय पढ़ लेना। 32-38 മുതലുള്ള വാക്യങ്ങൾ 38वीं वचन से लेकर के पढ़ लेना। പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് ബാക്കി ജനത്തോട് പറയുന്നത്, पत्रोस 11 लोगों के साथ खड़े होकर वो बोलने वाली अंश है, നിങ്ങൾ മാനസാന്തരപ്പെടണം, आप मन फिराव को प्राप्त करना। ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം, हर एक व्यक्ति यीशु मसीह के नाम से आप बपतिस्मा लेना, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. पवित्र आत्मा को प्राप्त करना। താഴോട്ട് വായിച്ചു വരുമ്പോൾ अगर आप नीचे की ओर अगर आप पढ़ेंगे, നിങ്ങൾ വക്രതയുള്ള തലമുറയിൽ നിന്ന് മാറിയിരിക്കണം. आप स्टेडी जाति से अलगाव बनाए रखना। 40-42 വാക്യത്തിൽ വരും അത്. 40 में हम देख पाएंगे നിങ്ങൾ വക്രതയുള്ള തലമുറയിൽ നിന്നും വേർപെട്ടിരിക്കണം. हम इस टेढ़ी जाति से आप अलग रखना। മറ്റു പല വാക്കുകളാലും അവരോട് സാക്ഷ്യം പറഞ്ഞു. ऐसे अनेक वचनों के द्वारा उनकी गवाह बनाए। ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കണം. इस टेढ़ी जाति से आपको बचे रहना है। അവർ കളർ അടിച്ചെന്ന് വരും, ശരീരം കിഴിച്ചെന്ന് വരും, നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. इस टेढ़ी जाति जो है, इस पीढ़ी जो है अपने शरीर में रंग लगाएंगे, छेद बनाएंगे, परंतु आप उन सारी चीजों से अलग रहना। ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം. मैं इधर एक और बात बताऊंगा। മാനസാന്തരപ്പെടണമെന്നത് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞു. मन फिराव के बारे में एक बात से कहे। സ്നാനപ്പെടണമെന്നത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു. बपतिस्मा के बारे में एक बात से कहे। പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു. पवित्र आत्मा के बारे में एक शब्द में कहे। പക്ഷെ വേർപാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കല്ല, परंतु टेढ़ी जाति से अलगाव बनाए रखने के लिए एक शब्द में नहीं बताया, പല വാക്കുകളാലും സാക്ഷ്യം പറഞ്ഞു. अनेक गवाहियों से उन्हें देखकर बताया। കാര്യം അതിന്റെ വിശദീകരണങ്ങൾ വലുതാണ്, അങ്ങനെ അവരോട് പറഞ്ഞു. क्योंकि इसमें लिखा है कि बहुत सारे बातों से गवाही देकर समझाए, क्योंकि उसका विवरण बहुत ज्यादा है। നാം ദൈവത്തിന്റെ വചനം അനുസരിച്ചേ മതിയാകും. क्योंकि हम परमेश्वर के वचनों की पालन करना जरूरी है। അടുത്തത് ദൈവിക അധികാരങ്ങളോട് മറുതലിക്കരുത്, അത് ദൈവത്തോട് മറുതലിക്കുന്നതിന് തുല്യമാണ്. पांचवा जो है परमेश्वर के अधिकार के विरोध में विद्रोह नहीं करना। अगर आप विद्रोह करेंगे तो परमेश्वर के विरोध में आप विद्रोह कर रहे हैं। മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് ദൈവദത്തമായ ഒരു അധികാരമുണ്ട്. बच्चों के ऊपर माता पिताओं के लिए एक विशेष परमेश्वर का अधिकार है। ഭാര്യയുടെ മേൽ ഭർത്താവിന് ദൈവദത്തമായ ഒരു അധികാരമുണ്ട്. पत्नियों के ऊपर पति के लिए अंदर परमेश्वर एक अधिकार है। സഭാ വിശ്വാസികളുടെ മേൽ സഭാ അധ്യക്ഷന് അല്ലെങ്കിൽ പാസ്റ്റർക്ക് ഒരു അധികാരമുണ്ട്. कलीसिया के विश्वासियों के ऊपर, कलीसिया के पासवानों को अधिकारों के ऊपर एक विशेष परमेश्वर एक अधिकार है। ദൈവിക അധികാരത്തോട് മറുതലിക്കുന്നവൻ ദൈവത്തോട് മറുതലിക്കുന്നു. इन अधिकारों के विरोध में अगर आप विद्रोह करेंगे तो परमेश्वर के विरोध में आप विद्रोह कर रहे हैं। എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ऐसे मुझे बहुत सारे उदाहरण बताना है। മലയാളം സെക്ഷനിൽ ഒരിക്കലും ഞാൻ നമ്മുടെ ലോക്കൽ ചർച്ചിന്റെ ഉദാഹരണം പറയാറില്ല. मलयालम कलीसिया में अपनी कलीसिया के उदाहरण में नहीं बताऊंगा, ഞാൻ വെളിയിൽ നിന്നുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. बाहर से मैं उदाहरण लूंगा। പക്ഷെ ഇന്ന് ആയുസ്സിലാദ്യമായി ഹിന്ദി സെക്ഷനോട് ഞാൻ പറയുമ്പോൾ ലോക്കൽ ചർച്ചിൽ നടന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. आज मेरी जिंदगी में पहली बार कलीसिया के अंदर हिंदी सेक्शन में हमारी कलीसिया में हुआ एक घटना बताऊंगा। ഇവിടെ ഒരു കുടുംബം വന്നു. एक परिवार इधर आए। ഏറ്റവും വിദ്യാഭ്യാസത്തിൽ താഴെയുള്ളവരും കാര്യമായതൊന്നും അറിയാൻ വയ്യാത്തവരും. इस ज्ञान में और पढ़ाई लिखाई में बहुत कम पढ़े लिखे हैं, പക്ഷെ ഒരുപാട് ദൈവകൃപ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. परंतु बहुत परमेश्वर की अनुग्रह उनके ऊपर था। പ്രത്യേകിച്ച് സഹോദരി ഭയങ്കര ദൈവകൃപയുള്ളവളായിരുന്നു. विशेष तौर से उस बहन जो है परमेश्वर की भक्त थी। ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. हम उनके लिए प्रार्थना की।
കൂലിവേലക്കാരായിട്ടാണ് അവരിവിടെ വരുന്നത്. वे एक साधारण मजदूर बनकर इधर आए, ദൈവം അവരെ ഉയർത്തി परमेश्वर ने उनको खड़ा किए, സാമാന്യം നല്ല ഒരു ജോലി കൊടുത്തു. एक साधारण तौर से एक अच्छा काम परमेश्वर ने उनको दिया. അന്ന് നമുക്കൊരു പ്രത്യേക വേല ആരംഭിച്ചു. उस जमाने पर एक विशेष एक सेवा हम लोग प्रारंभ किए. എല്ലാവരും അറിയാൻ കൊള്ളാവുന്നതാണ് ഒരു കാര്യം കൂടെ. आप लोग ये पूरा समझना जरूरी है. അന്ന് ഞങ്ങൾക്ക് കൂടിയാൽ 35 പേര് കാണും ചർച്ചിൽ, അത്രേ ഉള്ളൂ. हमको उस जमाने पर लगभग 35 लोग ही हमारी कलीसिया में था. സഭായോഗം കഴിയുകയും തേണ്ട ഒരു 20-22 പേര് ഒരുമിച്ച് വന്നു. हमारी इस प्रार्थना होते ही लगभग 20-25 लोग एकदम आ गए. സഭായോഗം കഴിഞ്ഞു. हमारी इस कलीसिया की आराधना हो गया. പകുതി ആളുകൾ പിരിഞ്ഞു പോയി, ബാക്കി പകുതി പേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. लगभग आधा चले गए, कुछ और लोग हमारी कलीसिया आपस में बात करते हुए खड़े रहे. കൂട്ടത്തിൽ ഒരു 60 വയസ്സോളം പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്. इनके बीच में 60 साल, लगभग 60 साल की उम्र के एक दादाजी थे. ബാക്കി എല്ലാവരും ചെറുപ്പക്കാരാ. बाकी सारे लोग जवान लोग हैं. അവർ വന്നേച്ചു പറഞ്ഞു, ഈ അപ്പച്ചന്റെ ചെവി രണ്ടും കേൾക്കത്തില്ല, ചെവി ഒന്ന് സുഖമാക്കി കൊടുക്കണം. उन्होंने आकर बताया कि इस दादाजी की कान सुनते नहीं है, इस कान को ठीक करके देना. ഞാൻ അന്ന് വരെ ചെവി കേൾക്കാത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. मैं उस समय तक मैं किसी बहरे लोगों को मैं प्रार्थना की नहीं किया. ഞാൻ രണ്ട് കൈയും തൊഴുതുകൊണ്ട് പറഞ്ഞു, എന്നോട് പറയല്ല, എനിക്ക് ഒക്കുകയില്ല, എനിക്ക് അറിയാൻ വയ്യ. मैंने दोनों हाथ जोड़ के बताया कि मुझसे नहीं बताना, मैं वो जानता नहीं हूँ. അദ്ദേഹം പറഞ്ഞു, ചെവി തുറക്കാതെ ഞാൻ പോകത്തില്ല. उन्होंने बताया कि जैसे ही बहरे की कान नहीं खुलेगी तब तक मैं नहीं जाऊंगा. നിങ്ങൾക്ക് അതിന് കഴിവുണ്ടെന്ന് എനിക്കറിയാം. मैं जानता हूँ कि आपको वो आपसे होगा. ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിയും, ദയവ് ചെയ്ത് എന്റെ ചെവി സൗഖ്യമാക്കണം. बहुत लोगों ने आपके बारे में कहे आपसे होगा, इसलिए इस व्यक्ति की कान को खोल के ही भेजना. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തന്നോളാം. आप जो मांगेंगे हम दे देंगे. എനിക്ക് കന്നഡ അറിയത്തില്ല. मुझे कन्नड़ा मैं जानता नहीं हूँ. അദ്ദേഹം കന്നഡ മാത്രമേ പറയത്തുള്ളൂ. वे लोग कन्नड़ा ही बोलते हैं. പരസ്പരം ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, ഞങ്ങളെ കൊണ്ട് ഒക്കത്തില്ല, ഒരു നിവൃത്തിയില്ല. आपस में बहुत बार बोल के रखे कि हमसे नहीं होगा, हमसे नहीं होगा. അവര് ഈ 22 പേര് അവർ പോകത്തില്ല. परंतु 22 लोग हमारे छोड़ के जाने तैयार नहीं. അവസാനം ഒരു ബ്രദർ KJ ജോൺ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ച് അങ്ങ് വിടാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ, ഇയാൾ പോവില്ല. हमारे कलीसिया में केजे जोन एक अंकल थे. वो अंकल हम उनसे कहे कि पास्टर ये लोग छोड़ जाएंगे नहीं, बस प्रार्थना करके छोड़ देना. ഇപ്പോഴും അദ്ദേഹം ഇവിടെ ബാംഗ്ലൂരിലുണ്ട്. ഈ KJ ജോൺ ബാംഗ്ലൂരിലുണ്ട്. एक केजे जोन अंकल जो है आज भी बेंगलोर में है. ഞാൻ ദൈവം മാത്രം ചെയ്യണം, എന്നെ കൊണ്ട് ഒക്കത്തില്ല, ചെവി തുറക്കാൻ എനിക്ക് ഒക്കുകയില്ല. ഇവരെങ്ങനെ ഉണ്ടായി പിന്നെ ചെവി കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. इन्होंने बताया कि ये जन्म से ही बहरा है, परमेश्वर ही करना, मुझसे कुछ नहीं आता. രണ്ടായാലും ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് ചെവിയിലും കൈവച്ചു. जैसे ही मैं जो भी हो, मैं दोनों कानों के अंदर हाथ रखा. എനിക്ക് ചിരിയും വരുന്നുണ്ട്, പേടിയും വരുന്നുണ്ട്. ഇയാൾ തല്ലുമോ, ഇയാൾ പോയില്ല. मुझे हंसी भी आ रही है, मुझे एक तरफ से डर भी है कि कहीं मार ना दे. ചെവി കേൾക്കാത്തവന്റെ ചെവി എങ്ങനെയാ കേൾക്കുന്നത്? इस बहरे की कान कैसे खुलेगा? ഞാൻ കൈ ഒന്ന് വെച്ചു പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ തുറന്നു വാ. मैं दोनों हाथ अपने उंगलियां उस कान के ऊपर रख के बताया कि यीशु के नाम से खुलने पाए. രണ്ടാമത്തെ പ്രാവശ്യവും പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ തുറന്നു വാ. दोबारा मैंने कहा कि यीशु के नाम से खुलने पाए. ഒരൊറ്റ ആത്മശക്തി എന്നിൽ വ്യാപരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. जैसे ही वह बोलता रहा, एक पवित्र आत्मा की सामर्थ्य मेरे अंदर आता हुआ महसूस किया. പറഞ്ഞ കർത്താവേ, പണ്ടൊരിക്കൽ അങ്ങ് എഫത്ത എന്ന് പറഞ്ഞു ഒരുത്തന്റെ ചെവി തുറന്നു, ഇന്ന് അടുത്ത എഫത്ത തുറന്നു വാ. परमेश्वर आपके पहले, आप बहुत साल पहले आपने यफता बोलते हुए एक बालक का कान खोल दिए. आज मैं कह रहा हूं यफता, इन कान खुलने पाए. അപ്പച്ചൻ സന്തോഷം കൊണ്ട് തുള്ളാൻ തുടങ്ങി. इस दादाजी एकदम आनंद से चलने लगे. 60 വയസ്സുള്ള മനുഷ്യനാണ് ആദ്യമായി ജീവിതത്തിൽ ഒരു ശബ്ദം കേട്ടത്. 60 साल की उम्र के इस पिताजी जो है पहली बार जिंदगी में पहली बार आवाज सुन रहे हैं. അദ്ദേഹത്തിന്റെ ചെവി തുറന്നു. उनका कान खुल गया. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. उन्होंने मुझसे बताया कि आपको जो चाहिए मैं दे दूंगा. ഞങ്ങൾക്ക് ഒന്നും സാധിക്കാനില്ല, അങ്ങോട്ട് പോയില്ല. हमें कुछ करना नहीं है, वो कभी गए भी नहीं. ആ സമയത്താണ് ഈ കുടുംബത്തിന് ഒരു ട്രാൻസ്ഫർ കിട്ടി. उस समय पर ही इस परिवार को ट्रांसफर हुआ और उनको जाना पड़ा. അവർക്ക് രണ്ടുപേർക്കും സ്വന്തം പേര് പോലും പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ ഒക്കത്തില്ല, അതുപോലെ സ്ലോ ആണ് അവര്. वे दोनों अपना नाम पूछने से भी जल्दी से बोल नहीं पाएंगे, उतना वो धीमे गति से बोलते हैं. അവര് ചർച്ചിനകത്ത് പ്രാർത്ഥിക്കാനിരുന്നു. वे दोनों कलीसिया के अंदर प्रार्थना करने ഈ बैठे. ചർച്ചിൽ നിന്നൊരു പ്രവാചകൻ അക്ബരോടൊരു ദൂത് പറഞ്ഞു. इस कलीसिया के अंदर से एक भविष्यवक्ता एक भविष्यवाणी की. ആ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി വെളിയിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ നിനക്ക് പേടിയാ. अपने पति काम के लिए बाहर जाते वक्त घर के अंदर अकेला बैठने के लिए आपको डर होता है, അതുകൊണ്ട് നിനക്കൊരു വലിയ വീട് തരാം. इसलिए आपको एक बड़ा घर मैं दूंगा. ആ വീടിന്റെ വട്ടത്തിൽ ഒരു മതിലുണ്ടായിരിക്കും. इस घर के चारों ओर एक बाड़ा रहेगा. ആ വീടിന്റെ അകത്ത് കിണറുണ്ട്. उस घर के अंदर एक कुआं रहेगा. അതിനകത്തുനിന്ന് നിനക്ക് വെള്ളം പമ്പ് ചെയ്ത് എടുക്കാനുള്ള ഫെസിലിറ്റി സഹിതം उस कुएं से पानी निकालने के लिए सारी सुविधा बना के दूंगा. ഈ മനുഷ്യൻ ഒരു കൂലി വേലക്കാരനാണ്. ഒരു ആസ്പെറ്റോ ഷിറ്റിട്ട വീട് വാടകയ്ക്ക് എടുക്കാൻ അദ്ദേഹത്തിന് ഒക്കത്തില്ല. ये जो इंसान है दिहाड़ी में काम करने वाला एक मजदूर है, आसपास सीट के अंदर का रहने के लिए भी उनको तनख्वाह नहीं है. അദ്ദേഹത്തിന്റെ ഭാര്യയോടാണ് ഈ പ്രവചനം പറഞ്ഞത്. उनके पत्नी से ही परमेश्वर इस नबूवत कर रहे हैं. ആ പറഞ്ഞ പ്രവാചകൻ ഇപ്പോഴും ബാംഗ്ലൂരിലുണ്ട്. वो जो भविष्यवाणी किया हुआ व्यक्ति आज भी बेंगलोर में है. അങ്ങനെ ഇവർ
രണ്ടുപേരും കൂടെ കൊണ്ടുപോയി. ऐसे ही इन दोनों गए. ചെന്ന് ഒരു ആസ്പെറ്റോസ് ഇട്ട കൊച്ചു വീട് കണ്ടു. ആ പെണ്ണ് പറഞ്ഞു ഞാൻ താമസിക്കത്തില്ല. जाने के बाद एस्बेस्टस शीट लगाया हुआ एक घर मिला. उस बहन ने कही मुझे नहीं जीना उसके अंदर. ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസിന്റെ ബാക്ക് സൈഡിൽ ഒരു 2-3 പേര് ചുമ്മാ താമസിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഫാമിലിയും പോയി താമസിച്ചു. डिस्ट्रिक्ट कलेक्टर ऑफिस के पीछे 2-3 लोग जी रहे हैं. उसी घर के अंदर ये लोग भी जाकर के वास करने लगे. ഘറൊന്നും ഇല്ല ബ്രദറെ, അവിടെ വീട് ഒന്നും ഇല്ല, ചുമ്മാ അതിന്റെ വരാന്തയിൽ. घर नहीं है, माफ करना, घर नहीं, उसके वरांडा में ही सो रहे थे. എല്ലാ രാവിലെയും ഈ സ്ത്രീ ഇറങ്ങി വീട് നോക്കാൻ പോകും. हर सुबह इस बहन घर ढूंढने के लिए निकलते हैं. ഒരു ദിവസം 2-3 ദിവസം വീട് നോക്കി, അത് കഴിഞ്ഞൊരു ദിവസം ചെല്ലുമ്പോൾ തേണ്ടി പറഞ്ഞ പോലെ ഒരു വീട് കണ്ടു. 1-2 दिन के बाद घर मिला नहीं, परंतु तीसरा दिन जैसे बताया गया ऐसे घर मिला. വട്ടത്തിൽ വലിയ മതിലുള്ള വലിയ വീട്, चारों ओर से घेरा हुआ कंपाउंड वॉल रहने वाला एक घर. അതിന്റെ നടുക്ക് ഒരു കിണറുണ്ട്, അതിനകത്തൊന്ന് പമ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റി. उस कंपाउंड के अंदर ही एक कुआं है, कुआं से पानी निकालने के लिए सुविधा भी है. ഈ സ്ത്രീ പറഞ്ഞു ഇതാണ് എന്നോട് പറഞ്ഞ വീട്. पर इस स्त्री ने कहे कि यही मेरे परमेश्वर ने मुझसे कहा हुआ घर, ഈ വീട് വാടകയ്ക്ക് എടുക്കണം. ये घर किराए में लेना. വീടിന്റെ ഓണറെ കണ്ടു. इस घर के मालिक से बात की, അദ്ദേഹത്തോട് സംസാരിച്ചു. उनसे बात की. അദ്ദേഹം പറഞ്ഞു ഇതിന്റെ വാടക നിന്റെ 6 മാസത്തെ ശമ്പളം, इसकी जो किराया है आपके 6 महीने की तनख्वाह है. അത് ഒന്നിച്ചുകൊണ്ട് 1 മാസം തന്നാൽ വാടക തരാം. अगर आप 6 महीने की तनख्वाह मिलाकर अगर आप दे देंगे तो मैं आपको घर दे दूंगा. ആ പെണ്ണ് പറഞ്ഞു ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. उस बहन ने बताया कि मैं इस घर में रहूंगी. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഒരു ചർച്ച് ഉണ്ട്, ഞങ്ങൾ ആ ചർച്ചിൽ നിന്ന് വരുന്നതാണ്, അവിടെ പോയാൽ അവർ വാടക തന്നോളൂ. मुझे बैंगलोर में एक चर्च है, अगर आप उधर जाएंगे तो उधर आपको किराया दे देंगे. ഞങ്ങൾ ആർക്കും വാടക കൊടുക്കത്തില്ല. हम किसी को घर किराया नहीं देते. അങ്ങനെ നമ്മൾ എത്ര പേരെ നിർത്തും? अगर हम किराया देने लगेंगे तो कितना लोगों को लगाएंगे. ഈ മനുഷ്യൻ ചോദിച്ചു ബാംഗ്ലൂരിലെ ഏതാ ചർച്ച്? इस पिताजी, इस मालिक ने पूछा कि बैंगलोर में कौन सा कलीसिया. അവർ ചർച്ച് പറഞ്ഞു കൊടുത്തു. उन्होंने इस कलीसिया का विवरण दिया. ആ അപ്പച്ചന്റെ ആ ചെവി തുറന്ന് ഇവിടുന്ന് പോയെ. वही कलीसिया, वही घर है वो जिसका मालिक का कान खुला था. അദ്ദേഹം പറഞ്ഞു ആ ചർച്ച് ആണെങ്കിൽ നിങ്ങൾ കയറി താമസിച്ചു കാശൊന്നും തരണ്ട. अगर वो कलीसिया से है तो आप रह लेना, आपको कोई किराया नहीं देना. അവിടെ ഒരു സഭ ആരംഭിച്ചു. उधर एक कलीसिया प्रारंभ किए. ഈ സ്ത്രീയാണ് സഭ ആരംഭിക്കുന്നത്. इस बहन ही उस कलीसिया की शुरुआत कर रहे. സഭ നന്നായി വളർന്നു. कलीसिया अच्छी तरह से बढ़ने लगा. ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു എങ്ങനെ ഇവർ സഭ നടത്തി. ഇതിനോടകം അവർ കന്നഡ പറയാൻ പഠിച്ചു. हम लोग आश्चर्यचकित थे कि कैसे इस कलीसिया इतनी तरीके से इतनी बड़ी मात्रा में बढ़ रहे हैं. എങ്ങനെ ഇവരെ കൊണ്ട് സാധിക്കും? इनसे कैसे हो रहा है. कन्नड़ भाषा बोल नहीं पाते. നമ്മൾ ഇവിടുന്ന് ഒരു പാസ്റ്ററേയും കൂടെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. हम इधर से एक पास्टर को भी भेजे. ഒരു കുറച്ച് നാൾ കഴിഞ്ഞു ഈ സഹോദരി സഭയുമായി പിണങ്ങി. कुछ साल के बाद इस कलीसिया से इस बहन विद्रोह करने लगे. ഒരു ശനിയാഴ്ച വൈകിട്ട് അവർ വീട്ടിൽ വന്നു. एक शनिवार शाम को मेरे घर आए. അവിടെ ഇരിക്കുന്ന പാസ്റ്ററെ മാറ്റി കൊടുക്കണം, പകരം ഈ സ്ത്രീ ആയിരിക്കും പാസ്റ്റർ, ഞാൻ പാസ്റ്റർ ആയിരുന്നോളാം എന്ന് പറഞ്ഞു. उधर के पासवान को हटाना, आज से उस कलीसिया की पासवान मैं स्त्री रहूंगी और मैं चलाऊंगी. ഞാൻ നടക്കത്തില്ല, നിങ്ങളെ തരാനൊക്കത്തില്ല. उस हमारे पासवान ने बताया कि नहीं होगा, आपको वो कलीसिया नहीं दे पाएंगे. 10 മിനിറ്റ് ഒരു മെസ്സേജ് കൊടുക്കാൻ ഇതുവരെ അവരെ കൊണ്ടൊക്കത്തില്ല. 10 मिनट की प्रचार करने के लिए उस बहन से नहीं होगा. ഭർത്താവിനെ കൊണ്ട് ഒട്ടും ഒക്കത്തില്ല. उस पति से बिल्कुल नहीं होगा. നിങ്ങളെ ഒരു സഭ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. आप कोई कलीसिया नहीं दे पाएंगे. അവരങ്ങ് വഴക്ക് തുടങ്ങി. आप वो लड़ाई करने लगे. ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. मैंने बताया कि नहीं दूंगा, उसका मतलब नहीं दूंगा. ശനിയാഴ്ച രാത്രിയിൽ അവർ നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി. उस शनिवार रात को मेरे घर में वो लोग सोए. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് ചെന്നു. इतवार की आराधना में वो लोग चले गए. അന്ന് കർത്താവിന്റെ തിരുമേശയുണ്ട്. उस दिन परमेश्वर की मेज है. തിരുമേശയ്ക്ക് തൊട്ട് മുമ്പേ എൻ്റെ പേർക്ക് ഒരു സ്ലിപ്പ് കൊടുത്തയച്ചു, എളുപ്പം വെളിയിലോട്ട് ആ കാര്യം സെറ്റിൽ ചെയ്ത് വെച്ച് വേണം തിരുവത്താഴം എടുക്കാൻ, ഞാൻ പാസ്റ്ററാ. प्रभु मेज में अपना हाथ बढ़ाने से पहले थोड़ी देर पहले ही मुझे एक स्लिप मिला, जल्दी से बात करने के लिए बाहर आ जाइए, इसको सुलझाने की बात ही हम शुरू करेंगे. ഞാൻ ആ സ്ലിപ്പും കൊണ്ട് പരസ്യമായിട്ട് എഴുന്നേറ്റ് നിന്നു. मैं उस स्लिप के साथ में खड़ा हुआ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ആരോടും വ്യക്തിപരമായി സംസാരിക്കാൻ എനിക്ക് ഒക്കത്തില്ല. आज किसी से मैं व्यक्तिगत तरीके से बात नहीं कर पाऊंगा. ആരാധന 1 മണിക്കാണ് തീരുന്നത്. എനിക്ക് 3 മണിയാകുമ്പോൾ ഇവിടുന്ന് യൂറോപ്പിന് പോകേണ്ടതാണ്, യാത്രയുണ്ട്, എനിക്ക് ബാഗേജ് പാക്ക് ചെയ്യാനുണ്ട്. 1 बजे हमारी आराधना खत्म होगा, 3 बजे मुझे इधर से यूरोप जाना है, अब मुझे अपना लगेज भी पैक करना है. ഇന്ന് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരോട് സംസാരിച്ചോണം, എന്നോട് സംസാരിക്കരുത്. आज अगर आपको कोई बताना है तो हमारी कमेटी से बात कर लेना, मुझसे बात नहीं करना. ഇത് പറയുകയും ആ സ്ത്രീ പരസ്യമായി എഴുന്നേറ്റു. जैसे मैंने बताया उस बहन सबके सामने खड़ी हो गई. സഭായോഗത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു ടാറ്റാ എന്ന് പറഞ്ഞിട്ടുണ്ട്. इस कलीसिया के मध्य में उन्होंने बताया कि टाटा बोल के चले गए. അവർ പരസ്യമായി ഇറങ്ങിപ്പോയി. सबके सामने देखते ही वो चले गए. അവരുടെ ഭർത്താവും പുറകെ ഇറങ്ങിപ്പോയി. उनके पति भी साथ में चले गए. 3 മണിയായപ്പോൾ ഞാൻ ഇവിടുന്ന് യൂറോപ്പിന് പോയി. 3 बजे लगभग 3 बजे मैं इधर से चला गया. എനിക്ക് ഇവിടുന്ന് ലണ്ടനിലേക്ക് ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ലേറ്റ് ആയി പോയി.
इधर से लंदन जाने वाली फ्लाइट लेट होगी। ലണ്ടനിൽ നിന്നൊരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അതങ്ങ് പോയി. लंदन से मेरा कनेक्टिंग फ्लाइट था, वो चला गया। ഇനി എനിക്ക് പിറ്റേ ദിവസം മാത്രമേ എന്റെ സ്ഥലത്ത് ചെല്ലാനൊക്കത്തുള്ളൂ. अब मेरे जो निश्चित जो गंतव्य तक पहुंचने के लिए अगला दिन ही फ्लाइट है। പക്ഷെ അടുത്ത എയർപോർട്ടിൽ എന്നെ നോക്കി ആൾ വരുമെന്ന് എനിക്കറിയാം. സ്വീഡനിൽ എന്നെ നോക്കി ആൾ വരുമെന്ന് എനിക്കറിയാം. परंतु अगले एयरपोर्ट में, स्वीडन में मुझे ढूंढते हुए अगला व्यक्ति आएंगे मुझे पिकअप करने के लिए। എന്നെ കാണാതെ വരുമ്പോൾ അവർ ആരെ വിളിക്കും? मुझे जब नहीं मिलेगा तो वो लोग किसको कॉल करेंगे? എനിക്ക് നന്നായിട്ട് അറിയാം, വീട്ടിലോട്ടേ വിളിക്കത്തുള്ളൂ, സുനിൽ പാസ്റ്ററോടെ സംസാരിക്കത്തുള്ളൂ, വേറെ ആരോട് സംസാരിക്കാനാണ്. अच्छी तरह से मैं जानता हूं कि वे लोग जो है घर पे कॉल करेंगे, सुनील पास्टर को ही कॉल करेंगे। അതുകൊണ്ട് ലണ്ടനിൽ ഇറങ്ങി ഉടനെ ഞാൻ സുനിൽ പാസ്റ്ററെ വിളിച്ചു. जैसे लंदन पहुंचा मैं सुनील पास्टर से मैं कॉल किया। ഞാൻ പറഞ്ഞു, മോനെ എന്റെ ഫ്ലൈറ്റ് ഡിലേ ആയി പോയി, ഇനി നാളെ മാത്രമേ ഫ്ലൈറ്റ് ഉള്ളൂ. അവർ സ്വീഡൻകാർ വിളിക്കുമ്പോൾ അവരോട് പറയണം ഞാൻ നാളെ വരത്തുള്ളൂ. मैंने उनसे बताया कि बेटा मेरा फ्लाइट लेट हो गया, अब मेरा जो कनेक्टिंग फ्लाइट था वो चला गया, अब अगला फ्लाइट कल ही है, इसलिए स्वीडन वालों को अगर कॉल करेंगे तो वो लोगों को बोल देना कि कल ही पहुंचेंगे। അവൻ ഉടനെ എന്നോട് ചോദിച്ചു, ആന്റി വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. उन्होंने तुरंत पूछा कि आंटी कॉल किया क्या? ഞാൻ പറഞ്ഞില്ല. मैंने बताया कि नहीं। അല്ല, ഡാഡിയോട് സംസാരിക്കണമെന്ന് അവർ പറഞ്ഞു. उन्होंने बताया कि डैडी से बात करना है। ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? मैंने पूछा कि क्या हुआ? അല്ല, ആന്റിക്ക് പാസ്റ്ററോട് അങ്കിൾ ഡാഡിയോട് ഇമ്മീഡിയറ്റ്ലി സംസാരിക്കണം. नहीं, आंटी को डैडी से बात करना है। ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവരെന്നോട് സംസാരിക്കത്തില്ല. मैंने उनसे बताया कि वो मुझसे बात नहीं करेंगे। ഞാൻ പറയാനുള്ള കാരണം സ്വീഡനിലോട്ടാണ് ഞാൻ പോകുന്നത്, അവിടെ ഇംഗ്ലീഷ് പോലും പറഞ്ഞാൽ മനസ്സിലാവില്ല. मैं जहाँ पे जा रहा हूँ उधर स्वीडन में है, उधर इंग्लिश बोलने से भी समझ नहीं पाएंगे। അവിടെ സ്പാനിഷ് ഭാഷയാണ് അധികം സംസാരിക്കുന്നത്. उधर स्पेनिश भाषा ही बोलते हैं। ഇവർക്ക് മലയാളം പറയാൻ അറിയാൻ വയ്യ. ഇവര് അവരെ വിളിച്ച് എന്നെ വിളിപ്പിക്കുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല. वे लोग अगर उधर कॉल करेंगे तो उनको बताएंगे, उनसे मुझे कनेक्ट करेंगे, ये पूरा होने वाला चीज नहीं है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, മോനെ അവൾ എന്നോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. मैं इसलिए मैं बताया कि बेटा वो मुझसे कॉल कनेक्ट कर नहीं पाएगी। അവൻ എന്നോട് പറഞ്ഞു, ഡാഡി അവരോട് ഒരു പ്രയാസവും വെക്കരുത്, ക്ഷമിക്കണം. मैं बेटा मुझसे बताया कि डैडी उनको माफ कर लेना, उनके बाद आपके मन में कड़वाहट नहीं होना पाए। ഞാൻ പറഞ്ഞു, ക്ഷമിക്കുകയല്ലാതെ മാർഗമല്ല. പക്ഷെ അവളെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു. പാസ്റ്റേഴ്സിനെ സഭയും അപമാനിച്ചിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത്. वे मैं क्षमा तो करूंगा, परंतु जो उन्होंने किया सबके सामने मेरी बेइज्जती की है, पास्टर्स की बेइज्जती की है, सबका बेइज्जती की है, परमेश्वर की बेइज्जती की है, इसलिए वो चले गए। ഞാൻ എന്താ സംഭവിച്ചത്? मैं उनसे पूछा, बेटा एक्चुअली बता क्या हुआ है? അവൻ പറഞ്ഞു, ഡാഡി അങ്ങ് സ്വീഡനിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചു പറയാം. डैडी आप स्वीडन चले जाना, उधर मैं बताऊंगा। ഞാൻ പറഞ്ഞു, ഇപ്പൊ പറയടാ. मैं बताया कि बेटा अभी बताना। അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആന്റിക്ക് ഒരു തലവേദനയുണ്ടായി. जाने वाले रास्ते में आंटी को एक सरदर्द हुआ, ഭയങ്കര തലവേദനയായി. बहुत सरदर्द हुआ। എത്തിയപ്പോഴത്തേക്ക് ബോധം മറയുന്നത് പോലെയായി. जैसे पहुंचे उनको बेहोश होने जैसे लगा। ബാംഗ്ലൂരിൽ നിന്ന് ഒരു വണ്ടി എടുത്ത ആളുകളെല്ലാം കൂടെ അവരെ കാണാൻ പോയിട്ടുണ്ട്. बैंगलोर से एक गाड़ी पकड़कर सब लोग देखने गए। അവിടെ ചെന്ന സ്ത്രീയെ കണ്ടു. उधर जाकर के उस स्त्री से मिले। അപ്പൊ അവർ പറഞ്ഞു, പാസ്റ്ററോട് ഒന്ന് ക്ഷമ ചോദിക്കണം, പാസ്റ്ററോട് ഉടനെ സംസാരിക്കണം. पास्टर से मुझे माफी मांगना, तुरंत बात करना। രണ്ടായാലും ഞാൻ സ്വീഡനിൽ ചെന്നു. जैसे ही मैं स्वीडन पहुंचा, അവിടെ ചെന്നിറങ്ങിയപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്ന് കിടപ്പുണ്ട്. जैसे ही उधर स्वीडन में पहुंचा मुझे एक ईमेल आ पहुंचा। സുനിൽ പാസ്റ്റർ അയച്ച ഇമെയിലാ. सुनील पास्टर भेजा हुआ ईमेल, ആന്റി മരിച്ചുപോയി. आंटी मर गए। 2-3 മണിക്കൂർ കൊണ്ട് എന്ത് രോഗം വന്നു, എങ്ങനെ മരിച്ചു? 2-3 घंटे के अंदर क्या हुआ, क्या बीमारी हुआ? മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഷുഗർ എക്സ്ട്രാ ഓർഡിനറി ഹൈ ആയി ഷൂട്ടപ്പ് ചെയ്തു. मेडिकल रिपोर्ट के अनुसार ब्लड शुगर बहुत ज्यादा मात्रा में बढ़ गया, इसलिए शूट अप हो गया। ഇവർക്ക് ഷുഗർ കംപ്ലൈന്റ് ഉണ്ടായിരുന്ന ആളല്ല. इनको शुगर कंप्लेंट नहीं था। പക്ഷെ എങ്ങനെ 3 മണിക്കൂർ കൊണ്ട് ഇത് സംഭവിച്ചു? परंतु मेरा सवाल है कि कैसे 3 घंटे के अंदर एक व्यक्ति का शुगर लेवल इतना बढ़ जाता है? അധികാരികളോടുള്ള മറുതലിപ്പ് ദൈവത്തോടുള്ള മറുതലിപ്പ്. अधिकारों के विरोध में विद्रोह करना, परमेश्वर के विरोध में विद्रोह करना है। ഒരുപാട് ചരിത്രങ്ങൾ എനിക്കുണ്ട്. ऐसे बोलने के लिए बहुत सारा इतिहास मेरे सामने है। ആ സ്ത്രീ മരിച്ചു. वो स्त्री मर चुकी है। 8ാമത്തെ ദിവസം ഞാൻ തിരിച്ചു വന്നു. 8वें दिन में वापस आया। ഞാൻ തിരിച്ചു വന്ന ഉടനെ ആ സ്ത്രീയുടെ വീട്ടിൽ പോകാൻ ഒരുങ്ങി. उस बहन के घर में जैसे पहुंचा, मैं जाने के लिए तैयार हुआ। അപ്പോഴത്തേക്ക് അവരെല്ലാം തിരിച്ചിട്ട് പോയിരുന്നു. तब तक वे लोग सब लोग मिलकर वापस चले गए थे। ഞാൻ ചെല്ലുമ്പോൾ ഭർത്താവ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. जैसे पहुंचा, उनके पति मेडिकल कॉलेज में एडमिट है। അദ്ദേഹത്തിനും ഷുഗർ വളരെ കൂടി. उनको भी शुगर बहुत ज्यादा बढ़ चुका है। 7 വയസ്സുള്ള ഒരു മോളുണ്ട്, അവൾക്കും ഹെവി ഷുഗർ. 7 साल की एक बेटी है, उनको भी बहुत ज्यादा मात्रा में शुगर। അത് ഇപ്പുറത്ത് അഡ്മിറ്റ്. वो बगल में एडमिट हुआ है। 5 വയസ്സുള്ള വേറൊരു മോളുണ്ട്, 5 साल की एक और बेटी है, അവൾക്ക് നിലത്തും താഴെ ഇരിക്കത്തില്ല, അവൾക്ക് എന്തോ ഭയമാണ്. वो नीचे ऊपर बैठ नहीं पा रही है, ഒരു ഭ്രാന്തിയെ പോലെ മാറി. एक पागल जैसे बन चुकी है। ദൈവത്തോടുള്ള അധികാരത്തോടുള്ള മറുതലിപ്പ്, ദൈവത്തോടുള്ള മറുതലിപ്പ്. अधिकारियों के विरोध में विद्रोह करना परमेश्वर के विरोध में विद्रोह करने के समान है। അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പാപം ഞാൻ പറഞ്ഞു, അന്യദൈവ സേവ. ऐसे ही परमेश्वर के विरोध में जो पाप करना, वो पहला जो है अन्य देवताओं की सेवा। അത് ഞാൻ വിശദീകരിച്ചോളാം. उसके बारे में बताऊंगा। 2 ദൈവത്തോടുള്ള മറുതലിപ്പ്. दूसरा दिव्यत्व के विरोध में विद्रोह करना। ദൈവത്തോടുള്ള മറുതലിപ്പിനെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ദൈവവചനത്തോടും മറുതലിപ്പാകാം. परमेश्वर के विरोध में अवज्ञा करना, पिता पुत्र आत्मा और परमेश्वर के वचन के विरोध में अवज्ञा करना है। ദൈവ അധികാരത്തോടുള്ള മറുതലിപ്പാകാം. परमेश्वर के अधिकारियों के विरोध
में विद्रोह करना है। ഇനി ഞാൻ തിരിച്ച് അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. അന്യദൈവ സേവ. अगले भाग की ओर आऊंगा, अन्य देवी देवताओं की सेवा। ആ അന്യദൈവ സേവയെയും പല ഭാഗങ്ങളായി തിരിക്കാം. ऐसे अन्य देवी देवताओं की सेवा जो है अनेक तरीके से हम देख पाएंगे। ഒന്ന്, അന്യദൈവങ്ങളെ വ്യത്യസ്ത പേരുകളിൽ വിളിച്ചാരാധിക്കാം. ऐसे एक जो है अन्य देवी देवताओं को अनेक नामों से पुकारना। ദൈവം ഒന്നേ ഉള്ളൂ. परमेश्वर एक ही है। നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. हमारा परमेश्वर त्रिएक परमेश्वर है। ത്രിയേകം എന്ന് പറഞ്ഞാൽ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് കൂടും. त्रिएक परमेश्वर का मतलब तीन व्यक्तित्व एक साथ मिलना। അവരെ ഒരേ സ്വഭാവമാണ്, वो एक स्वभाव के हैं, ഒരേ തീരുമാനമാണ്, एक ही निर्णय है, ഒറ്റ ആശയമേ ഉള്ളൂ. एक ही इच्छा है, തമ്മിൽ ആശയ വ്യത്യാസമില്ല. एक ही सोच विचार है। ഞാന് ദേഹം, ദേഹി, ആത്മാവ് ഇത് മൂന്നുമുള്ള ഒരു വ്യക്തിത്വമായതുപോലെ मैं शरीर, प्राण, आत्मा एक इंसान के अंदर रहने के समान। പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണ്, ഒറ്റ സ്വഭാവം. पिता, पुत्र, पवित्र आत्मा एक ही समान है, एक ही स्वभाव के, एक ही चरित्र के हैं। ഇതര മതങ്ങളിലേക്ക് വരുമ്പോൾ ദൈവങ്ങൾ തമ്മിൽ കടിപിടി ഉണ്ടാക്കും. अनेक देवी देवताओं के बीच में अगर आप जाएंगे, आपस में लड़ते हैं, അവർ തമ്മിൽ ഒരു സഹകരണവും ഇല്ല. आपस में कोई समझौता नहीं है। ഒന്നിന് വേറൊന്ന് വിരോധിയാ. एक देवी को दूसरे देवी से उनका ताल्लुकात नहीं रहता है। പക്ഷെ സാക്ഷാൽ സ്ത്രീയേക ദൈവം അതല്ല. परंतु सच्चाई में त्रिएक परमेश्वर का दिव्यत्व में यह नहीं है। അടുത്തത് ഞാൻ എം.എ. വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാ. दूसरा जो है एम.ए. वर्गीस नाम का मैं एक व्यक्ति हूँ। എനിക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, രണ്ട് കണ്ണുണ്ട്, പലതുമുണ്ട്. मुझे दो हाथ है, दो पैर है, दो आंख है, ऐसे बहुत सारा चीज है। പക്ഷെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ കോർഡിനേഷനിലാണ് ജോലി ചെയ്യുന്നത്. परंतु ये सारा चीज एक ही कोऑर्डिनेशन में चलता है। എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ मुझे कुछ उठाना है, എന്റെ കൈ അങ്ങോട്ട് നീളും, കാലും അങ്ങോട്ട് തന്നെ പോകും. मेरा हाथ बढ़ेगा, मेरा पैर भी उधर बढ़ेगा, എന്റെ കണ്ണ് അത് തന്നെ നോക്കും. मेरा आंख उसी को ही नजर लगाए रहता है। എന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ഒന്നായി പ്രവർത്തിക്കും. मेरे शरीर के सारे अवयव जो है सारे एक ही कोऑर्डिनेशन में काम करता है। ഇതുപോലെയാണ് ത്രിയേകനായ ദൈവം. ऐसे ही त्रिएक परमेश्वर। ദൈവത്തെ അന്യ ദൈവങ്ങൾക്ക് പല പേരുകളാണ്, मूर्ति अन्य पराय देवताओं को अनेक नाम है, പല സ്വഭാവങ്ങളാണ്, अनेक स्वभाव है, പല ആശയങ്ങളാണ്. अनेक आशय है। അതുകൊണ്ട് അത് ദൈവമല്ല എന്ന് മനസ്സിലാവും. इसलिए आप समझ पाएंगे कि ये सब सच्चा खुदावन परमेश्वर नहीं है। അന്യദൈവ സേവയെ പല തട്ടുകളായി തിരിക്കുന്നതിൽ ഒന്ന് പല പേരുകളിൽ വിളിച്ചാരാധിക്കുന്നത്. पराय देवताओं की उपासना करना अनेक श्रेणियों में हम देख पाएंगे। पहला है उसके नाम पुकार कर उसको आराधना करना। രണ്ട്, വിഗ്രഹാരാധന അന്യദൈവ സേവയുടെ ഭാഗമാണ്. दूसरा मूर्ति पूजा जो है, विग्रह आराधना जो है, उसी देवी देवताओं की उपासना है। ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. परमेश्वर की रूप बनाना परमेश्वर ने अनुमति नहीं दी। ബൈബിൾ പറഞ്ഞു, മീതെ ആകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. इस बाइबल हमें सिखाती है कि ऊपर आकाश में, धरती पर या धरती के नीचे समुद्र में किसी का रूप नहीं बनाना, അതിന്റെ മുമ്പിൽ വണങ്ങരുത്. उसके सामने दंडवत नहीं करना। എന്തുകൊണ്ടാണ്? ഒരുപാട് ആശയങ്ങളുണ്ട്, ഞാൻ ഒന്ന് രണ്ട് ആശയങ്ങൾ പറയാം. किस लिए ऐसा नहीं करना, एक दो चिंतन बताऊंगा। ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു ഭൂമിയിലില്ല. परमेश्वर की रूप बनाने के लिए लायक ऐसे वस्तु इस धरती पर नहीं है। ഞാനൊരു ഉദാഹരണം കൊണ്ട് അത് പറയാം. मैं एक उदाहरण से आपको समझाऊंगा। ഞാൻ ഒരിക്കൽ കോളാറിലുള്ള ഒരു സഹോദരൻ എൻ്റെ ഒരു ചിത്രം, എൻ്റെ ഒരു പടം വരച്ചു. कोलार में एक भाई जो है मेरा एक रूप जो है अपने एक चित्र बनाए। എവിടെയാ പടം വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്കത് കണ്ടിട്ട് ഒരു വിരോധവും തോന്നിയില്ല. मुझे वो देखने में कोई विरोध तो नहीं था। പക്ഷേ കഴിഞ്ഞ ദിവസം വേറൊരു സഹോദരൻ രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നു. पिछले दिनों में राजस्थान से एक भाई इधर आए। അദ്ദേഹം ഒരു തടിയേല് എൻ്റെ തന്നെ പടം വരച്ചു തന്നിട്ടുണ്ട്. उन्होंने एक लकड़ी में मेरा चित्र काट के दिए। പക്ഷെ അത് കണ്ടാൽ അങ്ങനെ എന്നെ പോലെ അല്ല ഇരിക്കുന്നത്. पर दिखने में मेरे समान तो नहीं है। എനിക്ക് പേപ്പറിൽ വരച്ച പടത്തിന്റെ അത്രയും ഇത് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇത് കണ്ടാൽ ഒരല്പം വ്യത്യാസം. पेपर में जैसे बनाया था उतना मुझे पसंद नहीं आया, क्योंकि दिखने में इस जो खुदाई किया जो लकड़ी से बना हुआ जो मूर्ति है वो उतना दिखने में समान नहीं है। മനുഷ്യന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. मनुष्यों की रूप बनाने वाले बहुत सारे लोग हैं। നിങ്ങൾ ഇതേ മെയിൻ റോഡിലൂടെ പോകാമെങ്കിൽ ഒരു 150 മീറ്റർ കഴിയുമ്പോൾ അവിടെ കുറച്ച് മനുഷ്യരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. इसी सर्विस रोड से अगर आप जाएंगे तो उधर हम मनुष्यों की रूप बनाए हुए आप देख पाएंगे। ഞാൻ എവിടെയെങ്കിലും പോയി വരുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ ഒരു രൂപം ഒരു മാർബിൾ കല്ലിൽ ഉണ്ടാക്കി വെച്ചാൽ, अगर आप में से कोई मेरा जो रूप जो है इन मार्बल पत्थर में अगर आप बना के रखेंगे, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, अगर आप सुंदर तरीके से मेरे ही चित्र में रूप में बनाए हैं, എനിക്കത് ഇഷ്ടമായിരിക്കും. तो मुझे बहुत पसंद आएगा। പക്ഷെ നിങ്ങൾ മാർബിൾ കല്ല് കൊണ്ട് ഉണ്ടാക്കുന്നതിന് പകരം परंतु अगर आप मेरी जो मूर्ति इस मार्बल पत्थर में बनाए की बजाय കച്ചി കൊണ്ടുണ്ടാക്കിച്ച് എൻ്റെ സഫാരി ഷർട്ട് എടുത്ത് ഇടിച്ചാലോ? अगर भूसा से बनाया हुआ एक रूप बनाकर मेरे ही इस कपड़ा को पहनाए तो ഞാൻ പറഞ്ഞു, മോനെ അതെനിക്ക് വേണ്ടടാ. मैं बताऊंगा बेटा
वो मुझे पसंद नहीं आया। അത് എന്നെ മാനിക്കാനല്ല, എന്നെ കളിയാക്കാനാണ്. वो मुझे सम्मान करने के लिए नहीं, परंतु मेरा बेइज्जती करने के ഈ लिए। കച്ചുകൊണ്ടുണ്ടാക്കുന്ന സാധനത്തെ എഫ്ഇജി എന്നാ വിളിക്കുന്നത്. ये जो हाथ से बनाते हैं उसको कहते हैं एफिजी। അത് മാനിക്കാൻ വേണ്ടിയല്ല, കളിയാക്കാൻ വേണ്ടിയാണ്. वो सम्मान करने के लिए नहीं, परंतु उसका टट्टा मजाक उड़ाने के लिए। ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു ഭൂമിയിലില്ല. परमेश्वर की रूप खोदने के लिए इस धरती पर एक वस्तु इस धरती पर नहीं है। ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം ക്ഷയം, വാട്ടം, മാലിന്യം ഇവ ഇല്ലാത്തവനാണ്. परमेश्वर जो है, इस बाइबल में लिखा है कि परमेश्वर अविनाशी और झुर्रियों के बिना है। പക്ഷെ ഭൂമിയിലുള്ള സകലതും നശിച്ചു പോകുന്നതും ദ്രവത്വമുള്ളതും ക്ലാവ് പിടിക്കുന്നതുമാണ്. परंतु संसार की सारी चीज जो है नाश होने वाले विनाशी है और वो नाश हो जाएगा। അതുകൊണ്ട് ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു ഭൂമിയിലില്ല. परंतु परमेश्वर की रूप बनाने वाले योग्य एक वस्तु इस धरती पर नहीं है। അത് ദൈവത്തെ മാനിക്കാനല്ല, ദൈവത്തെ അപമാനിക്കാനാണ്. वो परमेश्वर को सम्मान करने के लिए नहीं, परंतु उनके अपमान करने के लिए। അതുകൊണ്ട് ഉണ്ടാക്കുന്നത് സാത്താന്റെ രൂപങ്ങളാണ്. उनसे बनाने वाली जो रूप है वो शैतानिक रूप है। ആകയാൽ ബൈബിൾ തീർത്തു പറഞ്ഞു, ഒരു വിഗ്രഹം ഉണ്ടാക്കിയതിന് മുമ്പിൽ നമസ്കരിക്കരുത്. इसलिए बाइबल साफ तौर से कह रहा है कि किसी मूर्ति ना खोदना और उसे दंडवत नहीं करना। അങ്ങനെയാണെങ്കിൽ അന്യദൈവസഭയുടെ ഒന്നാമത്തെ ഭാഗം പല പേരുകളിൽ വിളിച്ചാരാധിക്കുക. उसके पराय देवताओं की उपासना करने में पहला जो शब्द बिंदु है वो उनके नामों को पुकार करके उनकी उपासना करना। നമ്മുടെ മേൽ ശാപം വരുവാനുള്ള കാരണങ്ങൾ ഞാൻ തൊടുക. हमारे ऊपर श्राप आने की कारणों को मैं बता रहा हूँ। ഒന്ന്, ദൈവത്തോടുള്ള മറുതലിപ്പ്. एक, परमेश्वर के विरोध में विद्रोह करना। രണ്ട്, അന്യദൈവങ്ങളെ സേവിക്കുന്നത്. दूसरा, पराय देवताओं की उपासना करना। അന്യദൈവ സേവയെ ഇനിയും ഭാഗങ്ങളായി തിരിക്കാം. इसको और विविध तरीके से हम समझ पाएंगे। മൂന്ന്, ഭാവി അറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലതും. तीसरा जो है भविष्य जानने के लिए उपयोग करने वाले अनेक तरीके। നമ്മൾ അകത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണാം നമ്മിൽ പലർക്കും ഒക്കെ ഉണ്ട് ഈ പ്രശ്നമെന്ന്. हम लोग अगर गहराई से समझेंगे, हम में से बहुत सारे लोग भी ये किए होंगे। ഭാവി അറിയാൻ കൈ നോക്കുക, भविष्य जानने के लिए हाथ देखना, തന്റെ ഹോറോസ്കോപ്പ് നോക്കുക. हॉरोस्कोप, ഇതുപോലുള്ള പല മെത്തേഡുകളുണ്ട് നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ज्योतिषों के पास जाना, ऐसे हमारी भविष्य में क्या होगा, कैसे होगा, जानने के लिए विभिन्न लोगों के पास ഇത് जाना। മുഴുവനും അന്യദൈവ സേവയുടെ ഭാഗമാണ്. ये सब जो है, ये सब अन्य पराय देवताओं की उपासना करने के तुल्य है। അടുത്തത്, സ്പർശനത്താൽ ശരീരത്തിൽ തൊട്ടിരുന്നാൽ അനുഗ്രഹം കിട്ടും അല്ലെങ്കിൽ നന്മ കിട്ടും എന്ന് കരുതുന്ന പലതും. चौथा जो है, शरीर में स्पर्श करके रखने वाली, उससे भलाई होने के लिए स्पर्श योग्य कुछ चीजों को लगा के रखना। ഞാൻ പറഞ്ഞോട്ടെ, ആർക്കും പിണക്ക് തോന്നരുതേ. मुझसे नाराज नहीं होना। ചിലർക്ക് ചില ലക്കി നമ്പറുകളുണ്ട്. कुछ लोगों को कुछ लकी नंबर्स है। അവരുടെ ബെൽറ്റിലെ ലക്കി നമ്പർ എഴുതിയിരിക്കും. അത് ലക്കിന് വേണ്ടി അവർ കെട്ടിയിരിക്കും. उनके बेल्ट में लकी नंबर का खुदाई किया हुआ होगा। ചിലരുടെ വീടുകളിൽ ലക്കി നമ്പേഴ്സ് എഴുതി വെക്കും. और कुछ लोगों के घर में लकी नंबर्स रहेगा। ചിലര് വന്നു തൊട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞ് മണി പ്ലാന്റുകൾ വീടിനകത്ത് നട്ടുവെക്കും. कुछ लोगों को घर में भलाई होने के लिए मनी प्लांट्स लगाते हैं। ചില വീടുകളിൽ ചൈനീസ് ഫിഷസിനെ കൊണ്ടിടും. कुछ घरों में चाइनीज फिशेस को लाके रखते हैं। ഇതെല്ലാം ഭാവിക്ക് നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ये सारे चीज जो है भविष्य की भलाई के लिए करते हैं। ഇതെല്ലാം അന്യദൈവ സേവയുടെ ഭാഗങ്ങൾ. ये सब पराय देवताओं की उपासना करने के तुल्य है। വിവാഹ സമയത്ത് ഉപയോഗിക്കുന്ന കെട്ടുമിന്ന്, शादी के दौरान लगाने वाली ताली, കയ്യേലും കാലേലും കെട്ടിവെക്കുന്ന ചരടുകൾ, हाथ और पैरों में जो बांधने वाली धागा, ഇതെല്ലാം അന്യദൈവ സേവയുടെ ഭാഗങ്ങളാണ്. ये सब पराय देवताओं की उपासना करने की तुल्य है। അടുത്തത്, ശക്തിദായക വിഭാഗങ്ങൾ. ഇത് കിട്ടിയാൽ ശക്തി കിട്ടും എന്ന് കരുതുന്നത്. दूसरा जो है शक्ति देने वाले बहुत सारी चीजें। ചില ചെടികളിൽ ശക്തിയുണ്ട് എന്ന് ആളുകൾ കരുതുന്നു. कुछ लोग मानते हैं कि कुछ पौधों में सामर्थ्य है। ഞാൻ ഓരോന്നിന്റെ പേര് പറയുന്നില്ല, പക്ഷേ അതെല്ലാം അന്യദൈവ സേവയുടെ ഭാഗങ്ങളാണ്. मैं सबका नाम नहीं बताऊंगा, परंतु ये सब पराय देवताओं की उपासना करने के तुल्य है। ഞാൻ ഒരു കൊച്ചു ഉദാഹരണം പറയാം. मैं एक छोटा सा उदाहरण बताऊंगा। കേരളത്തില് ഈ മന്ത്രവാദങ്ങൾ, ഇതുപോലുള്ള തന്ത്രവിദ്യകൾ, ശാസ്ത്രം ഇതെല്ലാം പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, അത് ചെയ്യുന്ന ആളുകളുണ്ട്. केरल में तंत्र मंत्र सिखाने वाले, शास्त्र के बारे में सिखाने वाले ऐसे बहुत सारे लोग केरल में हैं। എല്ലായിടത്തും കൊണ്ട് ഇവിടെയുണ്ട്. हर जगह पर इधर भी है। എനിക്കിവിടെ ഉള്ളവരുടെ ഒന്നും പേരുകൾ അറിയത്തില്ല. मैं इधर के लोगों के नाम नहीं जानता हूँ। പക്ഷെ കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, ഒരു കാസ്റ്റ് അതിനുവേണ്ടി തന്നെയുണ്ട്. केरल में ऐसे बोलने वाले एक विशेष जाति है। ആ ജാതികളിൽ നിന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനിയായി. ऐसे जात में से एक व्यक्ति उद्धार प्राप्त करके मसीह बन गए। പക്ഷെ അദ്ദേഹത്തിന് പഴയ കണക്കുകളെല്ലാം അറിയാം. परंतु उस व्यक्ति को पुराने हिसाब पूरा जानता है। അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനിയായി. उस व्यक्ति उद्धार प्राप्त करके मसीह बन गया। അദ്ദേഹം ഒരു പാസ്റ്ററായി. वो एक पास्टर बन गए। എനിക്കൊന്ന് കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്. परंतु मैं पिछले साल वो गुजर गए, उनके बेटे अभी भी हैं। എന്റെ മൂത്ത മോൻ സുനിൽ പാസ്റ്ററുടെ ഒരു കുഞ്ഞായി അവൻ ജനിച്ചു എന്ന് എനിക്ക് അറിവ് കിട്ടി. मेरा बेटा
मैंने पहला बेटा सुनील पास्टर जब जन्म लिया मुझे मैसेज मिला और मैं चला गया. ഞാൻ അന്ന് ഡൽഹിയിലാണ്. मैं उस समय दिल्ली में था. എനിക്ക് അവധിയൊന്നും എടുക്കാതെ പോകാനൊക്കത്തില്ല, മിലിറ്ററിയിലാണ്, അവധി കിട്ടണം. मैं मिलिट्री में हूँ और छुट्टी लेना पड़ता है. അവധി കിട്ടി നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് 3 മാസം കഴിഞ്ഞു. छुट्टी जब मिला तो तब तक 3 महीना हो चुका था. ഞാൻ കേരളത്തിൽ എൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി. केरल में मेरे रेलवे स्टेशन में पहुंचा. ചെന്നിറങ്ങിയപ്പോൾ ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വന്ന ഈ മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. केरल में जैसे मैं पहुंचा तो इस स्टेशन में ये भाई जो है हिंदू मसीह गैर मसीह परिवार से जो आया था वो भाई और खड़े हैं. അദ്ദേഹത്തിന് എന്നോട് വലിയ ബഹുമാനമാണ്. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ വന്നത്? उन्होंने मुझे देखकर बहुत आदर के साथ बताया कि भैया आप क्यों आए. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ കാണാൻ വരിക. मैंने बताया कि मुझे एक बेटा हुआ, उस बेटे को देखने के लिए आ रहा हूँ. അദ്ദേഹം പറഞ്ഞു, ഞാനും അറിഞ്ഞു കുഞ്ഞുണ്ടായി, ഞാനും കൂടെ വരിക, നമുക്ക് ഒന്നിച്ച് പോയി കുഞ്ഞിനെ കാണാം. उन्होंने बताया कि मुझे भी सुनने में आया कि आपका बेटा हुआ है, मैं भी आऊंगा आपके साथ देखने के അങ്ങനെ लिए. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുഞ്ഞിനെ കണ്ടു. ऐसे ही हम दोनों मिलकर बेटे को देखने के लिए चले गए. എൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് അവര്. मेरी पत्नी के घर में है. ഞാൻ ചെന്നുടനെ എൻ്റെ വൈഫ് കുഞ്ഞിനെ എടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നു. मैं जैसे पहुंचा मेरी पत्नी ने उस बेटे को मेरे हाथ में दे दिए. എൻ്റെ കുഞ്ഞല്ലേ 3 മാസം പ്രായമുണ്ട്, നല്ല ഓമന കുഞ്ഞായി. ഞാൻ നോക്കിയപ്പം मेरे बेटा है 3 महीने होते ही मुझे बहुत सुंदर लगा. ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തു. मैंने एक चुमा दिया. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. कुछ देर के बाद मैं उस बेटे को अपने माँ के हाथ में दे दिया. ഈ മനുഷ്യൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ये जो भाई मुझसे एक सवाल पूछे, ध्यान से सुनिएगा. അച്ഛാ, ഈ കുഞ്ഞിന്റെ ആരയ്ക്ക് ഒരു കറുത്ത ചരടച്ചായം കിട്ടിയിട്ടുണ്ടല്ലോ? भैया इस बेटे की कमर में एक काला धागा क्यों बांधा है आपने? ഞാൻ കണ്ടുമില്ല, ഞാൻ ആദ്യം കുഞ്ഞിനെ കാണുക. मैंने पहली बार देख रहा हूँ, वो देखा ही नहीं. എനിക്കറിയത്തില്ല. मुझे नहीं मालूम पूरा. അദ്ദേഹം ചോദിച്ചു, അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? भैया मैं आपसे एक सवाल पूछूं. നിങ്ങൾക്ക് കുടുംബത്തിൽ സ്വന്തം ദൈവങ്ങളുണ്ടോ? കുടുംബവക ദേവന്മാരും വല്ലതും ഉണ്ടോ? आपको कोई कुल देवता है क्या? നീ എന്തോ വർത്താനം ചോദിക്കുന്നത്? എനിക്കില്ല, നിനക്ക് അറിഞ്ഞൂടെ? क्या बात कर रहे हो? आप जानते हैं कि हमारे परिवार में कोई कुल देवता नहीं? ഇല്ല, പിന്നെ ഈ കുഞ്ഞിന് എന്തിനാ കറുത്ത ചരട് കെട്ടിയെന്ന് എനിക്ക് അറിയണ്ടേ? अगर आपको कुल देवता नहीं है तो क्यों काला धागा बांधे आपने उसका मतलब? ബ്രദറെ, എനിക്ക് അറിയാൻ വയ്യാന്ന് പറഞ്ഞല്ലോ. मेरा भाई मैं जानता नहीं हूँ मुझे किस लिए बांधा അപ്പൊ है. ഇങ്ങനെ പറഞ്ഞ അറിയാൻ വയ്യെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനാണ് ഇതിന്റെ കെട്ടിക്കുന്ന ആള്. अगर आप नहीं जानते मुझसे पूछ लेना, मैं ही इसको मैं ही करता हूँ. കാരണം ആ ജാതിയിൽപ്പെട്ടതാ ഞാൻ. क्योंकि मैं उस जात का हूँ. സ്വന്തം വീടുകളിൽ കുലദൈവങ്ങൾ ഉണ്ടെങ്കിൽ अगर मेरे घर में कुल देवता है, ആ കുലദൈവത്തിന്റെ മുമ്പിൽ കുഞ്ഞിനെ അടിയറ വെക്കാനാണ് കറുത്ത ചരട് കെട്ടുന്നത്. कुल देवताओं के सामने बच्चे को समर्पण करने के लिए काला धागा बांधते हैं. ബ്രദറെ, എനിക്കറിയാൻ വയ്യ. मैंने बताया भैया मैं नहीं जानता. അദ്ദേഹം പറഞ്ഞു, കുലദൈവങ്ങൾ ഇല്ലെങ്കിൽ आप उन्होंने मुझसे पूछा कि कुल देवता अगर नहीं है, അച്ഛൻ കെട്ടേണ്ടത് ചുമന്ന ചരടാ. अगर आपको नहीं है तो आपको बांधना है लाल धागा. അത് ദുഷ്ടദൈവങ്ങളോട് എൻ്റെ കുഞ്ഞിനെ ഒന്നും ഉപദ്രവിക്കല്ലേ, ചോര കുടിക്കല്ലേ എന്ന് പറയാൻ വേണ്ടിയാ. दुष्ट देवताओं के सामने मेरे बेटे को तंग मत करना, वो मेरा बेटे की खून नहीं पीना, ये बताने के लिए एक लाल धागा बांधते हैं. ഇത് രണ്ടും അല്ലെങ്കിൽ മഞ്ഞയുള്ള നിറമാണ് കെട്ടേണ്ടത്. अगर ये दोनों नहीं है तो आपको पीला धागा बांधना है. മഞ്ഞ നിറത്തിന്റെ പ്രത്യേകത, ये पीला धागा की विशेषता क्या है? അത് സ്നേഹം കൊണ്ടുവരുന്ന ഒരു ദേവതയുണ്ട്, ആ പുള്ളിക്ക് അടിയറ വെക്കുക. वो प्रेम लेके आने वाला एक देवता है, उसके अधीन करना है. കുഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് കീഴടങ്ങിയൊക്കെ പോകണമെന്ന്. वो बेटा मुझे मेरे अनुशासन में मुझे पालन करते हुए जीना है, उसको सिखाने के लिए उस देवता के अधीन करते हैं. അച്ചായം കെട്ടിയിരിക്കുന്നത് കറുത്ത ചരടാണത്, തെറ്റാ. आपने जो बांधे हैं वो काला धागा है, वो गलत है. എനിക്ക് അന്ന് മനസ്സിലായത് ഇതിനൊക്കെ അർത്ഥമുണ്ട്. तो उस दिन मुझे पता हुआ कि इस सारी चीजों का एक अर्थ है. അർത്ഥമില്ലാത്തതൊന്നും ആരും ചെയ്യത്തില്ല. मतलब के बिना कोई कुछ नहीं करते हैं. നമ്മൾ അർത്ഥം അറിയുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. हम जानते नहीं है, वो दूसरी बात है. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മൂർച്ചയുള്ള കത്രികയോ ബ്ലേഡോ പിച്ചാത്തിയോ കിട്ടുന്ന ആദ്യം കൊണ്ടുവരാൻ പറഞ്ഞു. मैंने पत्नी से बताया कि तुरंत एक सीजर, एक चाकू या कोई ब्लेड है तो लेके आ जाना. എന്തോ കിട്ടി, ഞങ്ങൾ മുറിച്ചു കളഞ്ഞു. कुछ मिला, मैं काट दिया. പിന്നെ എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഒരു ചരടും കെട്ടിയിട്ടില്ല. उसके बाद मेरे परिवार में किसी की कमर हम बांधे नहीं है. ഇപ്പൊ എനിക്ക് മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ 6 പേരുണ്ട്. अब बेटे और पोते सब मिला के लगभग 6 लोग हैं. നല്ല ആരോഗ്യം എല്ലാവർക്കും. सबको अच्छे स्वास्थ्य है. ഞങ്ങൾ ആർക്കും ഒരു ചരടും കെട്ടിയിട്ടില്ല. किसी को हम लोग धागा नहीं बांधे. ഈ കെട്ടുന്നത് സ്പർശനത്താൽ നന്മ കിട്ടും എന്ന് കരുതി ചെയ്തതാ. ये बांधने का कारण क्या है? स्पर्श से आपको आशीष मिलता है. നിങ്ങൾക്ക് മനസ്സിലായോ? आपको समझ में आया? ഇത് അന്യദൈവ സേവയുടെ ഭാഗം. ये अन्य पराय देवताओं की उपासना करने के समान. ശാപം വന്നു കയറുന്ന വഴികളാണ് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. मैं जो बोल रहा हूँ, सिखा रहा हूँ, श्राप आने की जरिया बता रहा हूँ. എവിടെയെങ്കിലും ശാപം പൊട്ടിയെങ്കിൽ ജനം അത് അനുസരിച്ചത് കൊണ്ടാ പൊട്ടിയത്. अगर कहीं श्राप टूटा है तो लोग उसको पालन करने के कारण ही वो श्राप टूटा है. ഞാൻ ഇവിടെ കൊണ്ട് ആ ഭാഗം വിടുകയാണ്. इधर से वो भाग को हटाओ, बंद करूंगा. അങ്ങനെ ആ
ശാപം കൊണ്ടുവരുന്ന മാർഗങ്ങൾ. ऐसे ही श्राप आने वाली तरीका, ഒന്ന്, ദൈവത്തോടുള്ള മറുതലിപ്പ്. एक परमेश्वर के विरोध में विद्रोह करना, രണ്ട്, അന്യദൈവങ്ങളെ സേവിക്കുന്നത്. दूसरा पराय देवताओं की उपासना करना, മൂന്ന്, മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക. दूसरा तीसरा माता पिता के सम्मान आदर ना करना. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നത് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. माता पिता की आदर सम्मान करना परमेश्वर की वचन की आज्ञा है. പക്ഷെ ഒന്നാം സ്ഥാനം ദൈവത്തിനാണ്. परंतु पहले स्थान जो है परमेश्वर को ही रहेगा. ഒരപ്പനോ അമ്മയോ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നെങ്കിൽ അനുസരിക്കാൻ പാടില്ല. एक माता पिता अगर परमेश्वर के विरोध में बात कर रहे हैं तो उनकी आज्ञा पालन नहीं करना. ബൈബിൾ വ്യവസ്ഥയ്ക്ക് വിരോധമായി പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല. अगर उनकी बोली जो है परमेश्वर की वचन के विरोध में है तो वो आज्ञाओं को पालन नहीं करना. പക്ഷെ അവരെ ബഹുമാനിക്കുന്നത് ദൈവവചനത്തിന്റെ തത്വമാണ്. परंतु उनकी आदर सम्मान करना परमेश्वर की वचन की आज्ञा है. അടുത്തത്, സാധുക്കളെ പീഡിപ്പിക്കുന്നത് ശാപകാരണമാണ്. दूसरा है, चौथा है गरीबों की सताना. അത് വിശദീകരിക്കേണ്ടതുണ്ട്. उसको थोड़ा गहरे रूप से समझना है. എന്നേക്കാൾ താണ ഒരാളിനെ, എന്നേക്കാൾ സാമ്പത്തികം കുറഞ്ഞ ഒരാളിനെ, എന്നേക്കാൾ പൊസിഷൻ ഇല്ലാത്ത ഒരാളിനെ ഞാൻ മാനിച്ചേ പറ്റൂ. ഞാൻ അവരെ പീഡിപ്പിക്കാൻ പാടില്ല. मुझसे कम स्थान, मुझसे कम नजरिए से देखने वाले, कम जात के होंगे, कम स्थान के होंगे या स्तर के होंगे, उनको पीड़ा सताना नहीं है. ബൈബിൾ പറഞ്ഞു, നിന്റെ ഒരു സ്നേഹിതൻ കുറച്ച് പൈസ കടം നിന്നോട് ചോദിച്ചാൽ, बाइबल क्या हमें सिखा रहा है कि अगर आपके एक मित्र आपसे कर्ज में कुछ पैसा मांग रहे हैं, അദ്ദേഹം എന്തെങ്കിലും പണയം തന്നിട്ടാണ് വാങ്ങുന്നതെങ്കിൽ, अगर आपके हाथ में कुछ देकर अगर वो कर्ज ले रहे हैं, അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവന്റെ പുതപ്പ് തന്നേച്ചാണ് നിന്റെ 10 രൂപ കടം വാങ്ങുന്നതെങ്കിൽ, अगर उनके हाथ में कुछ नहीं है इसलिए उनका बिछौना या उनका कंबल देखकर आपके हाथ से पैसा ले रहे हैं, വൈകുന്നേരകം അവന്റെ പുതപ്പ് തിരിച്ചു കൊടുക്കണം. शाम के अंदर वो कंबल उसको वापस करना है. രാത്രിയിൽ അവന് തണുത്താൽ ദൈവം നിന്നെ ശിക്ഷിക്കും. रात के समय पर उसको अगर ठंड लगेगा तो प्रभु का दंड आपके ऊपर आएगा. സാധുക്കളെ പീഡിപ്പിക്കുന്നത് ശാപകാരണമാണ്. गरीबों को सताना शाप योग्य है. അടുത്തത് ആന്റി സെമിറ്റിസം, അബ്രഹാമിന്റെ സന്തതിയോടുള്ള വൈരാഗ്യം ശാപകാരണമാണ്. अगला जो है एंटीसेमिटिज्म या अब्राहम के संतानों को, इजरायलियों को, यहूदियों के विरोध में बात करना, काम करना शाप के लक्षण. 1940 ആകുമ്പോൾ യൂറോപ്പിനെ, ലണ്ടനെ കുറിച്ച്, ബ്രിട്ടനെ കുറിച്ച് പറയുന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ്. लगभग 1940वीं सदी में ब्रिटेन के बारे में कहा गया ना अस्त होने वाले सूरज के समान है. നിങ്ങളെല്ലാം കേട്ട് കാണും. आप लोग सुने होंगे. ഭൂമിയിൽ ഒരിടത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ വേറൊരിടത്ത് അസ്തമിക്കും, മൂന്നാമതൊരിടത്ത് നട്ടുച്ചയാണ്. एक जगह पर जब सूर्य उदय होगा दूसरी जगह पर सूर्यास्त रहता है. ഇവരുടെ സാമ്രാജ്യം ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. इनके उस शब्द का मतलब यह है कि इनका साम्राज्य हर जगह पर फैला हुआ है. ഒരിടത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ വേറൊരിടത്ത് സൂര്യൻ ഉദിച്ചു വരിക. एक जगह पर सूर्य अस्त होता है, दूसरे पर सूर्य उदय होता है. അതുകൊണ്ട് ബ്രിട്ടനെ കുറിച്ച് പറഞ്ഞു സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ്. इसलिए ब्रिटेन के बारे में कहा कि सूर्य अस्त ना होने वाला एक साम्राज्य है. 1940-ലും 42-ലും അത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായിരുന്നു. 1940 में 42 में जो है वो सूर्य अस्त ना होने वाला एक जगह था. പക്ഷേ 1947-ൽ അവരൊരു തീരുമാനമെടുത്തു. लगभग 47 के आसपास उन्होंने एक निर्णय लिए. ഇസ്രായേലിനെ രണ്ടായി വിഭജിച്ച പകുതി തുർക്കികൾക്ക് കൊടുക്കുക, പകുതി ഇസ്രായേലിന് കൊടുക്കുക. इस्राएल को आपस में बांट कर कुछ तुर्की को देना है, कुछ और को देना है. അബ്രഹാമിനെ തുർക്കികളെ പോലെ കണ്ടു. अब्राहम को तुर्कियों के समान देखे. ലണ്ടൻ പൊട്ടാൻ തുടങ്ങി. लंदन टूटने लगा. ഇന്ന് ബ്രിട്ടൻ നിങ്ങൾക്ക് കാർ ഓടിച്ച് തീർക്കാവുന്ന ദൂരമേ ഉള്ളൂ, ചെറിയ വട്ടമേ ഉള്ളൂ. आज ब्रिटेन जो है एक कार में ही यात्रा करते हुए उसको पूरा खत्म कर सकते हैं. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് അറിയപ്പെട്ടിരുന്ന ബ്രിട്ടൻ ഇന്ന് ചെറിയ വട്ടത്തിലുള്ള, सूर्य अस्त ना होने वाला एक साम्राज्य के जैसे था, परंतु आज जो है बस थोड़ी ही दूर की मात्रा में छोटा शहर बन चुका है. എന്നാ പറ്റി? क्या हुआ है? അബ്രഹാമിന്റെ സന്തതിയോടുള്ള വൈരാഗ്യമാണ്. अब्राहम की संतति के विरोध में एक विद्रोह करना. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. परमेश्वर ने अब्राहम से कहा कि यदि कोई तुझे श्राप देंगे तो मैं उनको श्रापित करूंगा. അമേരിക്കൻ ഗവൺമെന്റ് ഇസ്രായേലിന് വേണ്ടി ധാരാളം പണം മുടക്കുന്നുണ്ട്. अमेरिकन गवर्नमेंट इजराइल के लिए बहुत धन राशि देते हैं. അവരുടെ കോൺഗ്രസിൽ പല പ്രാവശ്യം പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ചെയ്യരുത്. उनके कांग्रेस में उन्होंने बहुत बार कहा कि हम ऐसा नहीं करना. അന്നെല്ലാം ഒരു കോൺഗ്രസ്സുകാരൻ ആരെങ്കിലും ഒരാൾ ഒരു വാക്യം പൊക്കി കാണിക്കും, ഇസ്രായേലിനെ തൊടല്ലേ. उस समय पर पूरा उस कांग्रेसमैन से कोई एक वचन उठा के बताएंगे कि इजराइल को छूना मत. ആന്റി സെമിറ്റിസം അബ്രഹാമിന്റെ സന്തതിയോടുള്ള വൈരാഗ്യം ശാപം കൊണ്ടുവരും. एंटीसेमिटिज्म जो है अब्राहम की संतति के विरोध में विद्रोह करना वो श्राप का कारण होगा. കേവലം ഇസ്രായേൽ മാത്രമല്ല, केवल इजराइल अकेला नहीं. സത്യമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച എല്ലാ ദൈവമക്കളും അബ്രഹാമിന്റെ ആത്മീയ സന്തതിയാണ്. मैं पवित्र आत्मा को प्राप्त किए हुए हर एक व्यक्ति वास्तविक रूप से अब्राहम की संतति के हिसाब से गिना जाता है. അവരെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, അവരെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. उनको जो श्रापित देते हैं वे लोग श्रापित होंगे, वो जो आशीष देते हैं वे सब लोग आशीषित रहेंगे. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയാം. मेरे अनुभव से मैं एक बात बताऊंगा. ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്നാനപ്പെട്ടത്. मैं जब 7वीं कक्षा में पढ़ रहा था तब मैं बपतिस्मा लिया. എൻ്റെ ഗ്രാമത്തിൽ നിന്ന് സ്നാനപ്പെട്ട ഒന്നാമത്തെ ആൾ ഞാനാണ്. और मेरे गांव से
बपतिस्मा लिया हुआ पहला इंसान मैं हूँ। എൻ്റെ സ്കൂളിൽ നിന്നും നാച്ചുറലി ഞാനാ. मेरे स्कूल से स्वाभाविक रूप से मैं ही हूँ। അന്ന് എന്നെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു, എൻ്റെ പഠിത്തം കഴിഞ്ഞു. जैसे ही मैंने 7वीं कक्षा में पढ़ रहा था, बपतिस्मा लिया, मैंने स्कूल से निकाल दिए। ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഗവൺമെന്റിന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. मेरे गांव से एक इंसान ने गवर्नमेंट को कंप्लेंट दिया। ഒരുത്തനെ സ്നാനപ്പെട്ട കാരണത്താൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നു. एक व्यक्ति को बपतिस्मा लेने के कारण स्कूल से पढ़ाई बंद करा दिए। കേരള ഗവൺമെന്റ് ദൈവത്തിന്റെ കരുണ കൊണ്ട് ഇടപെട്ടു. केरला गवर्नमेंट मेरे लिए प्रभु की अनुग्रह के कारण मेरे बारे में बात की। അതെല്ലാം ദൈവത്തിന്റെ വലിയ വലിയ വഴികളാണ്. ये पूरा परमेश्वर की बड़ी बड़ी बातें थी। തിരിച്ചെന്നെ അതേ സ്കൂളിൽ ചേർക്കാൻ ഗവൺമെന്റ് ഓർഡർ ഇട്ടു. वापस उसी स्कूल में मुझे ज्वाइन कराने के लिए प्रभु सरकार ने आज्ञा दी। എനിക്ക് ഒരു വർഷം നഷ്ടപ്പെട്ടു. പിറ്റേ വർഷം അതേ സ്കൂളിൽ ചേർന്നു. एक साल नष्ट हुआ, अगले साल मुझे उसी स्कूल में एडमिशन मिला। ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. मैं जिस स्कूल में पढ़ रहा था मसीही मैनेजमेंट का एक स्कूल था। എൻ്റെ ക്ലാസ് ടീച്ചർ ഒരു പാരിഷ് പ്രീസ്റ്റാ. मेरे क्लास टीचर एक पैरिश प्रीस्ट, एक याजक है। എൻ്റെ ഹെഡ് മാസ്റ്റർ അതിനേക്കാളും വലിയ പ്രീസ്റ്റാ. मेरे हेडमास्टर उससे बड़े हैं, प्रीस्ट है। എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു, നിന്നെ നീ 7 കൊല്ലം SSLC എഴുതിയാൽ ജയിക്കില്ല. मेरे क्लास टीचर मुझसे बताया कि तू 7 बार इस साल ये 10वीं कक्षा के परीक्षा में लिखोगे तो पास नहीं होगा। ഞാനൊരു പുരോഹിതനാ. मैं एक पादरी हूँ। നിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. तुझे स्कूल से निकाल दिए। നീ പോയി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ, അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന, നീ പോയി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അടുക്കൽ നിന്ന് തിരിച്ചെടുക്കാൻ ഓർഡർ കൊണ്ടുവന്നു. तूने जाकर के कम्युनिस्ट गवर्नमेंट से वापस लेने की ऑर्डर लेकर आया। എന്നാൽ ഞാനൊരു പുരോഹിതനാ. मैं एक पादरी हूँ। ഞാൻ നിന്നെ ശപിച്ചിരിക്കുന്നു, നീ 7 കൊല്ലം SSLC എഴുതിയാൽ ജയിക്കില്ല. तू 7 बार, मैं तुझे श्रापित दे रहा हूँ कि तू 7 बार लिखने से भी तू SSLC पास नहीं करोगे। ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 8ാം കൊല്ലം നോക്കിക്കോളാം. मैंने बताया कि कोई बात नहीं, 8वें बार में पास कर പോയി लूंगा। ഹെഡ് മാസ്റ്ററെ കാണാന്നു. उन्हें गुस्से में आकर बताया कि हेडमास्टर से मिल लेना। ഞാൻ പോയി ഹെഡ് മാസ്റ്ററെ കണ്ടത് അതിനേക്കാൾ വലിയ അച്ഛനാണ്. वो जो हेडमास्टर है उससे बड़े पादरी है, वो उस पादरी से मिला। സ്കൂളിൽ നിന്ന് എൻ്റെ പേര് വെട്ടി എന്നെ പുറത്ത് വിട്ടത് കൊണ്ട് ഈ അച്ഛന്മാരെ രണ്ടുപേരെയും ഗവൺമെന്റ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തേച്ചാണ് തിരിച്ചു കയറ്റിയത്. मुझे स्कूल से निकालने के कारण इन दोनों पादरियों को स्कूल से सस्पेंड 3 महीने के लिए किया गया था। उसके बाद वापस आए वो पादरी लोग, ये लोग, അപ്പോൾ അവർക്ക് ഭയങ്കര വൈരാഗ്യമുണ്ട്. उनको बहुत मेरे पे गुस्सा है। ഹെഡ് മാസ്റ്റർ എന്നോട് ചോദിച്ചു, നീ മറ്റേ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞോടാന്ന് ചോദിച്ചു. बड़े पादरी हेडमास्टर ने मुझसे पूछा कि तू दूसरा पादरी से ऐसे बताया क्या? ഞാൻ പറഞ്ഞു मैंने बताया कि मैंने बताया। എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. क्यों बताया तूने? ഞാൻ പറഞ്ഞു 7 കൊല്ലം SSLC ജയിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 8ാം കൊല്ലം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയണ്ടേ? वो पादरी ने मुझसे बताया कि 7 बार पास नहीं करोगे। मैं क्या बताऊं, कोई बात नहीं, मैं 8वें बार पास कर लूंगा। അദ്ദേഹം പറഞ്ഞെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നതാ, ഞാൻ വലിയ പുരോഹിതനാണ്, നീ 7 കൊല്ലം എഴുതിയാൽ ജയിക്കില്ല. अगर ऐसा है तो मैं बता रहा हूं कि 7 बार लिखने से भी मैं तू पास नहीं करोगे, നീ നശിച്ചു പോകേയുള്ളൂ. तू नाश ही होगा। ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 7, 7, 14, 15ാം കൊല്ലം നോക്കിക്കോളാം. मैंने बताया कि 7 मिलके 7 जो है 14, मैं उसके बाद 15वीं बार मैं पास कर लूंगा। തുടർന്ന് എൻ്റെ സ്കൂളിന്റെ മാനേജരെ കൊണ്ടുവന്നു. तुरंत मेरे स्कूल के मैनेजमेंट को लेकर आए। അതൊരു ബിഷപ്പാ. वो एक बिशप थे। അദ്ദേഹം കാതലിക് ബാബയായി മാറിയ മനുഷ്യനാ. वो कैथोलिक बाबा बन के निकला हुआ बंदा है। അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, നിന്നെ ശപിക്കാനാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. तुझे श्राप देने के लिए हमें लेकर आए। ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാചകം എനിക്ക് ഓർമ്മയുണ്ട്. उनसे मैंने एक बात बताया, എന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. ഇയാൾക്ക് എന്നെ വേണേ ചെയ്തു. मुझे जो आशीष करते हैं वो आशीषित रहेंगे, मुझे जो श्रापित करेंगे वो श्रापित रहेंगे। आपको जो करना है वो कर लेना। ഞാൻ ദൈവവേദന. मैं परमेश्वर का बेटा हूँ। അന്നാണ് ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നത്. उस समय पर परमेश्वर की आत्मा मुझसे बात किए। പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ലോകത്തിന്റെ തലസ്ഥാന നഗരിയിലായിരിക്കും. पवित्र में मुझसे बताया कि तुझे इस संसार के राजधानी में पहुंचाऊंगा। അവിടെയുള്ള കണ്ടുപിടുത്തങ്ങളും വിദ്യാഭ്യാസവും ഞാൻ നിനക്ക് തരും. उधर के आविष्कारों को और बहुत सारे ऐसे विज्ञान की ज्ञान को मैं दूंगा। ഒടുവിൽ നിന്നെ തെക്കേ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ശുശ്രൂഷയിൽ നിർത്തും. उसके बाद मैं तुझे दक्षिण भारत में ले आऊंगा और सेवका में खड़ा करूंगा। ഇതെല്ലാം നടന്നു. ये पूरा हुआ है। ഞാൻ എൻ്റെ ഒടുവിലത്തെ വിദ്യാഭ്യാസം അമേരിക്കയിലായിരുന്നു. मेरे आखिरी जो पढ़ाई अमेरिका में था। വാഷിംഗ്ടൺ DC ലോകത്തിന്റെ തലസ്ഥാന നഗരി എന്നറിയപ്പെടും. വാഷിംഗ്ടൺ DC എൻ്റെ വിദ്യാഭ്യാസം കഴിയും. इस पूरे संसार की राजधानी वाशिंगटन डीसी जो है उधर मेरे ऊपरी पढ़ाई हुआ। ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രവാചകൻ എന്നോട് ഒരു ദൂത് പറഞ്ഞു. जैसे मैं वापस आया एक भविष्यवक्ता मेरे पास आकर के नबूवत किए। നിന്നെ ലോകത്തിന്റെ തലസ്ഥാന നഗരി വരെ അയച്ചതും അവിടെയുള്ള വിദ്യാഭ്യാസവും കണ്ടുപിടുത്തങ്ങളും നിന്നെ പഠിപ്പിച്ചതും इस संसार की राजधानी में पहुंचाया और उधर के आविष्कारों को और उसके वैज्ञानिक ज्ञानों को मैंने दिया। നിന്റെ അപ്പന്റെ പണക്കൊഴുപ്പ് കൊണ്ടല്ല, നിന്റെ ബുദ്ധി വൈഭവം കൊണ്ടല്ല, तेरे बाप के पैसे के धन के कारण नहीं, तेरे ज्ञान की बढ़ोतरी के कारण नहीं। എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. जो मुझे आदर किया उनको मैं आदर करूंगा। അബ്രഹാമിനോടൊരു അനുഗ്രഹമുണ്ട്. अब्राहम से परमेश्वर की आशीष है। നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. तुझे जो आशीष करेंगे तो आशीषित रहेगा, तुझे जो श्रापित करेंगे वही लोग श्रापित रहेंगे। ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും 1-2 പദങ്ങൾ. इससे ज्यादा कुछ बोल नहीं पा रहा हूं, परंतु 1-2 बात मैं बताऊंगा। അന്ന് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന അച്ഛൻ, उस जमाने पर मेरे क्लास टीचर रहने वाले जो पादरी है,
അദ്ദേഹത്തിന്റെ മകൾ സ്വന്തം ഭർത്താവിനെ വിട്ടേച്ച് ആരാണ്ടോടുകൂടി उनके बेटी जो है किसी और के साथ भाग गई शादी के बाद। ഹെഡ് മാസ്റ്റർ ആയിരുന്ന അദ്ദേഹം हेडमास्टर जो थे वो उनका കയ്യും കാലും തളർന്ന് उनका हाथ और पैर लकवा हो गया, അനങ്ങാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമായി. वे हिल नहीं पा रहे, ऐसे परिस्थिति में आप അമ്മ മനുഷ്യൻ തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു. उस इंसान जो है अपने बच्चों से पुकार के बोले, ആ വീട് മുഴുവനും തകർന്നു, അവർ മുഴുവനും നശിച്ച ശേഷം उस परिवार उस घराना पूरा नाश हुआ। തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, उनके बच्चों को पुकार के बोले, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, मैं किसी से कुछ नहीं किया, ഞാൻ പിന്നെ എന്തുകൊണ്ട് എന്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ. मुझे पता नहीं कि मेरे परिवार में ऐसा क्यों हुआ है। എന്റെ ഓർമ്മയിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ എം എ വർഗീസ് എന്നൊരു കൊച്ചൻ എന്റെ സ്കൂളിൽ പഠിച്ചിരുന്നു, അവനെ ഞാൻ ഉപദ്രവിച്ചു. मेरी जानकारी में मैं किसी से मैं विद्रोह नहीं किया, किसी को दोष नहीं पहुंचाया, परंतु एक बच्चा था, उस बच्चे के बारे में विरोध में मैंने कुछ किया था। मैं वर्गीस नाम का एक बच्चा था, അവൻ ചത്തുപോയി എന്നാണ് അച്ഛൻ കേട്ടത്. वो बच्चा मर गया, इस पादरी ने सुना। അഥവാ അവൻ ജീവനോട് ഉണ്ടെങ്കിൽ, अगर वो कहीं जीवित है, നിങ്ങൾ ആരെങ്കിലും അവനെ എവിടെയെങ്കിലും കണ്ടാൽ अगर उस बच्चे को किसी कहीं आप मिलेगा तो അവന്റെ കാല് കെട്ടിപ്പിടിച്ച് എനിക്ക് വേണ്ടി ക്ഷമ ചോദിക്കണം. उस बच्चे के पैरों में पड़कर माफी मांगना। അച്ഛനും മരിച്ചു, उस पादरी भी गुजर गए, വർഷങ്ങൾ പലത് കഴിഞ്ഞു. बहुत साल बीत चुका। ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു സഭായോഗത്തിന് പ്രസംഗിച്ചു. मैं एक दिन ट्रिवांड्रम में एक कलीसिया के अंदर प्रचार कर रहा था। അത് കഴിഞ്ഞ ശേഷം എനിക്ക് രണ്ടാമതൊരു സഭായോഗത്തിന് പോകണം. उसके बाद एक और कलीसिया में प्रचार करना है। ഞാൻ ഇവിടുന്ന് ഇറങ്ങി വരികയും ഒരു പെൺകുട്ടി എന്നെ വഴിയിൽ നിർത്തി. जैसे ही मैं बाहर निकल रहा था, एक बेटी मुझे रोक रही। അവിടെ കയ്യിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. उसके हाथ में एक बेटा है, ഒരു 2-3 വയസ്സ്, രണ്ട് വയസ്സടുത്ത് പ്രായം വരുന്ന ഒരു കൊച്ചു കുഞ്ഞ്. लगभग 2 साल की उम्र आने वाली एक बच्चा। ഈ മോളെ കണ്ടിട്ട് ഒരു 24 വയസ്സിന് താഴെ തോന്നുന്നുള്ളൂ. इस बेटी को देखकर लगभग एक 24 साल की कम उम्र के बच्चा। അവിടെ നിർത്തിയേച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് സാക്ഷി പറഞ്ഞ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ അച്ഛനുണ്ടല്ലോ, आज जो बताया ना, वो गवाही दिए, वो हेडमास्टर पादरी है ना, അദ്ദേഹത്തിന്റെ കൊച്ചുമോളാ ഞാൻ. वो पादरी का बेटी परपोती हूँ मैं। എന്റെ ഭർത്താവിന് നിന്നെ ഒന്ന് കാണണം. मेरे पति को आपसे मिलना है। ഞാൻ വിചാരിച്ച് തല്ലാനോ വല്ലോ ആയിരിക്കും. मैंने सोचा कि मुझे मारने के लिए होगा। രണ്ടായാലും ഞാൻ താമസിക്കുന്നിടത്ത് വരാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ വന്നു. कुछ भी हो, मैं जहाँ पर रहता था उस कमरे में आने के लिए बताया। അദ്ദേഹം വരുമ്പോൾ തന്റെ ഭാര്യയും ഈ കൊച്ചു കുഞ്ഞിനെയും കൂടെ കൂട്ടിയാ വന്നു. जैसे वो आए, वो पति, उनकी पत्नी और बच्चे के साथ आए। ഞാൻ താമസിക്കുന്ന റൂമിലോട്ട് കയറി. मैं जहाँ पे रहता था उस कमरे के अंदर आए, ആ കുഞ്ഞിനെ ഭാര്യയുടെ ഇടയിലോട്ട് കൊടുത്തു. उस बच्चे को अपने पत्नी के हाथ में दिए। മയങ്ങി വീഴുന്നത് പോലെ ഒരൊറ്റ വീഴ്ച വീണു. जैसे ही बेहोश होकर गिरते हैं, ऐसे ही उस इंसान नीचे गिरा। എന്റെ രണ്ട് കാലിലും കൂടെ പിടിച്ചു. मेरे दोनों पैरों को में पड़े। എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഹെഡ് മാസ്റ്ററുടെ 4ാം തലമുറയാണ് ഈ കൊച്ചു കുഞ്ഞ്. आपके हेडमास्टर के 4था पीढ़ी है ये बच्चा। ഒരു നേരത്തെ പാല് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. एक टाइम की दूध खरीद कर देने के लिए हमारे पास पैसा नहीं है। ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 1.25 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട്. मैं जब शादी किया था, मुझे 1 लाख मुझे तनख्वाह था। ഇന്ന് ഈ കുഞ്ഞിന് ഒരു നേരത്തെ പാല് വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. परंतु आज इस बच्चे को एक टाइम की दूध खरीद कर देने के लिए मेरे पास पैसा नहीं है। നിങ്ങളുടെ അടുക്ക് വരാൻ എനിക്ക് വണ്ടിയില്ലായിരുന്നു. आपके पास आने के लिए मेरे पास गाड़ी नहीं है। എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനോട് വണ്ടി കടം ചോദിച്ച് അതേല ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. मेरे साथ काम करने वाले एक भाई का गाड़ी को मैं मांग कर मैंने लेके आया। എന്റെ കാലിൽ ഒരാൾ കയറി പിടിച്ചാൽ വിട വിട എന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കുക. मेरे पैर में जो पड़ा था उस व्यक्ति को मुझे छोड़ बोल रहा था। അയാൾ പറഞ്ഞ വിടത്തില്ല. उन्होंने बताया कि मैं छोड़ूंगा नहीं। ഞങ്ങളുടെ വല്യപ്പൻ പറഞ്ഞ വാചകം നിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കണമെന്ന്. मेरे दादाजी जो बताए थे वो है कि आपके पैर पर पड़कर माफी मांगना है। ഞാൻ മുമ്പേ പറഞ്ഞ ബിഷപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ തൊടുന്നില്ല. मैं जब बताया था वो बिशप के बारे में ज्यादा बताऊंगा नहीं। യാക്കോബയ സഭ എന്നായിരുന്നു അത് സഭ അറിയപ്പെട്ടിരുന്നത്. जाकोबाइट कलीसिया का नाम से वो ഈ जाने മനുഷ്യനായിരുന്നു അതിന്റെ കാതലിക് ബാബ. इस इंसान ही कैथोलिक बाबा था। അയാളുടെ സമയത്താണ് സഭയ്ക്കകത്ത് കേസുണ്ടാകുന്നത്. उनके समय पर ही सब कलीसिया के अंदर केस हुआ। അയാൾ പള്ളിക്കകത്ത് കയറരുതെന്ന് കോടതി വിധിച്ചു. इस न्यायालय ने आदेश दिया कि वो कलीसिया के अंदर प्रवेश नहीं करना। നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. जो आशीष करते हैं वो आशीषित रहेगा, तो जो श्रापित करेगा वो श्रापित रहेगा। ദൈവിക വ്യവസ്ഥയിൽ ജീവിപ്പാൻ താല്പര്യമുള്ളവർ ഇതിനകത്തുണ്ടോ? ഇത് നമുക്കുള്ള അനുഗ്രഹമാണ്. परमेश्वर की व्यवस्था के अनुसार अगर आप कोई जीने के लिए तैयार है, मन बनाए, तो आप इसमें तैयार हो जाइए। परमेश्वर के वचनों में चलेंगे तो आप निश्चित आशीषित रहेंगे। ഓക്കെ, ഞാൻ ഇസ്രായേലിനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സകലരെയും ഞാൻ ബഹുമാനിക്കുന്നു. मैं इजराइल को प्रेम करता हूँ, मैं आदर करता हूँ। पवित्र आत्मा प्राप्त किए हुए हर एक इंसान को मैं आदर सम्मान करता हूँ। അടുത്തത് സെക്ഷുവൽ ഇമ്മോറാലിറ്റി. अगला है लैंगिक पाप। ഈ ബാംഗ്ലൂർ പട്ടണത്തിലൊക്കെ ഇത് അതിഭയങ്കരം. इस यौन पाप जो है बेंगलोर शहर में बहुत ज्यादा है। സെക്ഷുവൽ ഇമ്മോറാലിറ്റി ശാപം കൊണ്ടുവരും. यौन संबंधी पाप जो है श्राप को लेके आएगा।
ഞാൻ അടുത്തൊരു പടിയിലോട്ട് കയറാം. मैं अगले आया पे आऊंगा. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കൂടെ കിട്ടുന്ന ക്ലാസ് ആയത്. बहुत सारा इंफॉर्मेशन मिलने वाली क्लास अध्ययन. വീണുപോയ ദൂതന്മാരെ അവരെ ഏലിയൻസ് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിളിക്കും, സാത്താൻ എന്ന് നമ്മൾ വിളിക്കും. വീണുപോയ ദൂതന്മാർ എന്നും സാത്താൻ എന്നും ബൈബിൾ പറയും. गिरे हुए दूत बाइबल सिखाता है, परंतु वैज्ञानिक लोग कहते हैं कि वो एलियंस है. हम सब लोग ये सारा एक ही है. ഏലിയൻസ് എന്ന് പറയുന്നത് ഇതാ വീണുപോയ ദൂതന്മാരാ. एलियन जो है वो गिरे हुए दूतगण है. അത് ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയാണ്. वो वैज्ञानिक लोगों की भाषा है. അവര് ആ ഗ്രൂപ്പിനെ 4-5 ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. इस एलियंस को 4-5 ग्रुप में उन्होंने विभाजित അതിലെ किया. ഒന്നാമത്തെ ഗ്രൂപ്പിനെ റെപ്റ്റേലിയൻ ഗ്രൂപ്പ് എന്നാണ് उसका വിളിക്കുന്നത്. पहला ग्रुप जो है रेप्टिलियन ग्रुप है. ഇതിനകത്തുനിന്ന് ഒന്നാണ് ഹവ്വായുടെ അടുക്കൽ ചെന്നത്. उनमें से एक है हवा के पास पहुंचा हुआ एलियन. അവരുടെ പ്രത്യേകത അവരുടെ തല ഏറെക്കുറെ ട്രയാങ്കുലർ ഫോമിലായിരിക്കും. ഏറെക്കുറെ ട്രയാങ്കുലർ ഫോമിലാണ്. उनकी खासियत जो है उनका सर जो है लगभग एक त्रिकोण आकार में है. അല്ലെങ്കിൽ ശരീരത്തൊക്കെയും ചെതുമ്പൽ ഉണ്ടായിരിക്കും. नहीं तो शरीर में पूरा सांप के समान चमड़े होगा, അല്ലെങ്കിൽ വാലുണ്ടായിരിക്കും. और नहीं तो पूंछ रहेगा. ഇതാണ് അവരുടെ വേഷം. ये उनका रूपरेखा है. അവരുടെ ശരാശരി ഉയരം മനുഷ്യവേഷം എടുത്താൽ അവരുടെ ഉയരം 7 അടിക്കും 8 അടിക്കും ഇടയിലായിരിക്കും. मनुष्य की तुलना में अगर आप देखेंगे तो लगभग मनुष्य की बेश में जब आएगा तो 7 से 8 फुट के ऊंचाई है. അവർ നേച്ചറിൽ മിലിറ്റന്റ് ആണ്. वे अपने स्वाभाविक रूप से अगर आप देखेंगे तो वो मिलिटेंट है, അസാമാന്യ ബലമുള്ളവരാണ്. असाधारण सामर्थ्य रहने वाला व्यक्ति. അവരുടെ ഹോബി സെക്സ് ആണ്. उनका हॉबी जो है लैंगिक पाप है. അവർക്ക് മനുഷ്യനുമായിട്ട് ഒരു 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 നിയമമുണ്ട്. उनको इंसानों के साथ एक नियम है. മനുഷ്യ സ്ത്രീകൾ വസ്ത്രം ധരിക്കുമ്പോൾ मनुष्य स्त्री अपने वस्त्र पहनेंगे, നമ്പർ 1 ഏറ്റവും ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിക്കണം. ज्यादा दिखने वाली कपड़ा पहनना. എന്ന് പറഞ്ഞാൽ അവർ നടക്കുമ്പോൾ തന്നെ നഗ്നത കാണണം. यानी इसका मतलब यह है कि जैसे वो चलेंगे अपनी नग्न दिखाई देना. നമ്മുടെ ചർച്ചിൽ വലിയ പ്രശ്നമില്ല, പക്ഷെ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നമുക്കറിയാം. हमारे कलीसिया में ज्यादा प्रॉब्लम नहीं है, पर जैसे बाहर निकलेंगे तो आपको समझ में आ जाएगा. അവർ ധരിക്കുന്നത് അയഞ്ഞ വസ്ത്രങ്ങളായിരിക്കണം. आप वो लोग जब पहनेंगे तो दिखाई देने वाली वस्त्र पहनना. എന്ന് പറഞ്ഞാൽ അടുത്തൊരു പുരുഷനൊന്ന് തൊടണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. यानी अगर कोई इंसान छूना है तो उसका पूरा सुविधा उसको मिल जाएगा. ഒരു काटടിച്ചാൽ അവരുടെ വസ്ത്രം സ്ഥാനഭേദം വരും, അവരുടെ നഗ്നത കാണാം. जैसे हवा बहेगा अपना वो वस्त्र की जो जगह बदल जाएगी, अपनी नग्न वो प्रकट होगा. അതിന്റെ ശക്തിയിൽ അധീനപ്പെട്ടു പോയവർ പകുതി നഗ്നതയോടെ നടക്കും. उसके शक्ति में अधीन हुए बहुत सारे लोग आधे नंगे चलते हैं. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നോർഡിക് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. दूसरा ग्रुप जो है नॉर्डिक ग्रुप है. നോർഡിക് ഗ്രൂപ്പിന് മനുഷ്യവേഷം എടുത്താൽ 8 അടിക്കും 9 അടിക്കും ഇടയിൽ ഹൈറ്റ് ഉണ്ട്. अगर मनुष्य के वेश में आएंगे तो 8 से 9 फुट की ऊंचाई है. ബോഡി ബിൽഡിംഗ് അവരുടെ പ്രത്യേക ഹോബിയാണ്. बॉडी बिल्डिंग उनका हॉबी है. ഏറ്റവും സൗന്ദര്യമായി നടക്കണം എന്നത് അവരുടെ ചിന്തയാണ്. सबसे ज्यादा सुंदरता में चलना उनकी इच्छा है. അതിനാവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർക്കുണ്ട്. उसको जो जरूरत सारी तरीका उनका മനുഷ്യ സ്ത്രീകളെ കുറിച്ചുള്ള അവരുടെ ആഗ്രഹം, मनुष्य स्त्रियों के बारे में उनकी അവർ इच्छा, ഏറ്റവും ടൈറ്റായ വസ്ത്രം വേണം ധരിക്കാൻ. सबसे ज्यादा टाइट वस्त्रों को पहनना है. അവർ വസ്ത്രം ധരിച്ചാലും അവരുടെ ശരീരം വെളിയിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. वे जो वस्त्र पहनेंगे तो शरीर की आकार बाहर से दिखाई देगा. അവരുടെയും മെയിൻ ഹോബി സെക്സാ. उनका भी मुख्य इच्छा जो है यौन पाप है. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നില്ല. ज्यादा बोलूंगा नहीं. ഇത് പൈശാചിക ശക്തികളാണ്. ये शैतानिक शक्तियां हैं. നമ്മുടെ അകത്തും ഈ ചിന്തകൾ വന്നിരിക്കും. हमारे अंदर भी इस ऐसी सोच विचार आता है. എത്രത്തോളം നമ്മൾ അതിന് കീഴ്പ്പെടും അത്രത്തോളം ശാപം നമ്മുടെ മേലുണ്ടായിരിക്കും. जितना आप उसके अधिकार उसके वश में जाएंगे उतना आप श्रापित रहेंगे. ഞാൻ അടുത്ത ഒരു കാര്യത്തിലോട്ട് പോവാം. मैं एक और बात बताऊंगा. ഈ അടുത്ത ഇടവരെ എനിക്ക് അറിയാൻ വയ്യാതിരുന്ന ഒരു കാര്യം പിന്നറിഞ്ഞു. मैं पिछले दिनों तक मैं जानता नहीं था, परंतु आज के 9 വയസ്സ് മുതലുള്ള പെൺകുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കൊന്നു. 9 साल से ऊपर बहुत सारी लड़कियों को वो लोग बिगाड़ दिए. എന്തുകൊണ്ടാണ് അത് ചെയ്തത്? क्या कारण है? അവർക്കൊരു 10-20 വയസ്സുള്ളവരെ കിട്ടത്തില്ലായിരുന്നോ? उनको 20 उम्र से ज्यादा बच्चे लड़कियों को नहीं मिलता. എന്തുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് ഇത് ചെയ്തു? क्यों ऐसे नन्हे मुन्ने बच्चों के साथ इन्होंने ऐसा काम किया? ഇപ്പോഴാ ഞാൻ അറിയുന്നത് പല പിശാചുക്കൾക്കും ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങളോടാണ് താല്പര്യം. आजकल मैं समझ में आ रहा है कि अनेक ऐसे गिरे हुए शैतानी शक्तियों को बच्चों से ज्यादा उनका इच्छा रहता है. അങ്ങനത്തെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചാൽ അവർക്ക് കൂടുതൽ ശക്തി കിട്ടും. ऐसे बच्चों को अगर वो बिगाड़ेंगे वो ज्यादा बल मिलता है. ആ ശക്തിക്ക് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്തത്. वो ऐसे बल प्राप्त करने के लिए ही ऐसे लोग ऐसी शक्तियां ऐसे बच्चों से बुरा काम किए. നിങ്ങൾക്കറിയാമോ ഇതിനൊന്നും കേസില്ലെന്ന്? क्या आप जानते हैं ऐसे चीजों के लिए केस ഒരു കേസും ഉണ്ടാവില്ല. कुछ कोई केस नहीं है. ആരെയും ശിക്ഷിക്കത്തില്ല. किसको भी दंड नहीं मिलेगा. നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ആരെങ്കിലും ചുമ്മാ പറഞ്ഞാൽ മതി, അന്ന് അറസ്റ്റ് ചെയ്യും. अगर कोई
हमारे जैसे लोगों के अंदर होगा तो कोई बोलने से काफी है, तुरंत अरेस्ट। ഇത് 10-400 എണ്ണത്തെ കൊന്നിട്ട് ഇന്ന് വരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. इतने सारे लोगों को बिगाड़ने के बावजूद भी कोई पूछताछ नहीं, कोई गिरफ्त नहीं हुआ, കാര്യം ഇതേ സാത്താനെ സേവിക്കുന്നവരാണ് ഈ ജാതി മൊത്തം. क्योंकि ऐसे ही शक्तियों की पूजा करने वाली शक्ति लोग हैं ये सारे जाति। ഞാൻ ഒരു രഹസ്യം കൂടെ പറയാം. एक और रहस्यमय चीज बताऊंगा। നമ്മുടെ അടുക്കൽ ഇവിടെ ഒരു 1-2 ഹോസ്പിറ്റലുകളുണ്ട്. हमारे पास 1-2 अस्पताल है, അതിനവിടെ കിർലോസ്കർ ഇലക്ട്രിക്കൽ കമ്പനിയുണ്ട്. किर्लोस्कर इलेक्ट्रिक कंपनी है, അതിനോട് ചേർന്ന് ഒരു സൈലന്റ് ടവർ ഉണ്ട്. उसके पास ही एक साइलेंट टावर है। ആ സൈലന്റ് ടവറിന്റെ അപ്പുറത്തോട്ട് മാറി ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ആക്സിഡന്റ് സോൺ എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. उस साइलेंट टावर के पास एक बोर्ड था बहुत साल पहले, एक्सीडेंट जोन करके। ഒരു 20 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ആ ബോർഡ് कണ്ടിട്ടുണ്ട്. ये उस समय में इस पुल नहीं बना था, 20 साल से पहले अगर आप इधर थे तो आप समझ നിങ്ങൾ पाएंगे। ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? ആക്സിഡന്റ് സോൺ. कुछ लोग आप जानते हैं उधर लिखा हुआ था एक्सीडेंट जोन। എല്ലാ ദിവസവും അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമായിരുന്നു. हर दिन उधर एक्सीडेंट होता था। രക്തം ഒഴുകാതെ ഒരിക്കലും ആ റോഡ് കിടക്കത്തില്ല. वो रास्ते से एक रात ऐसे नहीं था जहाँ पे खून नहीं बहता। അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയം ഞാൻ പഠിച്ചപ്പം आशीष और श्राप के विषय जब मैंने सीखा, ഇതൊരു പൈശാചിക ശക്തിയുടെ കുടിയിരിപ്പാണ് എന്ന് എനിക്ക് തോന്നി. ये जो है शैतानी शक्तियों की सामर्थ्य है, मैंने समझ लिया। ഞാൻ പലപ്പോഴും അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. मैंने बहुत बार उधर जाकर प्रार्थना भी किया हूँ, വെറുതെ ആ റോഡിന്റെ സൈഡിലിരുന്നു. बस उस रोड के किनारे बैठकर। അന്ന് ഇത്രയും ട്രാഫിക് ഇല്ല, ഒരാൾക്ക് ഇരിക്കാൻ പ്രയാസമില്ല. उस जमाने पर बैठने के लिए कोई दिक्कत नहीं, इतना ट्रैफिक तो नहीं है। ഒരിക്കലെ ചില ദിവസങ്ങൾ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ശക്തി അവിടുന്ന് പോവാൻ. मैं एक दिन कुछ दिनों के लिए मैं उपवास और प्रार्थना किया ताकि वो शक्ति उधर से हट जाए। അന്നൊരിക്കല് ഞാൻ യലഹങ്കയിൽ ഒരു മീറ്റിങ്ങിന് പോയി. एक दिन मैंने एलान का एक मीटिंग के लिए गया। യലഹങ്കയിൽ ചെന്നപ്പം വേറൊരു പാസ്റ്ററും കൂടെ ഈ ബാംഗ്ലൂരിന് വരാനുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തെ കണ്ടു. बैंगलोर में आने वाले एक और पास्टर को मैंने उधर मुलाकात हुआ। പാസ്റ്റർ ശശി ജോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇവിടെ പലരും അദ്ദേഹത്തെ അറിയും. पास्टर शशि जॉन, अनेक लोग इधर से हम जानते हैं। ശശി ജോണിന് ഏതാണ്ട് 7-8 വയസ്സ് പ്രായമുള്ള ഒരു മോളുണ്ട്. शशि जॉन को 7 या 8 साल की एक बेटी उस समय था। ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. वे दोनों उधर खड़े हुए मैंने देखा। ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ മോട്ടോർ സൈക്കിളല്ല പോകുന്നത്, വേണേ പാസ്റ്ററെ കൂടെ കൊണ്ടുപോകാം. पास्टर मैं मोटरसाइकिल में जा रहा हूँ, आपको भी मैं ले जाऊंगा। അങ്ങനെ ഞാൻ അവരെ രണ്ടുപേരെയും കൂടെ കയറ്റി. ऐसे मैंने उन दोनों को अपने गाड़ी में ले गया। ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ ഫ്രണ്ടിലിരുത്തി. उस बेटी को मेरे सामने बिठाया। പാസ്റ്റർ ശശി ജോൺ എൻ്റെ ബൈക്കിന്റെ ബാക്കിലിരുന്നു. शशि जॉन मेरे बाइक के पीछे बैठा। ബൈക്ക് ഓടിച്ച് ആ കയറ്റം ഇങ്ങോട്ട് കയറി വരുമ്പോൾ बाइक चलाते हुए उस चढ़ाई चढ़ते हुए आ रहा है। പെട്ടെന്ന് ഞങ്ങൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരാട് ഒരു സൈഡ്, വെള്ള നിറമുള്ള ഒരു ആട് ഒരു സൈഡിൽ നിൽക്കുന്നു. मैंने तुरंत, हम दोनों एक दर्शन, एक चीज देख रहे हैं कि एक सफेद एक बकरी खड़ा हुआ है। അതിന് 2 ചിറകുണ്ടായിരുന്നു ആ ആടിന്. उस बकरी को 2 पंख है। ഇത് പറന്ന് 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 റോഡ് ക്രോസ് ചെയ്തു. वो उड़ते 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 वो रोड क्रॉस कर रहे हैं। പാസ്റ്റർ ശശി ജോണിന്റെ മോൾ എൻ്റെ മുന്നേ ഇരിക്കുക. शशि जॉन की बेटी मेरे सामने बैठी അവള് है। ഭയങ്കരമായിട്ട് അലറി, അങ്കിളേ തേണ്ട ആട് പറക്കുന്നേ എന്ന് പറഞ്ഞോണ്ട് ഉറക്കെ വിളിച്ചു. इस बेटी चिल्लाकर बोलने लगी, अंकल एक बकरी जो है उड़ रहा है। ഞാനും കണ്ടു. मैंने भी देखा। അത് ആ സൈലന്റ് ടവറിലോട്ട് കയറി. वो साइलेंट टावर के अंदर प्रवेश किया। യേശുവിന്റെ നാമത്തിൽ ഇതുവഴി പൊക്കോണം, മേലെ വരരുതെന്ന് ഞാൻ പറഞ്ഞു. यीशु मसीह के नाम से हमेशा के लिए चले जाए, वापस नहीं आना है। അതിൽ പിന്നെ ഏരിയയിൽ അപകടങ്ങളില്ല. उसके बाद उस एरिया में दुर्घटनाएं नहीं हुआ। ഉദ്ദേശം തീർന്നില്ല, കേട്ടു. ഉദ്ദേശം 6 മാസം പിന്നെ അവിടെ ഒരു അപകടം നടന്നില്ല. लगभग 6 महीने तक एक घटना उधर नहीं हुआ। അത് കഴിഞ്ഞ ശേഷം പോലീസ് ആ ബോർഡ് എടുത്തു മാറ്റി. उसके बाद पुलिस वो बोर्ड उधर से हटा दिए। ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ഏലിയൻ വ്യാപാരമാണ്. इस सब के पीछे एक गिरे हुए दूतों की शक्ति है। ഇതെല്ലാം ശാപസൂചകം. ये सब श्राप का कारण है। നമ്മെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും മാറ്റി ഈ ശാപം നമ്മുടെ മേൽ കൊണ്ടുവരുവാൻ ഇത് എന്നും ശ്രമിക്കും. हमें परमेश्वर के स्वरूप और सदृश्य से हटाने के लिए शैतान पूरी परिश्रम आपके और हमारे ऊपर करेंगे। ഞാൻ ശാപത്തിന്റെ കാരണങ്ങൾ കുറച്ചുകൂടെ എണ്ണം വായിച്ചോട്ടെ. श्राप के कारणों को कुछ और चीजों को बताऊंगा। മോഷണം ശാപകാരണമാണ്. चोरी करना श्राप के कारण है। പ്രത്യേകിച്ചും ദൈവത്തിന്റെ വക മോഷ്ടിക്കുന്നത് മഹാശാപകാരണമാണ്. विशेष तौर से परमेश्वर की चीजों को चोरी करना श्राप का कारण है। മത്സര ബുദ്ധി, നീ പറഞ്ഞ ഞാൻ കേൾക്കുകയില്ല എന്ന് പറയുന്നത് ശാപകാരണമാണ്. विद्रोह मन जो है हमारे श्राप का कारण है। കുത്തുന്ന വാക്കുകൾ പറയുന്നത് ശാപകാരണമാണ്. चुभने वाली बात कहना, घाव लगाने वाली बात कहना, वो श्राप का कारण है। ശപഥങ്ങളും നേർച്ചകളും ശാപകാരണമാണ്. शपथ, प्रतिज्ञा, कसम खाकर कहना, ये सब व्रत लेना पूरा श्राप का कारण है। മാന്ത്രികന്മാരുമായുള്ള ബന്ധം ശാപകാരണമാണ്. जादूगर के पास जाना श्राप का कारण है। സാത്താന്റെ സേവകന്മാരുമായുള്ള ബന്ധം ശാപകാരണമാണ്. शैतान के सेवकों के पास जाना श्राप का कारण है। മരണത്തിനുള്ള പാപമുണ്ട്, ചെറിയ പാപങ്ങളുമുണ്ട്. मरण है तो पाप है, छोटा पाप भी है। അയോഗ്യമായി തിരുമേശയിൽ പങ്കെടുക്കുന്നത് ശാപകാരണമാണ്. अयोग्य तरीके से परमेश्वर की प्रभु बोझ में हाथ बढ़ाना श्राप का कारण है।
അവനവൻ ശരീരത്തെ ശോധന ചെയ്തിട്ട് വേണം തിരുമേശയിൽ പങ്കെടുക്കുവാൻ. सब लोग अपने अपने शरीर अपने मन को परखने के बाद ही प्रभु से अपना हाथ बढ़ाना. നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകും, വിശുദ്ധനാണ്. അതുപോലെ നാം വിശുദ്ധി പാലിക്കണം. हमें जो परमेश्वर ने बुलाया वो परमेश्वर जो है पवित्र परमेश्वर है, उसी पवित्रता में हमको चलना जरूरी है. ഇല്ലെങ്കിൽ അത് ശാപകാരണമായി മാറും. अगर नहीं तो श्राप का कारण होगा. ഇനി ഞാൻ ആ ശാപകാരണങ്ങളിൽ നിന്ന് മാറുക. अब मैं श्राप के कारणों से थोड़ा हटाऊं. ശാപങ്ങൾ വന്നു ചേരുന്ന 3 വഴികൾ തുടർന്ന് ഞാൻ പറയുക. श्राप आने वाली 3 कारणों को बताऊंगा. എനിക്കിത് മുഴുവൻ എടുത്ത് തീരണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ സ്റ്റാൻഡേർഡിൽ 15 മണിക്കൂർ മതിയായിരുന്നു. ഇന്ന് 20 മണിക്കൂർ വേണം. ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ 40 വേണം. आज मुझे बोल पूरा करने के लिए लगभग 40 घंटा चाहिए, क्योंकि अनुवाद के साथ. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം തൊട്ടുവിടുക. इसलिए मुख्य बिंदु अकेला मैं छूकर मैं उसको छोड़ रहा हूँ. 3 രീതികളിൽ ശാപം വന്നു കയറും. 3 कारणों से तरीके से शाप आ सकता है. ഒന്ന്, ഞാൻ തന്നെ വരുത്തി വെക്കുന്ന ശാപം. एक मैंने खुद से लाया हुआ ഞാൻ श्राप. വിഗ്രഹാരാധനയ്ക്ക് പോയാൽ മതി, मैं मूर्ति पूजा की ओर जाने से काफी है. ദൈവത്തിന്റെ എന്തെങ്കിലും മോഷ്ടിച്ചാൽ മതി, परमेश्वर को चुराने से काफी है. അധികാരികളോട് മത്സരിച്ചാൽ മതി, अधिकारियों के विरोध में मत्सर करने से काफी है. ദൈവസഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ചാൽ മതി, परमेश्वर के कलीसिया के विरोध में करने से काफी है. എന്റെ മേൽ ശാപം വരും. मेरे पर श्राप आ जाएगा. അങ്ങനെ സ്വയം വരുത്തി വെക്കുന്ന ശാപം. ऐसे स्वयं लाया हुआ श्राप. നമ്മുടെ സ്വന്തം വാക്കുകൾ കൊണ്ട് ശാപം വരുമെന്നറിയാവോ? हमारी बातों से ही श्राप आ सकता है. നമ്മുടെ സ്വന്തം വാക്കുകൾ കൊണ്ട് ശാപം വരും. हमारी बातों से श्राप आ सकता है. ഞാൻ ഒരു ഉദാഹരണം പറയാം. मैं एक उदाहरण बताऊंगा. ഒരു 10 വർഷം 1990 അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ 20 വർഷമായി. 1990 എനിക്ക് ഒരു അല്പസ്വല്പം പ്രശ്നം എൻ്റെ ബ്രെയിനുണ്ടായി. सन 90 की ईस्वी में मेरे ब्रेन में कुछ प्रॉब्लम हुआ. ഞാൻ ഒരുപാട് ടെൻഷൻ എടുത്തിട്ടുള്ള ആളാണ്. मैं बहुत टेंशन लिया हुआ इंसान. ഇത്രയും വലിപ്പത്തിലൊരു ചർച്ച് വളർന്നു വരണമെങ്കിൽ നിസ്സാരമൊന്നുമല്ല. इतनी बड़ी कलीसिया बनाने के लिए इतना आसान नहीं है. 1990 മതപരിവർത്തനത്തിന്റെ പേരിൽ എന്നെ ഇവിടുത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തതാണ്. धर्म परिवर्तन के नाम से इधर की सरकार मुझे अरेस्ट किया था. ഇവിടുത്തെ കംപ്ലീറ്റ് ഫൈനാൻസ് ഫ്രീസ് ചെയ്തതാണ്. इधर के सारे डॉक्यूमेंट्स फाइनेंस फ्रीज किया है. ഇന്ന് കൊല്ലും നാളെ കൊല്ലും എന്ന് പറഞ്ഞ് എനിക്ക് മർഡർ ത്രെറ്റ്സ് പല പ്രാവശ്യം ഉണ്ടായതാണ്. आज मैं मार डालूंगा, आज मैं मारूंगा, आज कत्ल करूंगा, ऐसे बहुत सारे थ्रेट्स मुझे मिला था. 30 ദിവസം കൊണ്ട് കൊല്ലും, 29 കൊണ്ട് കൊല്ലും, 28 കൊണ്ട് കൊല്ലും, 27 കൊല്ലും എന്ന് പറഞ്ഞ കൗണ്ട് ഡൗൺ നടന്നതാ. 3, 30, 29, 28 ऐसे करके काउंट डाउन गिनती करते हुए मैं इतने दिन के अंदर मारूंगा, ऐसे गिनती करके मारने के लिए धमकी मिल गया था. ഒരുപാട് മെന്റൽ ടെൻഷൻസ് ഉണ്ടായതാ. मुझे मानसिक बहुत सारे तनाव से मैं गुजरा हूँ. കയ്യും കാലും വെട്ടാൻ വേണ്ടി എന്റെ ചർച്ചിനകത്തുള്ള ആളുകൾ ആയുധവുമായി വന്നതാ. हाथ पैर काटने के लिए मेरे कलीसिया के अंदर से ही लोग चूरी लेकर चाकू लेकर आए थे. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ കൈ എഴുതാൻ വയ്യാതെ വിറയ്ക്കുമായിരുന്നു. ऐसे एक संदर्भ में मेरे हाथ से मैं लिखने के लिए मुझसे नहीं हो रहा था. ഒരിക്കല് ഞാനൊരു 1 ലക്ഷത്തിന്റെയോ 1.5 ലക്ഷത്തിന്റെ ഒരു ചെക്ക് സൈൻ ചെയ്തു. एक टाइम पे मैंने 1 लाख या 1.5 लाख का एक चेक मैंने साइन किया. നമ്മുടെ ഗംഗാനഗർ ചർച്ചിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി കൊടുക്കാൻ സൈൻ ചെയ്തു. गंगा चर्च की कंस्ट्रक्शन के लिए मैंने दिया था. അതിന്റെ കോൺട്രാക്ട് വന്നിട്ട് അയക്ക് ഇന്ന് തന്നെ കാശ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെക്കും സൈൻ ചെയ്ത് കൊടുത്തു. कॉन्ट्रैक्टर ने मेरे पास आके बताया कि उसको आज चेक चाहिए. പക്ഷേ എന്റെ ബ്രെയിന് കേടുണ്ടായിരുന്നത് കൊണ്ട് കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. मेरे ब्रेन में हल्का सा कुछ प्रॉब्लम होने के कारण मेरे हाथ कांप रहा था. എന്റെ സിഗ്നേച്ചർ കറക്റ്റ് അല്ലായിരുന്നു. मेरा सिग्नेचर करेक्ट नहीं हुआ. ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ ചെക്ക് റിജക്ട് ചെയ്തു. बैंक में जाते ही चेक रिजेक्ट हुआ. എനിക്കുണ്ടായ പ്രയാസം, मुझे जो आया हुआ जो दर्द, ഞാൻ ഒരു റിട്ടയർഡ് സയന്റിസ്റ്റാണ്. मैंने रिटायर्ड साइंटिस्ट हूँ. ഇനി ഞാനും കൈവിരൽ പതിച്ച് ചെക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. अब अंगूठा छाप लगा के मुझे देने के लिए मुझे मुश्किल होगा, സിഗ്നേച്ചർ മാച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ഇതേ उള്ളൂ. क्योंकि अगर सिग्नेचर मैच नहीं होगा तो दूसरा तरीका है अंगूठा छाप. ഞാനൊരു 4-5 പ്രാവശ്യം പറഞ്ഞടാ എൻ്റെ കൈ പോയടാ, എൻ്റെ കൈ പോയടാ. मैंने 2-3 बार मैंने कहा कि मेरा हाथ चला गया, हाथ चला गया. സുനിൽ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഡാഡി ദയവായി ഡു നോട്ട് ഇൻവോക്ക് എ കേഴ്സ് ഓൺ യുവർ സെൽഫ്. സ്വന്തം ശാപം പറഞ്ഞു വെക്കല്ലേ. सुनील पास्टर ने मुझसे आके बताया कि डैडी आप दोबारा मत कहना कि आप अपने ऊपर अपने मुंह से ही श्राप ला के नहीं लेना. ഡാഡിയുടെ കൈകൾ കൊണ്ട് കോടികളുടെ ചെക്ക് സൈൻ ചെയ്യേണ്ടതാണ്. आपके हाथों से करोड़ों की चेक साइन करना है. ഈ ചെക്ക് അങ്ങ് വലിച്ചേറി കളഞ്ഞ് വേറെ ചെക്ക് സൈൻ ചെയ്ത് കൊടുക്കും. ये चेक फाड़ के फेंक दो, दूसरा चेक दे देना. അല്ല, ഡാഡിക്ക് അത് പ്രയാസമാണെങ്കിൽ अगर आपको दिक्कत हो रहा है तो ഈ ചെക്കും കൊണ്ട് ഞാനിവിടെ ബാങ്കിലോട്ട് വരാം, ബാങ്ക് മാനേജറോട് സംസാരിക്കാം. इस चेक से मैं खुद जाऊंगा, मैं बैंक मैनेजर से बात करूंगा. ഇതേ ചെക്ക് അക്സെപ്റ്റ് ചെയ്യുക. इसी चेक को एक्सेप्ट किया जाएगा. ഒരിക്കലും ഡു നോട്ട് ഇൻവോക്ക് സെൽഫ് ഇൻവോക്ക് ദ കേഴ്സ്. पर अपने ऊपर खुद से बोल कर श्राप को लेकर नहीं आना है. അതെ, നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ മേൽ ശാപം വരും. हमारे ऊपर ही श्राप की बातें कहेंगे, नकारात्मक बातें कहेंगे तो हमारे ऊपर श्राप जरूर आएगा. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശപിക്കരുത്. माता पिता अपने बच्चों को श्राप नहीं देना. അത് നമുക്ക് വരുന്ന ശാപം. हमारे ऊपर आने वाली श्राप है. ഓക്കെ, അവനവൻ തന്നെ വരുത്തി വെക്കുന്ന ശാപം. हमारे ऊपर आने वाली श्राप. 2, കൂട്ടാളിയിൽ നിന്ന് വരുന്ന ശാപം. दूसरा हमारे साथी गणों से आने वाली श्राप. അതിനെ പാർട്ട്ണർഷിപ്പ് കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. उसको कहते हैं पार्टनरशिप कर्स. എന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടവളും ഞാൻ ശപിക്കപ്പെട്ടവനും ആയിരുന്നെങ്കിൽ
मेरी पत्नी अगर आशीषित और मैं श्रापग्रस्त होगा तो ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള കുടുംബം അനുഗ്രഹവും ശാപവും പങ്കുവെക്കും. हम दोनों मिलकर वो परिवार में आशीष और श्राप को मैं बांटेंगे. ശാപങ്ങളോ അനുഗ്രഹങ്ങളോ കൂട്ടാളിയിൽ നിന്ന് വരും. श्राप और आशीष हमारे साथियों से आ सकता है. പക്ഷേ ഞാൻ ഇതിന്റെ റേഷ്യോ ഒന്ന് പറയാം. परंतु उसका एक रेशियो बताऊंगा. എനിക്ക് നല്ല ടെമ്പറേച്ചറോ അല്ലെ കൊറോണ ഉണ്ടെന്നിരിക്കട്ടെ. मुझे कोरोना है, मान के चलिए. കണ്ട ജോൺസൺ പാസ്റ്റർക്ക് ജൂണി പാസ്റ്റർക്ക് ഒരു കൊറോണയില്ല, നല്ല ആരോഗ്യമാണ്. जोनी पास को कोई बीमारी नहीं है. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ हम दोनों शेकन करेंगे तो അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്നിലേക്ക് വരുമോ അതോ എന്റെ കൊറോണ അങ്ങോട്ട് പോകും? उनका अच्छी स्वास्थ्य मेरे अंदर आएगा या मेरा कोरोना उनके पास जाएगा? എല്ലാവർക്കും അറിയാം. आप बोलिए. അഴുക്കേ വരക്കത്തുള്ളൂ. जो बुराई है वही फैलता है. ഒരു അനുഗ്രഹിക്കപ്പെട്ടവനും ഒരു ശപിക്കപ്പെട്ടവനും തമ്മിൽ ഒരുമിച്ച് ചേർന്നാൽ एक आशीषित व्यक्ति और श्रापग्रस्त व्यक्ति दोनों मिलेंगे तो അനുഗ്രഹം പോകത്തില്ല, ശാപമേ പോകത്തുള്ളൂ. आशीष बांटेंगे नहीं, श्राप ही आएगा. ഇതിനെ പാർട്ട്ണർഷിപ്പ് കേഴ്സ്, കൂട്ടാളിയിൽ നിന്ന് വരുന്ന ശാപം എന്ന് വിളിക്കും. इसी को कहते हैं श्राप, जीवन साथी के द्वारा आने वाली श्राप, पार्टनरशिप कर्स. ഇതുകൊണ്ട് ബൈബിൾ പറയുന്നു അവിശ്വാസികളുമായി ഇണയില്ല, പിണകൂടരുത്. इसी कारण बाइबल साफ तौर से लिखा है कि अविश्वासियों के साथ असमान जुए में नहीं जुटना है. സത്യമായി നമ്മുടെ കൂട്ടുകെട്ട് പോലും നമ്മൾ നിയന്ത്രിക്കണം. सच वास्तविक तौर से अगर समझना है तो आपके फ्रेंडशिप्स भी उसमें बहुत ध्यान देना है. ഓക്കെ, ഒന്നാമത്തേത് സ്വന്തമായി വരുത്തുന്ന ശാപം. पहला अपने ऊपर खुद बोल बोल कर लाने वाली श्राप. രണ്ടാമത്തേത് കൂട്ടാളിയിൽ നിന്ന് വരുന്ന ശാപം. दूसरा जीवन साथी से आने वाली श्राप. മൂന്ന്, അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച കുഞ്ഞിന്റെ മേൽ ശാപമുണ്ട്. ऐसे परिवार के ऊपर आए हुए बच्चों के अंदर भी श्राप रहेगा. ഇതിനെ ജനറേഷണൽ കേഴ്സ്, പാരമ്പര്യ ശാപം എന്ന് വിളിക്കും. इसी को कहते हैं परंपरागत श्राप या पीढ़ीगत श्राप. ഞാൻ പാരമ്പര്യ അനുഗ്രഹത്തിനും പാരമ്പര്യ ശാപത്തിനും ഉദാഹരണം ഇന്നലെ പറഞ്ഞു. मैं पारंपरिक श्राप और पारंपरिक आशीषों के उदाहरण मैं कल बताया था. പാരമ്പര്യ ശാപങ്ങൾ ഉണ്ടാകും. परंपरागत श्राप भी आएगा. ഞാനൊരു ശപിക്കപ്പെട്ട പള്ളിയുടെ സഭയുടെ അംഗമാണെങ്കിൽ ആ ശാപം എന്റെ മേൽ കാണും. अगर मैं एक श्रापग्रस्त कलीसिया के भाग हूं तो वो श्राप आपके ऊपर रहेगा. ഒരു ശപിക്കപ്പെട്ട പാസ്റ്ററുടെ കയ്യിൽ നിന്നാണ് ഞാൻ കർത്തൃമേശ വാങ്ങി കഴിക്കുന്നതെങ്കിൽ ആ ശാപം എന്നിലേക്ക് കയറും. अगर श्रापग्रस्त एक पास्टर के हाथों से ही अगर परमेश्वर के मेज से अगर शरीक हो रहे हैं तो वो श्राप आपके अंदर आ सकता है. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ല, ഇവിടെ കർത്തൃമേശ എടുത്ത് കൊടുക്കുന്ന എലിമെന്റ്സ് എടുത്ത് കൊടുക്കുന്നവരെ എത്ര സ്ക്രീൻ ചെയ്തിട്ടാണ് നിങ്ങൾ അവരെ പെർമിറ്റ് ചെയ്യുന്നതെന്ന് അറിയാവൂ. आप लोग काफी लोग जानते नहीं होंगे, परंतु जो बपतिस्मा जो इधर प्रभु के मेज बांटने के लिए जो लोग खड़े होते हैं इतना स्क्रीन करके ही हम लोग ले चुनते हैं. ഇതൊക്കെ ഫാമിലി കഴ്സസിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ये सब पारिवारिक श्रापों के ऊपर आने वाली एक श्राप आ सकता है. ഇന്ത്യ എന്ന രാജ്യം ശപിക്കപ്പെട്ടതാ. भारत जो एक राज्य, एक राष्ट्र, एक देश शापग्रस्त है. അന്യദൈവ സേവയാണ് ഇവിടുത്തെ പ്രധാന കാരണം. पराय देवताओं की पूजा वही उसका कारण है. അതുകൊണ്ട് സകല ഇന്ത്യക്കാരനും ആ ശാപം വഹിക്കുന്നുണ്ട്. इसलिए हम सब लोग वो श्राप को ढोते हैं. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. मैंने एक उदाहरण बताऊंगा. ഒരിക്കൽ ന്യൂയോർക്ക് പട്ടണത്തിൽ ഞാനൊരു കൺവെൻഷൻ നടത്തുകയായിരുന്നു. मैंने न्यूयॉर्क शहर में एक कन्वेंशन चला വളരെ रहा था. അനുഗ്രഹമായിട്ട് പോയി. बहुत आशीष में था. ആ സമയത്ത് സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന ഒരാൾ ന്യൂയോർക്കിൽ വെച്ച് എന്നെ കണ്ടു. उस समय पर सिंगापुर में रहने वाले एक इंसान न्यूयॉर्क शहर में मुझसे मुलाकात हुआ. അദ്ദേഹം എന്നോട് പറഞ്ഞു സിംഗപ്പൂരിലും ഇതുപോലെ ഒരു മീറ്റിംഗ് വേണം. उन्होंने मुझसे कहा कि सिंगापुर में भी ऐसे एक मीटिंग चाहिए. ഞാൻ അന്ന് യാത്ര ചെയ്യുന്ന സിംഗപ്പൂർ എയർലൈൻസിനാണ്. मैंने उस दिन जो यात्रा कर रहा था सिंगापुर एयरलाइंस में. അദ്ദേഹം പറഞ്ഞു തിരിച്ചങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ സിംഗപ്പൂരിൽ ഒരു 4 ദിവസം താമസിച്ച് മീറ്റിംഗ് കഴിഞ്ഞു പോയാൽ മതി. जब वापस लौटेंगे सिंगापुर, जैसे ही सिंगापुर एयरलाइंस में आ रहे हैं तो उधर उतर कर 4 दिन के बाद वापस चले जाना. ഞാൻ പറഞ്ഞു ബ്രദറെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് 4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ब्रदर मैं बैंगलोर से 4 दिन की लीव एडजस्ट करने के लिए मुझसे कोई दिक्कत नहीं होगा. പക്ഷെങ്കിൽ എനിക്ക് സിംഗപ്പൂരിൽ വീസ ഇല്ല. परंतु मुझे सिंगापुर वीजा नहीं है. അദ്ദേഹം പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല, സിംഗപ്പൂർ എയർലൈൻസിന് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഓൺ അറൈവൽ വീസ കിട്ടും. परंतु कोई प्रॉब्लम नहीं, सिंगापुर एयरलाइंस से अगर आप यात्रा करेंगे तो ऑन अराइवल वीजा मिल जाएगा. അയാൾ പറഞ്ഞത് വിശ്വസിക്കാതെ ഞാൻ സിംഗപ്പൂർ എംബസിയിൽ ഫോൺ ചെയ്ത് ചോദിച്ചു. वो व्यक्ति को विश्वास किए बिना मैंने क्या किया, सिंगापुर एयरलाइंस की एम्बेसी में कॉल किया. എംബസിയോട് ഞാൻ സംസാരിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് അവിടെ ഓൺ അറൈവൽ വീസ കിട്ടുമോ? सिंगापुर एम्बेसी में कॉल किया तो जब ऐसे मैं पूछा कि मैं ऐसे न्यूयॉर्क से यात्रा कर रहा हूँ, ऑन अराइवल वीजा मिलेगा क्या? അദ്ദേഹം പറഞ്ഞു 7 ദിവസം വരെ കിട്ടും. उन्हें बताया कि 7 दिन के लिए मिलेगा. ഞങ്ങളുടെ നിയമം അതാണ്, 7 ദിവസം വരെ കിട്ടും. हमारी जो नियम है वो 7 दिन के लिए मिल जाएगा. ഞാൻ എൻ്റെ ടിക്കറ്റ് സറണ്ടർ ചെയ്തു, റീ ഇഷ്യൂ ചെയ്തു. मैंने टिकट सरेंडर किया, री इशू करवाया. എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ വരിക അതേ ദിവസം തന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റിന് പോരുക എന്നാണ്. അത് മാറ്റി അവിടെ ഇറങ്ങിയാൽ 4 ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞു പോരത്തക്കതുപോലെ റീ ഇഷ്യൂ ചെയ്യും ടിക്കറ്റ്. यानी मैं सिंगापुर में आया, उसी दिन मैं वापस भारत में आना था, परंतु मैं री इशू करने के कारण
मैं सिंगापुर में आया, 4 दिन की मीटिंग के बाद फिर वापस मैं भारत आऊंगा। ഇവിടെ നോട്ടീസ് അടിച്ചു. इधर नोटिस लगाया। ഞാൻ അവിടുന്ന് എന്നോട് സംസാരിച്ച എംബസിയിലെ സ്റ്റാഫിനോട് ചോദിച്ചു നിന്റെ പേരെന്താണ്. उधर पहुंचने से पहले मैं एम्बेसी स्टाफ का नाम मैंने पूछा। എല്ലാ എംബസി സ്റ്റാഫിനും ഒരു നമ്പർ ഉണ്ട്, രാജ്യത്തുനിന്ന് കൊടുക്കുന്ന നമ്പർ ചോദിച്ചു. सारे एम्बेसी स्टाफ को दिया गया एक नंबर है, वो नंबर भी मैंने लिया। ഇതെല്ലാം എഴുതി എടുത്തോണ്ടാണ് ഞാൻ വന്നത്. ये सब कुछ लिखकर ही मैंने आया हूँ। ഞാൻ സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നു. അവിടെ ചെന്ന് എനിക്ക് പറഞ്ഞു ഓണറേബിൾ വിസ വേണം. सिंगापुर एयरलाइंस में एयरपोर्ट में पहुंचा, मैंने कहा कि मुझे ऑनरेबल वीजा चाहिए। അയാൾ പറഞ്ഞു നിനക്ക് കിട്ടത്തില്ല. उन्होंने बताया कि मुझे तुझे नहीं मिलेगा। ഞാൻ പറഞ്ഞു കിട്ടുമെന്ന് നിന്റെ എംബസിക്കാരൻ പറഞ്ഞല്ലോ. मुझे मिलेगा करके आपके ही एम्बेसी वाले बताएं। അയാൾ ചോദിച്ചു ഏത് എംബസിയിലാണ് നീ പോയെ. कौन सा एम्बेसी में गया? ഞാൻ പറഞ്ഞു ഇന്നയാളാ സംസാരിച്ച നമ്പർ വരെ പറഞ്ഞു. इस व्यक्ति ने बात किया, नंबर भी मैंने बताया। അദ്ദേഹം കമ്പ്യൂട്ടറിൽ നമ്പർ എൻ്റർ ചെയ്ത് പറഞ്ഞു കറക്റ്റ് പേരുമാണ് കറക്റ്റ് നമ്പരുമാണ്. कंप्यूटर में चेक किया तो करेक्ट नाम है, करेक्ट नंबर भी है। പക്ഷെ നീ അവിടെ പോയോ, നിന്നെ അയാൾ കണ്ടോ? परंतु तू उनसे मिला क्या? तुझे आपसे मुलाकात हुआ? നിന്റെ പാസ്പോർട്ട് അയാളെ കാണിച്ചോ? तेरा पासपोर्ट तुझे दिखाया क्या? ഞാൻ പറഞ്ഞില്ല. मैंने बताया कि नहीं। എടാ ഇത് ഇന്ത്യക്കാരനുള്ള നിയമമല്ല. आपने उस पासपोर्ट नहीं दिखाया। ये जो नियम जो है, ഇന്ത്യക്കുള്ള ഫെസിലിറ്റി അല്ല. ये जो नियम है इंडिया वालों के लिए नहीं है। ഇത് സ്റ്റാൻഡേർഡ് രാജ്യങ്ങൾക്കുള്ള ये നിയമമാണ്. स्टैंडर्ड राज्यों के लिए दिया गया നീ नियम है। ഇന്ത്യൻ ഇവിടെ വന്നു കയറിയോ? मैं तो इंडिया से आया हूँ। അങ്ങനെ പറഞ്ഞിരുന്നേ എനിക്ക് ക്ഷമിക്കായിരുന്നു. मैं अगर बोलूंगा तो मुझे माफी मिलता था। ഇംഗ്ലീഷിൽ ബി എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു ചീത്തയുണ്ട്. इंग्लिश में बी अक्षर से जुड़ा हुआ एक गंदा गाली है। അത് ചേർത്താ പറഞ്ഞ യു ബി ഇന്ത്യൻ. यू डैश इंडियन। നിനക്ക് ഈ നിയമം ബാധകമല്ല. आपको ये नियम जो है आपको लागू नहीं होगा। ഞാൻ ഒരു കുറ്റവും ചെയ്തതല്ല. मैंने कोई अपराध नहीं किया। എന്റെ രാജ്യം ശപിക്കപ്പെട്ടതാ. मेरा राज्य, मेरा देश श्राप के अधीन ഈ है। ശാപം ഇത് സകല ഇന്ത്യക്കാരനുണ്ട്. ये श्राप सारे इंडिया वालों के ऊपर है। ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങളുടെ എംബസി വിളിച്ചു ചോദിച്ചു അയാൾ സമ്മതിക്കാഞ്ഞത് കൊണ്ട് പറ്റിപ്പോയതാ. मैंने आपको एम्बेसी में कॉल किया, उसने बताया नहीं, पर इसलिए ये हुआ। അയാൾ പറഞ്ഞു നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല. तुझे अरेस्ट तो नहीं करूंगा। പക്ഷേ ഒരു കസേര കാണിച്ച ഇതിലോട്ട് ഇരുന്നോളാൻ പറഞ്ഞു. उन्होंने एक कुर्सी दिखाया, उसमें बैठे रहना। ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റാൽ നിന്നെ അറസ്റ്റ് ചെയ്യും. इस कुर्सी से अगर उठोगे तो अरेस्ट किया जाएगा। ഞാൻ എപ്പോഴും എയർലൈൻസുകാരെ വിളിച്ചറിയിക്കാം, അവർ വരട്ടെ. मैं एयरलाइंस वालों से बताऊंगा, वो लोग आने दे। ഞാൻ ആ ഒരു കസേരയിൽ ഇരുന്നു. मैं उस कुर्सी में बैठा रहा। പോലീസ് കാവൽ നിന്നു. पुलिस वाले मेरे साथ चारों ओर था। എയർലൈൻസുകാർ വന്നു. एयरलाइंस वाले आए। അവരെന്നോട് ചോദിച്ചു നീ എന്തുകൊണ്ട് റീ ഇഷ്യൂ ചെയ്തു. उन्होंने मुझसे पूछा कि तूने किस लिए रीइश्यू बताया। തിരിച്ചിന്ന് ബാംഗ്ലൂരിന് പോകാൻ ഫ്ലൈറ്റ് ഇല്ല, അതങ്ങ് പോയി. आप वापस जाने के लिए फ्लाइट नहीं है। ഇനി നാളെ മദ്രാസിന് പോകുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ട്. कल मद्रास जाने वाली एक फ्लाइट है। അതേ നിന്നെ കയറ്റി വിടാം. उसमें तुझे भेजूंगा। അവരെ ഒത്തിരി ചീത്ത പറഞ്ഞു. बहुत गंदा गालियां दी। എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകാൻ പോലീസിന്റെ പെർമിഷൻ വേണ്ടി വന്നു. वॉशरूम जाने के लिए भी मुझे पुलिस का परमिशन जरूरी था। 26 മണിക്കൂർ ഒരു കസേരയിൽ ഇരുന്നു. 26 घंटा में एक ही कुर्सी में बैठा रहा। ഒരു ചായ കിട്ടിയിട്ടില്ല. एक चाय नहीं मिला। ഇന്ത്യക്കാരനായ ഒറ്റ കാരണത്താൽ. बस कारण क्या है? मैं एक भारतीय हूँ। നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? आप समझ रहे हैं क्या कारण है? ഞാൻ ഒരിക്കല് എയർഫോഴ്സിന്റെ ഒരു ഫ്ലൈറ്റിന് പോകുമ്പോൾ അബദ്ധത്തിൽ ഒരു രാജ്യത്ത് പോയി ലാൻഡ് ചെയ്തു. मैं एयरफोर्स की एक फ्लाइट में जाते वक्त गलती से एक राज्य में, एक देश में गया। ഇന്ത്യക്കാരനാണെന്ന് കണ്ടപ്പം അവരുടെ സെക്യൂരിറ്റി എല്ലാം കൂടെ അടുത്ത് കൂടി. जैसे ही भारतीय वे लोग समझे, उनके सिक्योरिटी वाले सारे मुझे घेर लिए। ഞങ്ങളുടെ പെട്ടി എല്ലാം ശോധന ചെയ്തു. हमारे सूट के सारा चेक करवाए। അതിനകത്ത് സ്നേഹിതർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കിലോഗ്രാം ലഡു വാങ്ങിച്ചു വെച്ചിരുന്നു. उधर के मेरे पहचान वालों को देने के लिए कुछ 1 किलो लड्डू था। അതുവരെ അവർ പൊടിച്ചു. वो लड्डू तक चूर चूर के। ഇതിന്റെ അകത്ത് നീ വല്ലതും കയറ്റി വെച്ചിട്ടുണ്ടോ നോക്കണം. उसके अंदर कुछ तूने रखा क्या देखने के लिए? എന്തോ പറ്റി. कारण क्या है? ബി ഇന്ത്യൻ. डैश इंडिया। ഞാൻ ശപിക്കപ്പെട്ട രാജ്യത്തിന്റെ ഭാഗമാണ്. श्रापग्रस्त देश का एक भाग हो गया। ഇതിന്റെ അകത്തോട്ട് കയറുന്നുണ്ട്, ഉള്ളിലോട്ട് കയറുന്നു. आपको गहराई समझ पा रहे हैं आप? ശാപം വന്നു കയറുന്ന വഴികളാണ് ഞാൻ പറഞ്ഞത്. श्राप आने वाली कारण क्या है? आप समझना है। നമ്മുടെ രാജ്യം ഇത് ഉണ്ടാക്കി വെച്ചു. हमारे देश में यह हो रहा है। ഒന്ന് അവനവൻ വരുത്തി വെക്കുന്നത്. एक अपने आप खुद से लाने वाले स्वयं प्रेरित श्राप। രണ്ട് പാർട്ട്ണർഷിപ്പിൽ നിന്ന് വരുന്നത്. दूसरा जीवन साथी के साथ आने वाली श्राप। അവരുടെ മക്കളായി ജനിക്കുന്നതിൽ വരുന്നത്. तीसरा उनके बच्चा होने के कारण मिलने वाली श्राप। ശാപം പൊട്ടണമെങ്കിൽ ഈ ശാപ കാരണങ്ങൾ പൊട്ടണം. अगर श्राप टूटना है, श्राप के कारणों को तोड़ना है। ഞാൻ പറഞ്ഞു പല सभകളും പെട്ടെന്ന് വളർന്നു. मैंने कहा कुछ कलीसिया जल्दी से बढ़ने लगा। ഒരു വർഷം കൊണ്ട് 3000 പേർ പുതുതായി സ്നാനപ്പെട്ട സഭ ഞാൻ കണ്ടതാ. एक कलीसिया एक ही साल के अंदर 3000 के हिसाब से बढ़ने लगे। പക്ഷെ ജനം ദൈവവചനത്തിന് മുമ്പിൽ കീഴടങ്ങും. परंतु परमेश्वर के वचन के सामने लोग अपने आप को झुकने समर्पण किए। ഞാൻ ചെയ്ത തെറ്റുകൾ ശാപകാരണങ്ങൾ ഞാൻ ഒഴിവാക്കിയേ മതിയാകും. मैंने जो गलतियां किया, उस गलतियों के कारणों को उसको हटाना जरूरी है।
എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് വന്നതെങ്കിൽ ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞേ മതിയാകും. मेरे माता पिता से आने वाली श्राप है तो मुझे उसको मान कर अंगीकार करना जरूरी है. മാതാപിതാക്കൾ ചെയ്തതിന് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. मेरे माता पिता जो किया है उसके लिए मैं कुछ नहीं कर पाऊंगा. ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് അനുദപിക്കുക. परमेश्वर के वचन के सामने, परमेश्वर के सामने उसको मान कर कबूल करके उसको माफी मांगना है. രാജ്യം ചെയ്തു പോയതെങ്കിൽ രാജ്യത്തോട് ക്ഷമിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. हमारे देश जो किया है उसको अंगीकार करते हुए प्रभु के सामने बोलते हुए उसकी माफी मांगना है. പണ്ട് ദൈവമനുഷ്യനായി യോശുവ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. जैसे यहोशू ने कहा मैं मेरे घराना परमेश्वर की सेवकाई करूंगा. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. हमारी जीवन परमेश्वर के सामने समर्पण करना. ഞാൻ ഇന്ന് ശാപകാരണങ്ങളിൽ ഒത്തിരി എണ്ണം എടുത്തു പറഞ്ഞു. मैंने शाप के लक्षणों को कारणों को बहुत सारे तरीके बताया. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാകും. हमारी जिंदगी से उसको हटाना जरूरी है. എനിക്ക് വേണ്ടാത്തത് വേണ്ട. हमें जो जरूरी नहीं है वो नहीं है. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. हमें आज हम लोग परमेश्वर के सन्निधि में समर्पण करने ഇന്ന് പകൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് ഇന്ന് അവസരമുണ്ട്. നാളെ രാത്രിയിലും ഇത് തന്നെ ഞാൻ ആവർത്തിക്കും. ഏറ്റു പറയുന്ന ഭാഗം जो अर्पण कर अंगीकार करके जो परमेश्वर के सामने माफी मांगना है, आज रात आपको मौका है, कल शाम को भी मौका रहेगा. നാളെ പ്രധാനമായും ശാപത്തിൽ നിന്നുള്ള വിമോചനമായിരിക്കും വിശദീകരിക്കുന്നത്. हम कल के दिन विशेष तौर से शाप से कैसे आजादी प्राप्त कर सकते हैं उसके बारे में हम लोग मनन करेंगे. ഇന്നലെ ശാപമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. പാരമ്പര്യ ശാപത്തിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. कल शाप क्या है, परंपरागत श्राप के लक्षणों को उदाहरण को बताया. സാത്താൻ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ശാപം ഉണ്ടായത്. शैतान ने हमारी जिंदगी को बर्बाद किया, इसलिए श्राप हुआ. നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരണം. हमें परमेश्वर की ओर वापस आना जरूरी है. നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഏറ്റു പറയണം. हम जाने अनजाने में जाए हुआ हर एक गलतियों को प्रभु के सामने कबूल करके मान के माफी मांगना है. ഇന്ന് ശാപകാരണവും ശാപം വരുന്ന വഴികളും വിശദീകരിച്ചു. आज श्राप के कारणों को और उसके हर एक तरीकों को हम लोग सीखें. അത്യാവശ്യത്തിന് മനസ്സിലാകേണ്ടതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. जितना समझना था उसके लिए जो जरूरत, जो उदाहरण को मैं बताया. നാളെ വിടുതലുകളെ കുറിച്ച് പറയും. कल छुटकारे के बारे में बताऊंगा. നാളെ വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. कल छुटकारे के लिए हम प्रार्थना भी करेंगे. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു अगर हम अपने आप को परमेश्वर के सामने समर्पण करेंगे, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത് മാറ്റുവാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. यदि हमारी जिंदगी से जो हटाना है हटा पाएंगे तो കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. हम आंखों बंद करें, हम प्रार्थना ഞങ്ങളുടെ करें. കർത്താവേ, ഈ സഭയെ അടിയൻ ദൈവകരങ്ങളിൽ തരുന്നു. मेरे परमेश्वर इस कलीसिया को मैं आशीषित करूंगा. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനതകൾ കണ്ടുണരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. हमारी जिंदगी की कमियों को प्रभु जी हम लोग जानकर उसको अलग करने के लिए हम लोग चाहते हैं. प्रभु അങ്ങയുടെ ബലത്തിന്റെ കരം അടിയങ്ങളുടെ മേൽ വെക്കണേ. आपकी बलवंत वो हाथ हमारे ऊपर रखने पाए. കർത്താവേ, ശാപകാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സത്യമായി ഒഴിവാകട്ടെ. प्रभु जी हमारी जिंदगी में आए वो श्राप के कारणों को हमारी जिंदगी से हमेशा के लिए हटने पाए. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ ജനം വാഴ്ത്തപ്പെടണേ. आपके नाम से इस प्रजा प्रभु जी हर लोग प्रभु जी आपके नाम से आशीषित होने पाए. സകല മഹത്വവും അങ്ങേയ്ക്കായിരിക്കും. सारी याद महिमा केवल आपको ही रहेगा. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. सब यीशु मसीह के नाम से ആമേൻ.